ഹായ് വെൽക്കം. സെക്കൻഡ് മോഡ്യൂൾ നോക്കാം. സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് കോറിയോളിസ് കമ്പോണൻ്റ് ഓഫ് അസലറേഷനും ക്യാമിൻ്റെ സിന്തസിസും ഇത് രണ്ടുമാണ് മെയിൻ. അപ്പോൾ ഇത് രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് മോഡ്യൂൾ സൂപ്പറായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പം കോറിയോളിസ് കമ്പോണൻ്റ് ഓഫ് അസലറേഷൻ എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് അതെന്താണ്, അതിൻ്റെ ഡെറിവേഷൻ, അതെങ്ങനെയാണ് ഒക്യൂർ ആകുന്നത്, ഒരു ചെറിയൊരു 3 പോയിന്റ് ഉണ്ട്. എങ്ങനെയാണ് ഒക്യൂർ ആകുന്നത്, അതിൻ്റെ ഡയറക്ഷൻ, അതൊരു ചെറിയൊരു 4 പടമാണ്. പിന്നെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതൊരു ചെറിയ ഇക്വേഷനാണ്. നമ്മൾ ഡെറിവേഷൻ ചെയ്യാൻ നേരത്തെ കിട്ടത്തില്ല ഒരു ഇക്വേഷൻ, ആ ഇക്വേഷനാണ് അത്. അങ്ങനത്തെ ഈ ഒരു 5 കാര്യങ്ങളേ ഉള്ളൂ. ജസ്റ്റ് ഒരു പേജ് എടുക്കുകയാണെങ്കിൽ ആ പേജിൽ ഇത്രേ വരത്തുള്ളൂ. അപ്പം അത്രയും മാത്രമേ നമുക്ക് ജസ്റ്റ് പഠിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ കോറിയോളിസ് കമ്പോണൻ്റ് ഓഫ് അസലറേഷൻ ആ ഒരു സംഭവമാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലെല്ലാം ചോദിച്ചിട്ടുള്ളത് റിപ്പീറ്റഡ് ആയിട്ട്. അപ്പോൾ ആ ഒരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് തിയറി പാർട്ടൊക്കെ ഓക്കെ ആണ്. അതുപോലെ സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് ഷുവറായിട്ടും ചോദിക്കുന്നതാണ് ക്യാം സിന്തസിസ്, ക്യാം വരയ്ക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ക്യാമിലേക്ക് പോകാം. ഇപ്പോൾ ക്യാം സിന്തസിസ് എന്ന് പറയുമ്പം നമുക്കൊരു ക്യാം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം അത് വേണം, അത് നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം തന്നെ 4 എണ്ണം ഉണ്ട്. യൂണിഫോം വെലോസിറ്റിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം, സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം, യൂണിഫോം അസലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം, പിന്നെ സൈക്ലോയിഡൽ മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം. അങ്ങനെ 4 എണ്ണമാണ് ഉള്ളത്. അപ്പം ഇത് നമുക്ക് ചോദ്യത്തിൽ അവർ പറയുന്ന ഇതിലാണ് എന്ന് പറയും. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് നമ്മളത് വരയ്ക്കണം. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരച്ചതിന് ശേഷമാണ് നമുക്ക് ക്യാം വരയ്ക്കുന്നത്. ഇനി ക്യാം തന്നെ നമുക്ക് 2 തരം ക്യാം ഉണ്ട്. ഒന്ന് ഓഫ്സെറ്റ് ഉള്ള ക്യാം നമ്മളോട് വരയ്ക്കാൻ ചോദിക്കും, ഓഫ്സെറ്റ് ഇല്ലാത്തത് നോർമലും വരയ്ക്കാൻ ചോദിക്കും. അപ്പം നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഈ 4 എണ്ണവും വരയ്ക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ ക്യാമും ആ 2 സെറ്റ് എന്ന് പറയുമ്പോൾ നൈഫ് എഡ്ജ് ഫോളോവറിനുണ്ട്, റോളർ ഫോളോവറിനുണ്ട്. അത് പഠിച്ചാൽ തന്നെ നമുക്ക് മിക്ക എക്സാമിനും നൈഫ് എഡ്ജ് റോളറുമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എക്സാമിന് വരയ്ക്കാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് ഓരോന്നും എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, മോഡ്യൂൾ 2 ക്യാം എന്ന് പറഞ്ഞ സാധനം, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എൻജിൻ്റെ അകത്തൊക്കെ ഈ വാൽവ് ടൈമിംഗ് ഒക്കെ ഇല്ലേ, ഈ വാൽവ് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ക്യാം എന്ന് പറയുന്ന സാധനം. അതെങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ ഏതാണ്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പായിരിക്കും. അതായത് സർക്കിളല്ല, സർക്കിളിൽ നിന്ന് ഏതാണ്ട് ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പം ഇതിങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനിങ്ങനെ പൊക്കി അങ്ങനെ എടുക്കുന്ന പോലത്തെ ഒരു മോഷനായിരിക്കും അത് തരുന്നത്. ഓക്കെ, അങ്ങനെ ക്യാമിൻ്റെ ഷേപ്പ് ഏതാണ്ട് ഇങ്ങനെയാണ്. അതായത് ഫുള്ളി സർക്കിളല്ല, അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വശം വന്നിട്ട് ഒരു ലിഫ്റ്റ് ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ വാൽവ് ടൈമിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ക്യാം ഒക്കെ യൂസ് ചെയ്യുന്നത്. ക്യാം പറയുന്നതിന് മുന്നേ ഫോളോവർ പറയാം. ഫോളോവർ നമുക്ക് ഏതാണ്ട് 4 എണ്ണം ഉണ്ട്. ഒന്ന് വന്നിട്ട് നൈഫ് എഡ്ജ് ഫോളോവർ, പിന്നെ റോളർ ഫോളോവർ, പിന്നെ ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ, പിന്നെ സ്ഫെറിക്കൽ ഫോളോവർ. ഇങ്ങനെ 4 ഫോളോവറാണ് നമുക്ക് ഉള്ളത്. അതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ടും നൈഫ് എഡ്ജ് ഫോളോവറും റോളർ ഫോളോവറും ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഫോളോവർ എന്ന് പറയുന്നത് ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷനുള്ള ഒരു സാധനമാണ്. അപ്പം അതായത് ഈ ക്യാം എന്ന് പറഞ്ഞ സാധനമില്ലേ, ക്യാമിൻ്റെ ഷേപ്പ് അറിയാതെ ഇങ്ങനെയാണ് ക്യാമിൻ്റെ ഷേപ്പ് വരുന്നത്. ഏതാണ്ട് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങി ബാക്കി ഇങ്ങനെ ഒരു സർക്കിൾ ഷേപ്പ്, ഇങ്ങനെയാണ് ക്യാം ഇരിക്കുന്നത്. ഇത് ക്യാമിൻ്റെ സെൻറ്റർ. ഓക്കെ, അപ്പം ഇതിപ്പം ക്യാം എന്ന് പറയുന്ന സാധനം ക്ലോക്ക് വൈസിൽ കറങ്ങുവാണ് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ ഫോളോവർ എന്ന് പറഞ്ഞ സാധനം ഇതിങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നൈഫ് എഡ്ജ് ഫോളോവറാന്ന് വിചാരിക്കുക, ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാം ക്ലോക്ക് വൈസിൽ കറങ്ങാൻ നേരത്ത് ഈ ഫോളോവർ ഇവിടം വരെ എന്ത് പറ്റും, അതങ്ങനെ തന്നെ ഇരിക്കും, അതിന് മൂവ്മെൻ്റ് ഒന്നുമില്ല. പക്ഷെ അതിന് ശേഷവും ഇത് കുറച്ചും കൂടി ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങും. അങ്ങനെ
ഇവിടെ വരാൻ നേരത്തെ ഏറ്റവും മണ്ടയ്ക്കായിട്ട് അതൊന്ന് മൂവ്മെന്റ് മണ്ടയ്ക്കായിട്ട് വന്ന് നിൽക്കും. അതിനുശേഷം പിന്നെ ഇങ്ങനെ വന്നിട്ട് അത് അങ്ങനെ തന്നെ ഇരിക്കും. അതിനുശേഷം ഇത് പതുക്കെ 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 താഴാൻ തുടങ്ങും. പതുക്കെ 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 താഴാൻ തുടങ്ങും. എന്നിട്ട് ഇവിടെ ആകാൻ നേരത്ത് അത് അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ നോർമൽ ആ പൊസിഷന് വേറെ മൂവ്മെന്റ് ഒന്നുമില്ല. ഫോളോവർ അങ്ങനെ തന്നെ ഇരിക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു ഫോളോവർ ഉണ്ട്. ഫോളോവറിന് ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷനാണ്. അപ്പം ഇത് ക്യാം ഇങ്ങനെ കറങ്ങുമ്പോൾ ക്യാമിന് ലിഫ്റ്റ് വരുന്ന സ്ഥലത്ത് ഫോളോവർ മണ്ടയ്ക്കോട്ടും താഴോട്ടുമായിട്ട് പൊങ്ങി പൊങ്ങി താഴും. അതാണ് സംഭവം. ഓക്കെ, അപ്പം അത്രയും പിടി കിട്ടിയില്ലേ? അപ്പോൾ ഈ ഫോളോവർ എന്ന് പറയുന്ന സാധനം 4 ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ഫോളോവറിൻ്റെ അറ്റം ഇങ്ങനെ ഷാർപ്പ് നൈഫ് എഡ്ജായിട്ട് ഇരുന്നാൽ അതെന്തോന്നാണ്? നൈഫ് എഡ്ജ് ഫോളോവർ. നൈഫ് എഡ്ജ് ഫോളോവർ. ഓക്കെ, അതിന് ഷാർപ്പ് നൈഫ് എഡ്ജാണ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് റോളർ ഫോളോവർ. റോളർ ഫോളോവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അറ്റം ഒരു റോളറാണ്. റോളർ എന്ന് പറയുമ്പം ഇവിടെ അപ്പോൾ ഇതിനൊരു റേഡിയസ് കാണുമല്ലേ? അപ്പോൾ റോളർ എന്ന് പറയുമ്പോൾ റോളറിനൊരു റേഡിയസ് കാണും ചോദ്യത്തിൽ. അപ്പോൾ അത് തരും. നൈഫ് എഡ്ജ് എന്ന് പറയുമ്പോൾ അതൊരു ഷാർപ്പ് നൈഫ് എഡ്ജാണ്. റോളർ എന്ന് പറയുമ്പം അതിൻ്റെ അറ്റം ഒരു റോളറാണ്. അപ്പോൾ അതിനൊരു റേഡിയസ് കാണും. അതിനുശേഷം വേറെ എന്തോന്നാണ്? ഫ്ലാറ്റ് ഫേസ് സ്ഫെറിക്കൽ ഫോളോവർ. അപ്പം ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതാണ് ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ. അതിൻ്റെ അറ്റം ഒരു ഫ്ലാറ്റ് ഫേസ് ആയിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കും. പിന്നെ അടുത്തത് എന്തോന്നാണ്? സ്ഫെറിക്കൽ ഫോളോവർ. അത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇതാണ് സ്ഫെറിക്കൽ ഫോളോവർ. ഇത് നൈഫ് എഡ്ജ്, ഇത് റോളറ്, ഇത് ഫ്ലാറ്റ് ഫേസ്, ഇത് സ്ഫെറിക്കൽ. ഇനി ഒരു കാര്യം പറയാം. നൈഫ് എഡ്ജ് ഫോളോവർ ഇല്ലേ? ഈ നൈഫ് എഡ്ജ് ഫോളോവറിനേക്കാളും വിയർ ആൻഡ് ടിയർ ആർ ലെസ്. ഏതിന്? റോളറിന്. വിയർ ആൻഡ് ടിയർ ആർ ലെസ് കമ്പയർഡ് ടു നൈഫ് എഡ്ജ് ഫോളോവർ. നൈഫ് എഡ്ജ് ഫോളോവർ ഇങ്ങനെ ക്യാമിന്റെ റൊട്ടേഷൻ കാരണം അവിടെ ഒരു തേയ്മാനമൊക്കെ വന്നേക്കാം. പക്ഷെ റോളറിനാണെങ്കിൽ ആ തേയ്മാനത്തിന്റെ അളവ് കുറവായിരിക്കും നൈഫ് എഡ്ജിനെ കമ്പയർ ചെയ്യുന്നവർ. കാരണം ഇത് റോളറല്ല. ഫ്ലാറ്റ് ഫേസിന്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ് സ്ഫെറിക്കൽ ഫോളോവർ. ഓക്കെ, ഇതിന്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ് സ്ഫെറിക്കൽ ഫോളോവർ. അപ്പം സ്ഫെറിക്കൽ ഫോളോവറിനകത്ത് വന്നിട്ട് മിനിമം സ്ട്രെസ് ആയിരിക്കും. കമ്പയർഡ് ടു ഫ്ലാറ്റ് ഫേസ് ഫോളോവർ. മനസ്സിലായോ? നമുക്ക് മൊത്തം 4 ഫോളോവർ ആണ് ഉള്ളത്. നൈഫ് എഡ്ജ് ഫോളോവർ, റോളർ ഫോളോവർ, ഫ്ലാറ്റ് ഫേസ് ഫോളോവർ, സ്ഫെറിക്കൽ ഫോളോവർ. അതിൻ്റെ അകത്ത് നൈഫ് എഡ്ജ് എന്ന് പറയുന്നതിൻ്റെ അറ്റം ഷാർപ്പ് നൈഫ് എഡ്ജ് ആയിരിക്കും. റോളർ എന്ന് പറയുന്നത് അതിൻ്റെ അറ്റം വന്നിട്ട് ഒരു റോളർ ആയിരിക്കും, അതിനൊരു റേഡിയസ് കാണും. ഫ്ലാറ്റ് ഫേസ് എന്ന് പറയുമ്പം അതിൻ്റെ അറ്റം ഒരു പെർഫെക്റ്റ് ഫ്ലാറ്റ് ഫേസ് ആയിരിക്കും. സ്ഫെറിക്കൽ ഫോളോവർ എന്ന് പറയുമ്പോൾ അത് ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവറിന്റെ ഒരു മോഡിഫൈഡ് വെർഷൻ ആണ്. മാത്രമല്ല മിനിമം സ്ട്രെസ് ആണ്. എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഫ്ലാറ്റ് ഫേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മിനിമം സ്ട്രെസ് ആണ്. നൈഫിനും റോളറിനെയും കൂടെ നോക്കുവാണെങ്കിൽ വിയർ ആൻഡ് ടിയർ നൈഫ് എഡ്ജിനേക്കാളും ഇതിന് കുറവാണ്. ഓക്കെ, വിയർ ആൻഡ് ടിയർ നൈഫ് എഡ്ജിനേക്കാളും റോളറിന് കുറവാണ്. മിനിമം സ്ട്രെസ് ആണ് സ്ഫെറിക്കൽ ഫോളോവറിന് കമ്പയർഡ് ടു ഫ്ലാറ്റ് ഫേസ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ 3 മാർക്കിന് ചിലപ്പോൾ ചോദിച്ചേക്കാം വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോളോവർ എന്ന്. അപ്പോൾ എഴുതുക നൈഫ് എഡ്ജ് ഫോളോവർ, റോളർ ഫോളോവർ, ഫ്ലാറ്റ് ഫേസ് ഫോളോവർ, സ്ഫെറിക്കൽ ഫോളോവർ എന്ന് പറഞ്ഞ് എഴുതുക. എന്നിട്ട് നൈഫ് എഡ്ജ് ദ എൻഡ് ഓഫ് ദ നൈഫ് എഡ്ജ് ഫോളോവർ ഹാസ് ഷാർപ്പ് നൈഫ് എഡ്ജ് എന്ന് പറഞ്ഞ് കൊടുക്കുക. റോളർ ഫോളോവർ ഹാസ് എ റോളർ എന്ന് പറഞ്ഞു കൊടുക്കുക. ഫ്ലാറ്റ് ഫേസ് ഫോളോവറിന് ഇറ്റ് ഹാസ് എ പെർഫെക്റ്റ് ഫ്ലാറ്റ് ഫേസ് എന്ന് പറഞ്ഞു കൊടുക്കുക. സ്ഫെറിക്കൽ ഫോളോവറിന് ഇറ്റ് ഈസ് എ മോഡിഫൈഡ് വെർഷൻ ഓഫ് ഫ്ലാറ്റ് ഫേസ് ഫോളോവർ. എന്നിട്ട് വേണമെങ്കിൽ ഈ റോളറിനും സ്ഫെറിക്കൽ ഫോളോവറിനും ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാൻ പറ്റും. എന്താണ്? വിയർ ആൻഡ് ടിയർ ആർ ലെസ് കമ്പയർഡ് ടു നൈഫ് എഡ്ജ് ഫോളോവർ എന്ന് പറഞ്ഞ് ഇതിന് കൊടുക്കാം. സ്ഫെറിക്കൽ ഫോളോവറിന് മിനിമം സ്ട്രെസ് ആണ് കമ്പയർഡ് ടു ഫ്ലാറ്റ് ഫേസ് ഫോളോവർ എന്ന് പറഞ്ഞ് കൂടെ കൊടുക്കാം. അപ്പം ആ ഒരു ചെറിയ ടോപ്പിക്ക് ഫോളോവർ എന്ന് പറഞ്ഞ ടോപ്പിക്ക്. ഓക്കെ, ഇപ്പം ഇത് മനസ്സിലായോ? ക്യാം എന്ന് പറയുന്ന സാധനം ഈ വാൽവ് ടൈമിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ അതാണ് ഇതിൻ്റെ അകത്തൊക്കെ. അപ്പം ഇതിങ്ങനെ ഇരിക്കും ഒരു സാധനം.
അപ്പം ഇതിങ്ങനെ കറങ്ങുമ്പോഴത്തേക്കും പൊക്കം വരുന്ന സമയത്ത് ഇതിങ്ങനെ പൊങ്ങും. പിന്നെ നിരപ്പായിട്ടിരിക്കുന്ന സമയത്ത് അത് അങ്ങനെ ഇരിക്കും, മോഷൻ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. പിന്നെ ഇറങ്ങുന്ന സമയത്ത് പിന്നെ ഇതിങ്ങനെ ഇറങ്ങും, എന്നിട്ട് നോർമലി റോളാവും. അപ്പം ഈ ഫോളോവറിന് ഇങ്ങനെ റെസിപ്രോക്കേറ്റിംഗ് മോഷനേ ഉള്ളൂ. അത് ക്യാമിനനുസരിച്ചാണ് അതിൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടെ, ഈ ക്യാം എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അതിനൊരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ലിഫ്റ്റ് ഉണ്ടാകും. പിന്നെ മണ്ടവശം ഷാർപ്പ് അങ്ങനെയല്ല, മണ്ടവശത്ത് ഒരു ചെറിയ നിരപ്പുണ്ട്. അതിനുശേഷമാണ് ഇതിങ്ങനെ താഴ്ന്നു വരുന്നത്. ഇങ്ങനെയാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് ക്യാം എന്ന് പറഞ്ഞ സാധനം ഒരു സർക്കിളാണ്. എന്നിട്ട് അതിന് ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ലിഫ്റ്റ് ഉണ്ടാകും. മണ്ടഭാഗം കറക്റ്റ് ഇങ്ങനെ വളഞ്ഞല്ല ഇരിക്കുന്നത്, അതൊരു ചെറിയൊരു നിരപ്പുണ്ട്. ചെറിയൊരു നിരപ്പ് കഴിഞ്ഞിട്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഓക്കെ. അപ്പം വേറൊരു കാര്യം കൂടെ പറയാം. ഈ ഫോളോവർ ഇങ്ങനെ ഇരുന്നിട്ട്, ഇതിപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷനാന്ന് വെക്കുക. അപ്പം ഇതിങ്ങനെ ഇരുന്നിട്ട് ഇവിടം വരെ അതെന്ത് പറ്റും, ഫോളോവറിന് ഒരു മോഷനുണ്ട്, മണ്ടയ്ക്കൊട്ടൊരു മോഷനുണ്ട്. ഇങ്ങ് വരെ അതിങ്ങനെ പൊങ്ങും, ഫോളോവർ ഇങ്ങനെ പൊങ്ങും. ഇങ്ങ് വരെ പൊങ്ങിയാലല്ലേ ഇത് ഇവിടെ വരാൻ നേരത്തെ ഇതിങ്ങനെ നിൽക്കത്തുള്ളൂ. ഇവിടെ ഇരുന്ന സാധനം ഇങ്ങ് വരെ വന്നു. അപ്പം ഇതിങ്ങനെ പൊങ്ങും. അപ്പം ഈ പൊങ്ങുന്നതിനെയാണ് നമ്മൾ ഔട്ട് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഔട്ട് സ്ട്രോക്ക് അല്ലെങ്കിൽ റൈസ് അല്ലെങ്കിൽ അസെൻറ്റ് എന്ന് പറയുന്നത് ഈ പൊങ്ങുന്നതിന്. അതാണ് എന്തോന്ന്, തീറ്റ ഒ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്, തീറ്റ ഒ. ഇനിയിപ്പം ഇതിന് മൂവ്മെന്റ് ഇല്ലാതെ നിൽക്കത്തില്ലേ, അത് ഇവിടെ നിരപ്പാന്ന് പറഞ്ഞു. അപ്പൊ ഇതാ മണ്ടക്കോട്ട് പൊങ്ങേണ്ട ആവശ്യമില്ല, താഴേണ്ട ആവശ്യമില്ല, അങ്ങനെ നിരപ്പില്ല, അപ്പം മോഷൻ ഒന്നുമില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ ഡ്വെൽ എന്ന് പറയുന്നത്. ഡ്വെൽ, അതിന് നമ്മൾ സൂചിപ്പിക്കുന്നത് തീറ്റ ഡി. ഓക്കെ, തീറ്റ ഡി കാണാമോ? ഓക്കെ, തീറ്റ ഡി. ശരി. ഇനിയിപ്പം ഇവിടെ നിന്ന് ഇതിങ്ങനെ താഴോട്ട് ഇവിടം വരെ ഇറങ്ങും. അപ്പൊ അതിനൊരു പൊങ്ങി നിൽക്കുന്നത് താഴോട്ട് ഇറക്കമില്ല, അതിങ്ങനെ ഇവിടം വരെ ഇതിങ്ങനെ ഇറങ്ങും. അതിനുശേഷം ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം ഇത് സർക്കിളാണ്. അപ്പൊ അതിന് മോഷൻ ഒന്നും കാണത്തില്ല, ഡ്വെല്ല് പോലെ തന്നെ. അപ്പം ഇവിടെ നിന്ന് ഇതിങ്ങനെ വരെ ഇറങ്ങത്തില്ല. ആ ഇറങ്ങുന്നതിനെയാണ് എന്തോന്ന് പറയുന്നത്, റിട്ടേൺ സ്ട്രോക്ക്. റിട്ടേൺ സ്ട്രോക്ക്, ഫാള് അല്ലെങ്കിൽ ഡിസെന്റ്. ഓക്കെ, ഡിസെന്റ് എന്ന് പറയുന്നത് അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എന്തോന്ന്, തീറ്റ ആർ. തീറ്റ ആർ എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ഇപ്പം ഇവിടെ ഇരുന്നു, ഇവിടം വരെ പൊങ്ങുന്നതിന് നമ്മൾ ഔട്ട് സ്ട്രോക്ക് അല്ലെങ്കിൽ തീറ്റ ഒ എന്ന് പറഞ്ഞു. അതിനുശേഷമുള്ള ആ ചെറിയ നിരപ്പിനെ നമ്മൾ ഡ്വെല്ല്, തീറ്റ ഡി എന്ന് പറഞ്ഞു. അതിനുശേഷം ഇത് ഇറങ്ങുന്നതിനെ നമ്മൾ എന്തോന്ന് പറഞ്ഞു, റിട്ടേൺ സ്ട്രോക്ക് അല്ലെങ്കിൽ തീറ്റ ആർ എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം ഇത് കറങ്ങാൻ നേരത്ത് ഇതിപ്പോ ഇവിടെയല്ലേ നിൽക്കുന്നത്, അപ്പം ഇവിടെ നിന്ന് ഇത്രയും വരണ്ടേ, ഇത്രയും ഇങ്ങനെ കറങ്ങി വരണ്ടേ. ക്യാമ്പ് ഇതിങ്ങനെ കറങ്ങി വരാൻ നേരത്ത് ബാലൻസ് ഇത്രയും ഇല്ല. അപ്പം ഇത്രയും ഫോളോവറിന്റെ മോഷൻ ഇല്ലാതെയല്ലേ നിൽക്കുന്നത്, ഇങ്ങനെയല്ലേ നിൽക്കത്തുള്ളൂ. വേറെ പൊക്കോ താഴ്ച ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നിൽക്കത്തുള്ളൂ. അപ്പം അതിനെയാണ് നമ്മൾ റിമൈനിങ് ഡ്വെൽ എന്ന് പറയുന്നത്. റിമൈനിങ് ഡ്വെല്ല്, റിമൈനിങ് ഡ്വെല്ല്. അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് തീറ്റ ഡി എന്ന് തന്നെയാണ്. തീറ്റ ഡി എന്ന് തന്നെയാണ്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ഫോളോവർ 4 തരം ഉണ്ടെന്ന് പറഞ്ഞു, നൈഫ് എഡ്ജ്, റോളർ, ഫ്ലാറ്റ് ഫേസ്, സ്പെറിക്കൽ. അപ്പം ഫോളോവർ ആണ് ഈ ക്യാമിന്റെ ഇതിന്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ. ഓക്കെ. ഇനിയിപ്പോ ഈ ക്യാം കറങ്ങാൻ നേരത്ത് നമ്മൾ അതിൻ്റെ അകത്ത് ഈ ലിഫ്റ്റ് ഉണ്ടാകത്തില്ലേ, ഇത് റൈസ് ചെയ്യത്തില്ലേ, ഈ റൈസ് ആവുന്നതിനെയാണ് നമ്മൾ ഔട്ട് സ്ട്രോക്ക് എന്ന് പറഞ്ഞ് പറയുന്നത്. അതായത് ഫോളോവറിന്റെ മണ്ടക്കത്തുള്ള മോഷൻ പൊങ്ങുന്നതിനെയാണ് ഔട്ട് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റൈസ് എന്ന് പറയും, അല്ലെങ്കിൽ അസെന്റ് എന്ന് പറയും. ചോദ്യ പേപ്പറിൽ ഓരോ രീതിയിലും ചോദിക്കാം. ഔട്ട് സ്ട്രോക്ക്, റൈസ്, അസെന്റ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, ഫോളോവറിന്റെ പൊങ്ങുന്ന മോഷനാണ്. അതിന് നമ്മൾ തീറ്റ ഒ എന്ന് പറയും. പിന്നെ അതിനുശേഷം ചെറിയൊരു നിരപ്പുണ്ട്, അതായത് ഈ ഔട്ട് സ്ട്രോക്കും ഈ റിട്ടേൺ സ്ട്രോക്കിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു നിരപ്പുണ്ട്. അതിനാണ് നമ്മൾ ഡ്വെൽ എന്ന് പറയുന്നത്. അതാണ് ഈ തീറ്റ ഡി. ഇനിയിപ്പോൾ ആ ചെറിയ നിരപ്പ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇറങ്ങൂലേ, ആ ഫോളോവറിന്റെ താഴത്തേക്കുള്ള മോഷനാണ് എന്തോന്ന് പറയുന്നത്, റിട്ടേൺ സ്ട്രോക്ക്, ഫോള് അല്ലെങ്കിൽ ഡിസെന്റ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ സൂചിപ്പിക്കുന്നതാണ് തീറ്റ ആർ. അപ്പം ഈ ഒരു ക്യാം ഇങ്ങനെ ഇരുന്നു, ഇതിവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി ഒരു ചെറിയ നിരപ്പ് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇറങ്ങി. അതിനുശേഷം ബാക്കി ഇത്രയും ഭാഗം ഇങ്ങനെ കറങ്ങി വരണ്ടേ, ആ കറങ്ങി വരുന്നതിന് നമ്മൾ എന്തെന്ന് പറയും, റിമൈനിങ് ഡ്വെൽ എന്ന് പറയും, തീറ്റ ഡി. ഓക്കെ, തീറ്റ ഡി എന്ന് പറഞ്ഞ് തന്നെ പറയും. ഓക്കെ. ഇനിയിപ്പോൾ വേറൊരു കാര്യം കൂടെ, ഇത് മൊത്തം എത്ര ഡിഗ്രിയാണ് ഒരു സർക്കിള് ഒരു ഫുൾ റൊട്ടേഷൻ അടിച്ചു വരാൻ? 360 ഡിഗ്രി. ഓക്കെ. നമുക്ക് എപ്പോഴും തീറ്റ ഒ തരും, തീറ്റ ഡി തരും, തീറ്റ ആർ തരും. അപ്പം നമുക്ക് റിമൈനിങ് ഡ്വെൽ എങ്ങനെ കണ്ടുപിടിക്കാം? 360 ഇത് 3 കൂട്ടിയിട്ട്, അതായത് ഇത് 3 ഇവിടെ നിന്ന് പൊങ്ങുന്നതും ഇതും കൂട്ടിയിട്ട് പിന്നെ ഇതും കൂടെ കൂട്ടിയിട്ട് 3 കൂടെ കൂട്ടിയിട്ട് 360 കുറച്ച് കഴിഞ്ഞാൽ മിച്ച റിമൈനിങ് ഡ്വെൽ കിട്ടത്തില്ലേ?
അത് ജസ്റ്റ് ഒരു ഐഡിയക്ക് പറഞ്ഞാൽ ഞാൻ കണക്ക് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. വേറൊരു കാര്യം കൂടെ, നമുക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തോന്ന് വേണം? ഞാൻ ബേസിക്കലി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താന്ന് വെച്ചാൽ, ഇതിപ്പം ഔട്ട് സ്ട്രോക്ക് എന്ന് പറഞ്ഞു, പൊങ്ങുന്നതിന് ഔട്ട് സ്ട്രോക്ക് എന്ന് പറഞ്ഞു. ഇടയ്ക്കുള്ള ഔട്ട് സ്ട്രോക്കും റിട്ടേൺ സ്ട്രോക്കും തമ്മിലുള്ള ചെറിയ ഒരു നിരപ്പിനെ ഞാൻ തീറ്റ ഡി ഡെല്ലെന്ന് പറഞ്ഞു. അതിനുശേഷം ആ ഇറങ്ങുന്നതിന് ഇറക്കത്തിന് ഞാൻ റിട്ടേൺ സ്ട്രോക്ക് എന്നും പറഞ്ഞു. ഓക്കെ, അപ്പം ഈ ഫോളോവറിന് ഒരു മിനിമം ഇത് കാണും, അതിനുശേഷം ഒരു മാക്സിമം കാണും അല്ലേ? ഒരു മിനിമം ഇതും കാണും. ഈ മിനിമത്തിൽ നിന്ന് ഇതൊരു മാക്സിമം ഡിസ്റ്റൻസ് വരെ സഞ്ചരിച്ചിരിക്കും. അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ എടുക്കുവാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഇതാണ് ഇതിന്റെ മാക്സിമം. ഇവിടെയാണ് ഇതിന്റെ മിനിമം ആയിട്ട് അത് നിന്നത്. ഇതിൽ നിന്ന് അത് ഇത്രയും ദൂരം വരെ പോയി. അപ്പോൾ ഇതിന്റെ ഫുൾ റൊട്ടേഷനിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതായിരിക്കും ഇതിന്റെ മാക്സിമം ഡിസ്റ്റൻസ് ഇത് പൊങ്ങിയത്. ഈ മാക്സിമം ഡിസ്റ്റൻസ് പൊങ്ങിയതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? സ്ട്രോക്ക് എന്ന് പറയുന്നത്. സ്ട്രോക്ക് എന്ന് പറയും, ചില സമയത്ത് ലിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സൂചിപ്പിക്കും. സ്ട്രോക്ക് ആണ് സംഭവം. ഈ സ്ട്രോക്ക് ലെങ്ത് എന്നാണ് പറയുന്നത്. സ്ട്രോക്ക് ലെങ്ത് ഇതിനെ നമുക്ക് എസ് എന്ന് പറഞ്ഞെടുക്കാം. സ്ട്രോക്ക് ലെങ്ത് എസ്. ഓക്കെ, സ്ട്രോക്ക് ലെങ്ത് എസ്. ചില സമയത്ത് അത് ലിഫ്റ്റ് എന്നും പറയും. ഒരു ലിഫ്റ്റ് ഇത്രയാണ്, ഇത്ര MM ആണ് ലിഫ്റ്റ് സംഭവിച്ചതെന്ന് പറഞ്ഞ് പറയും. മിക്കപ്പോഴും ഇത് MM എന്ന് തന്നെയായിരിക്കും തരുന്നത്. ഓക്കെ, ശരി. ഞാൻ ക്യാം വരയ്ക്കാനായിട്ട് ഫോളോവറിനെ പറ്റി പറഞ്ഞു, 4 ഫോളോവറിനെ പറ്റി പറഞ്ഞു. ക്യാമിൻ്റെ ഒരു ചെറിയ ബേസിക്കും പറഞ്ഞു. ഇതാണ് ക്യാമിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ഇനിയിപ്പോൾ നമുക്ക് ഒരു ക്യാമ് വരയ്ക്കണമെങ്കിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരച്ചിട്ടാണ് നമ്മൾ ക്യാമ് വരയ്ക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം 4 എണ്ണം ഉണ്ട്. ഈ 4 എണ്ണത്തിൽ ഏതാണോ ചോദിക്കുന്നത് അതാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പം ഓരോ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇനിയിപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രത്തിൻ്റെ അകത്ത് നമ്മൾ എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എഴുതാൻ നേരത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഓഫ് ദി ഫോളോവർ ഹാവിങ് യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞു. ഇപ്പം ഞാനിപ്പം മൊത്തം 4 എണ്ണം ഉണ്ടല്ലോ. യൂണിഫോം വെലോസിറ്റി ഉണ്ട്, സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉണ്ട്, യൂണിഫോം അക്സലറേഷൻ റിട്ടർഡേഷൻ ഉണ്ട്, സൈക്ലോയിഡൽ മോഷൻ ഉണ്ട്. അതിൻ്റെ ആദ്യത്തെ യൂണിഫോം വെലോസിറ്റിയാണ് നോക്കുന്നത്. അപ്പം നമ്മൾ കണക്ക് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ഓഫ് ദ ഫോളോവർ ഹാവിങ് യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ ചെറുതായിട്ട് ഹെഡിങ് കൊടുക്കാം. യൂണിഫോം വെലോസിറ്റി. ഓക്കെ, യൂണിഫോം വെലോസിറ്റി ആണ്. ശരി, ഒരു ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ എന്നൊക്കെ വേണമെന്ന് അറിയാമോ? ഞാൻ അപ്പോഴേ പറഞ്ഞ സ്ട്രോക്ക് എന്ന് പറഞ്ഞ സാധനം വേണം, എസ്. തീറ്റ ഒ, അതായത് അത് പൊങ്ങുന്നതിൻ്റെ ആംഗിള് അത് വേണം. അതുപോലെ തന്നെ ആ പൊങ്ങുന്നതിൻ്റെയും ആ ഇറങ്ങുന്നതിൻ്റെയും ഇടയ്ക്കുള്ള നിരപ്പില്ല തീറ്റ ഡി അത് വേണം. പിന്നെ ആ ഇറങ്ങുന്നതിൻ്റെ ആംഗിളും വേണം. ഓക്കെ, അങ്ങനെ ഈ 3 ആംഗിൾ ഉണ്ടെങ്കിൽ 3 ആംഗിളും ഈ എസ്സും ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം മിക്കപ്പോഴും പഠിപ്പിക്കുമ്പം 60, 30, 60 ആംഗിൾ ഇട്ട് പഠിപ്പിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് മിക്കപ്പോഴും വേറെ വേറെ ആംഗിൾ ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ഇതിനെ ഒരു 120 ഡിഗ്രി ആയിട്ട് എടുത്തു, ഇതിനൊരു 30 ഡിഗ്രി ആയിട്ട് എടുത്തു, ഇതിനെ ഞാനൊരു 90 ഡിഗ്രി ആയിട്ട് എടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇതിനെ ഞാനൊരു 50 mm ആയിട്ടും എടുത്തു. 50 mm എന്ന് പറയുമ്പോൾ 5 സെന്റിമീറ്റർ. ഓക്കെ, ശരി. തീറ്റാവോ എന്താണെന്നറിയാലോ? ക്യാം ഇങ്ങനെ ഇരിക്കുവാണ്. ക്യാമ ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങുന്ന ആംഗിളാണ് തീറ്റാവോ 120 ഡിഗ്രി. അതിനുശേഷം ഇടയ്ക്കുള്ള നിരപ്പ് 30 ഡിഗ്രി, ഡെല്ല് 30 ഡിഗ്രി. പിന്നെ തീറ്റ ഇറങ്ങുന്നത് വന്നിട്ട് 90 ഡിഗ്രി. പിന്നെ അതിൻ്റെ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത് 50 mm. ഇത് നമുക്ക് ഇത് 4 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം സുഖമായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ഇത് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഏത് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാമാ ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. യൂണിഫോം വെലോസിറ്റി ആണോ അതോ ബാക്കിയുള്ള 3 എണ്ണമാണോ ഏതൊന്ന് മനസ്സിലാക്കിയിട്ട് അത് വെച്ച് വരയ്ക്കുക. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പറയാം. അപ്പം ഇത് ആദ്യം എടുത്ത് എഴുതി. അപ്പം കാൽക്കുലേറ്ററിൽ ആദ്യം ഈ 3 ആംഗിൾ ആഡ് ചെയ്യുക. 120. ഇത് വേണമെങ്കിൽ അല്ലാതെ പറയാം, പക്ഷെ വേറെ ഏതെങ്കിലും ആംഗിളാണ് വന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂസ് ആവും. പക്ഷേ ഈ സ്റ്റെപ്പിൽ അങ്ങനെ പോകുകയാണെങ്കിൽ നിങ്ങൾ ഏത് രീതിയിൽ ചോദിച്ചാൽ ഇതേ രീതിയിൽ തന്നെ ചെയ്യുമ്പോഴത്തേക്കും നിനക്ക് ഡൗട്ട് ഇല്ലാതെ സ്പീഡായിട്ട് തന്നെ ക്യാമ് വരയ്ക്കാൻ പറ്റും. ക്യാമിനാണ് കൂടുതലും സമയം വെറുതെ പോകുന്നത്. 120 + 30 + 90 240 എന്ന് പറഞ്ഞ് വരും. 240 എന്ന് പറഞ്ഞു കിട്ടി എനിക്ക്. ഇതിപ്പം സപ്പോസ് ഇതിപ്പോൾ 150 ഇല്ലെങ്കിൽ അതിന് താഴെയോ ആണെങ്കിൽ ഞാൻ
1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 10 ഡിഗ്രി എന്ന് പറഞ്ഞ് എടുത്താൽ മതിയായിരുന്നു. 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 10 ഡിഗ്രി എന്ന് പറഞ്ഞ് എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇതിപ്പം 240 അപ്പം ഞാൻ ഇതിനെ ഡിവൈഡഡ് ബൈ 20 ചെയ്ത് നോക്കാം. ഡിവൈഡഡ് ബൈ 20 അപ്പോൾ 12 പറയുമ്പോൾ എനിക്ക് സ്കെയിലിൽ എടുക്കാൻ പറ്റും. അപ്പം ഞാൻ എന്ത് ചെയ്തു, 240 ഡിവൈഡഡ് ബൈ 20 ചെയ്തത്. സ്കെയിൽ അപ്പോൾ 20 അപ്പോൾ ഞാനിങ്ങനെ എടുക്കുന്നു. സ്കെയിൽ എന്ന് പറഞ്ഞാൽ അത് എഴുതുക. സ്കെയിൽ 1 അതിന് മുന്നേ എക്സ് ആക്സിസിൻ്റെ അകത്ത് 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 20 ഡിഗ്രി എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമുക്കിത് മൊത്തം കൂട്ടാൻ നേരം സപ്പോസ് ഇപ്പോൾ 150 വന്നിരുന്നെങ്കിൽ നമുക്ക് 10 ഡിഗ്രി എടുത്തിരുന്ന ഓക്കെയാണ്, സ്കെയിൽ അങ്ങനെ വെക്കാം. പക്ഷേ ഇതിപ്പോൾ 240 ആയതുകൊണ്ട് 24 സെൻറ്റിമീറ്റർ എടുക്കുന്ന പാടായതുകൊണ്ടാണ് ഞാൻ സ്കെയിൽ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 20 ഡിഗ്രി എന്ന് പറഞ്ഞ് എടുത്തത്. അപ്പോഴത്തേക്കും എടുത്തപ്പോൾ എനിക്ക് എത്ര കിട്ടി, 12 എന്ന് പറഞ്ഞ് കിട്ടി. 240 ഡിവൈഡ് ബൈ 20 എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് 12 എന്ന് കിട്ടി. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ എടുക്കേണ്ടത്? മൊത്തം 12 സെൻറ്റിമീറ്റർ ആണ് എടുക്കേണ്ടത്. 12 സെൻറ്റിമീറ്റർ എടുത്തു മൊത്തം. ഇനി 12 സെൻറ്റിമീറ്ററിൻ്റെ അകത്ത് ഇനിയിപ്പോൾ 120. ആദ്യത്തെ ഇപ്പം നമ്മൾ ആദ്യം വരയ്ക്കുമ്പോൾ തീറ്റാവോ തീറ്റാടി തീറ്റാർ അങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പം 120 ഡിഗ്രീനെ നമ്മൾ സ്കെയിൽ എത്രയാണോ എടുത്ത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. സ്കെയിൽ എത്രയാണോ എടുത്ത് അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഏത് ഈ ഒരു വാല്യൂവിനെ നമ്മൾ സ്കെയിൽ എത്രയാണോ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 120 ഡിവൈഡ് ബൈ 20 എന്ന് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് 6 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം 6 സെൻറ്റിമീറ്റർ ആണ് എന്തോന്ന്, തീറ്റ ഓ എന്ന് പറയുന്ന സാധനം 6 സെൻറ്റിമീറ്റർ ആണ്. അത് എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രി. അതിനുശേഷം 30 ഡിവൈഡഡ് ബൈ 20 ചെയ്യുക. അടുത്ത വാല്യൂവിനെ സ്കെയിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 1.5 എന്ന് കിട്ടും. അതാണ് സെൻറ്റിമീറ്റർ. 1.5 സെൻറ്റിമീറ്റർ എടുത്താണ് അടുത്ത പോയിന്റ്. അപ്പോൾ 1.5 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. ഇതാണ് എന്തോന്ന്, തീറ്റ ഡി. ഇത് ഇത്രയും ഇതായിട്ട് പറയാൻ കാരണം അങ്ങനെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരത്തില്ല, അതുകൊണ്ടാണ്. വേറെ ചില നമ്പേഴ്സൊക്കെ ചെയ്യാൻ നേരത്തെ ഇതെങ്ങനെ വരും, ഇപ്പോൾ സ്കെയിൽ എങ്ങനെ എടുക്കും, ആ ഉള്ള രീതിയിൽ ചിലപ്പോൾ വന്നേക്കാം. പിന്നെ അടുത്തത് 90. ഇനിയിപ്പോൾ അടുത്ത വാല്യൂ ഏതാ, 90 ഡിവൈഡഡ് ബൈ എത്രയാണ്, 20 അല്ലേ, സ്കെയിൽ 20 അല്ലേ, അപ്പം 4.5. അപ്പം ബാലൻസ് 4.5 വന്നോ? അതെ, ബാലൻസ് 4.5 വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എന്തോന്ന്, തീറ്റ ആർ എന്ന് പറഞ്ഞ് കൊടുക്കുക. എത്രയാണ് തീറ്റ ആർ? 90 ഡിഗ്രി. ശരി. ഇനിയിപ്പം ഇതിന് ശേഷം ഇതിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് അല്ല, ചെറുതായിട്ട് ഇങ്ങനെ ഒരു ആരോ എടുത്തിട്ട് ഇങ്ങനെ ഇതിനിങ്ങനെ കൊടുത്തിട്ട് തീറ്റ ഡി, അതായത് റിമൈനിങ് ഡ്വെല്ല് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ പൊങ്ങി നിരപ്പ് നിന്നു, അതിനുശേഷം താഴ്ന്നു, അതിനുശേഷം പിന്നെ ഇത്രയേ ഇങ്ങനെ കറങ്ങി വരണ്ടേ. അപ്പോൾ കറങ്ങി വരുന്ന റിമൈനിങ് ഡ്വെല്ല് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് 360 ഇത് 3 കൂട്ടിയിട്ട് കുറച്ചാൽ പോരെ. അപ്പം നോക്കി എത്ര വരും, 360 മൈനസ് ബ്രാക്കറ്റിൻ്റെ അകത്ത് 120 പ്ലസ് 30 പ്ലസ് 90 ബ്രാക്കറ്റ് ഇട്ടു, ഇസിക്കൽ ടു അടിച്ചപ്പോൾ 120 ഡിഗ്രി. അപ്പോൾ ബാലൻസ് 120 ഡിഗ്രി ഉണ്ട്. റിമൈനിങ് ഡ്വെൽ. അപ്പോൾ എഴുതുക, റിമൈനിങ് ഡ്വെൽ എന്ന് പറയുന്നത് 120 ഡിഗ്രി. ഇവിടെ നമ്മൾ പരീക്ഷയ്ക്ക് ചെയ്യാൻ നേരത്താണെങ്കിലും എഴുതി വെക്കുക, റിമൈനിങ് ഡ്വെൽ എന്ന് പറയുന്നത് 360 മൈനസ് എത്ര, 240 ഇസിക്കൽ ടു 120 ഡിഗ്രി എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുക. ഓക്കെ. ഇനിയിപ്പം കറക്റ്റായിട്ട് 90 ഡിഗ്രി വെച്ച് ഇത് മണ്ടയ്ക്കോട്ട് എടുക്കുക. ഇങ്ങനെ നിന്ന് മണ്ടയ്ക്കോട്ട് തന്നെ, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ആ പോയിന്റിൽ നിന്ന് മണ്ടയ്ക്കോട്ട് എടുക്കുക. ഓക്കെ. സ്ട്രോക്ക് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 50 mm എന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്റർ. ഈ സ്ട്രോക്കിനെ സ്കെയിൽ ചെയ്യണ്ട. അതുകൊണ്ടാണ് ഞാനിവിടെ എക്സ് ആക്സിസ് 1 സെൻറ്റിമീറ്റർ = 20 ഡിഗ്രി എന്ന് പറഞ്ഞ് എഴുതിയത്. വൈ ആക്സിസ് ഒന്നും എഴുതാത്തതിന് കാരണം അതാണ്. ഒരിക്കലും നമ്മൾ സ്ട്രോക്കിനെ സ്കെയിൽ ചെയ്യണ്ട, അങ്ങനെ ചെയ്യേണ്ടി വരത്തില്ല. അത് മിക്കപ്പോഴും MM-ലായിരിക്കും തരുന്നത്. അങ്ങനെ ഇനിയിപ്പം ഇതിനെ ഞങ്ങളെ കൂട്ടിമുട്ടിച്ചു. എല്ലാം മനസ്സിലായോ? അതായത് ഇത് തീറ്റാവോ, ഇത് തീറ്റ ഡി, ഇത് തീറ്റ ആർ. ഇതെന്ന് പറയുന്നത് എന്താണ്,
സ്ട്രോക്ക് എത്രയാണിത്? 50 mm മുകളിലോട്ട്. ഓക്കെ, ഇവിടെ ഇത്രയാണെന്ന് സ്ട്രോക്ക്. ശരി, ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്ത പോലെ തന്നെ ഇവിടെയും ഡിവൈഡ് ചെയ്യണം. ഇവിടെ എത്രയായിരുന്നു? 4.5, അതിനുശേഷം 1.5 കറക്റ്റായിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ 4.5 ഇവിടെ വരും. അതിനുശേഷം 1.5 എന്ന് പറയുമ്പോൾ ഇത് വരും. ബാലൻസ് ഇത് ഇത്ര ഇങ്ങനെ വരും. അപ്പോൾ ഇത് നിങ്ങളെ മുട്ടിക്കുക. ഓക്കെ, ഇനിയിപ്പം ഇത്രയും പോർഷനാണ് എന്തോന്ന്? തീറ്റാവോ പൊങ്ങിയ പോർഷൻ. ഇത്രയും പോർഷനാണ് എന്തോന്ന്? തീറ്റ ഡി ഇടയ്ക്കുള്ള നിരപ്പ്. അതിനുശേഷം ഇതാണ് എന്തോന്ന്? തീറ്റ ആർ ഇറങ്ങിയ പോർഷൻ. ഓക്കെ, ഇനിയിപ്പം നമ്മളിതിനെ ഈ സൈഡ് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എത്രയാണോ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അത്രയും ഈക്വൽ പാർട്സ് ആയിരിക്കണം നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഡിവൈഡ് ചെയ്യേണ്ടത്. ഒരു സൈഡിൽ ഇപ്പം ഇവിടെ ഇപ്പം ഞാനിപ്പോൾ ഒരു 6 ഈക്വൽ പാർട്സ് ആക്കി, ഇവിടെ ഇപ്പോൾ ഒരു 5 ഈക്വൽ പാർട്സ് ആക്കാം. അങ്ങനെ പറ്റില്ല. ഇവിടെ എത്രയാണോ ഈക്വൽ പാർട്സ് ആക്കുന്നത് അതേപോലെ തന്നെ ഇപ്പറയും ഈക്വൽ പാർട്സ് ആക്കണം. ഈക്വൽ പാർട്സ് ആക്കുന്ന എല്ലാം സെയിം ആയിരിക്കണം. ഓക്കെ, ഈ ഒരു പോയിന്റ് ഓർത്തോണം, ഈക്വൽ പാർട്സ് കേട്ടോ, കാരണം അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇതല്ല ഇനിയിപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ അകത്ത് ഒരു സർക്കിളൊക്കെ വരയ്ക്കുമ്പോഴാണേലും ആ ഈക്വൽ പാർട്സ് ആക്കുന്നത് എങ്ങനെയാണെന്ന് ഡൗട്ട് വരരുത്. നിങ്ങൾ ഒരു ഇത്രയാണെന്ന് പറഞ്ഞ് അങ്ങനെ പഠിച്ചു വെച്ചിട്ടും ചെയ്യരുത്. ഈക്വൽ പാർട്സ് എത്രയാണ് ആക്കുന്നത് അത് തന്നെയായിരിക്കും എല്ലാ സ്ഥലത്തും ഒരേപോലെ ഈക്വൽ പാർട്സ് ആക്കേണ്ടത്. ശരി, ഇനിയിപ്പം ഇതിനിപ്പം ഞാനിപ്പോൾ 120 ഡിഗ്രി, ഇതിനിപ്പം ഞാൻ എത്രയാ? ഇതിപ്പം 6 സെൻറ്റിമീറ്റർ ഉണ്ട്. ഓക്കെ, ഞാൻ 6 ഈക്വൽ പാർട്സ് ആണ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈക്വൽ പാർട്സ് ആക്കുന്നതിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ക്യാമിന് പെർഫെക്ഷൻ കാണത്തില്ല. അതായത് നമ്മളിങ്ങനെ വരയ്ക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞുതരാം, വരയ്ക്കാൻ നേരത്തെ പെർഫെക്ഷൻ കാണില്ല. ഇപ്പം നിങ്ങളിപ്പം ഒരു കാര്യം പറയാം, ഇപ്പം നിങ്ങളിപ്പം ഒരു പടം ഇങ്ങനെ 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 അടുപ്പിച്ച് കുത്ത് വെച്ചിരിക്കുമ്പോഴാണോ നിങ്ങൾക്ക് അതുകൂടെ ഇങ്ങനെ ചേർത്ത് വരയ്ക്കാൻ എളുപ്പം, അതോ ഒന്ന് ഇങ്ങനെ 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 ഇരിക്കുമ്പോഴാണോ നിങ്ങൾക്ക് അതിങ്ങനെ ചേർത്ത് വരയ്ക്കാൻ എളുപ്പം? അത് മാത്രം ഉദ്ദേശിച്ചാൽ മതി. എത്ര പാർട്സ് കൂടുതലായിട്ടുണ്ടോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ക്യാമ് കിട്ടും. എത്ര നിങ്ങൾ ഡിവൈഡ് ചെയ്തത് വളരെ ചെറുതായിട്ടുണ്ടോ അത്രയും ഇതായിട്ടായിരിക്കും ഇത് കിട്ടുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നോർമലി നമുക്കൊരു 6 ഈക്വൽ പാർട്സ് ആക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിൽ കൂടുതൽ ഒരു 8 ഈക്വൽ പാർട്സ് ഒക്കെ ആക്കിയെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ക്യാമ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരു 6ൽ കുറയാതെ നിങ്ങൾ ഈക്വൽ പാർട്സ് ആക്കാൻ നോക്കാം. ഞാൻ ഫോളോ ചെയ്യുന്നത് ഒരു 6 ഈക്വൽ പാർട്സ് എന്നുള്ള ഒരു ഇതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഈക്വൽ പാർട്സ് ആക്കാൻ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വരച്ചല്ലോ, അതിനുശേഷം ഇത് വെക്കുക 6 സെൻറ്റിമീറ്റർ. അപ്പം എന്തോന്നെടുക്കുക? 6 ഡിവൈഡഡ് ബൈ 6, അപ്പോൾ 1. അപ്പം 1 എന്നുള്ളതാണ് എന്തോന്ന്? ഫസ്റ്റ്. അതിനുശേഷം 2, 3, 4, 5, 6. അപ്പോൾ 6 ഈക്വൽ പാർട്സ്. അതുപോലെ തന്നെ മണ്ടയ്ക്ക് 1, 2, 3, 4, 5, 6. ഓക്കെ, എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ഔട്ട് സ്ട്രോക്ക് ഏതാണ്ട് കഴിഞ്ഞു. ഓക്കെ, ഇത് യൂണിഫോം വെലോസിറ്റി ആണ്. യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ്, ഇതിന് 6 ഈക്വൽ പാർട്സിലാക്കി അത് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യുമ്പം ഇപ്പം ഇതിന് 1, 2, 3, 4, 5, 6. എപ്പോഴും ഇവിടെ നിന്ന് തുടങ്ങരുത്, തൊട്ടിപ്പുറത്ത് നിന്ന് തുടങ്ങുക. 1, 2, 3, 4, 5, 6. ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്. നിങ്ങൾ മാറ്റിയിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോൾ. ഓക്കെ, അതിനുശേഷം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റും കൂടെ മണ്ടയ്ക്കത്തെ ഈ പോയിന്റും കൂടെ ചേർത്ത് വെച്ച് വരയ്ക്കണം. യൂണിഫോം വെലോസിറ്റിയുടെ കാര്യമാണ്. യൂണിഫോം വെലോസിറ്റി ഇങ്ങനെയാണ്. ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് മുട്ടുന്നതും ഇതും കൂടെ ചേരുന്ന ഇതാണ് എന്തോന്ന്? 1'. ഇതും കൂടെ മുട്ടുന്നതാണ് എന്തോന്ന്? 2'. ഇതും കൂടെ മുട്ടുന്നതാണ് 3'. ഇതും കൂടെ മുട്ടുന്നതാണ് 4'. ഇതും കൂടെ മുട്ടുന്നതാണ് 5'. ഇതും കൂടെ മുട്ടുന്ന ഈ പോയിന്റാണ് 6'. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് ഇപ്പുറത്തെ സൈഡ്. ഇപ്പം ഇവിടെ നമ്മൾ എത്രയാണോ ഈക്വൽ പാർട്സ് ആക്കിയത് സെയിം ആയിട്ട് ഇപ്പറയും അതുപോലെ തന്നെ ഈക്വൽ പാർട്സ് ആക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് 6 സെൻറ്റിമീറ്റർ ആയിരുന്നു, അപ്പോൾ ഒന്നായിട്ട് എടുത്താൽ മതി, സിമ്പിളായിട്ട് എടുത്തത്. ഇവിടെയും ഞാൻ അത് പറഞ്ഞ പോലെ തന്നെ 4.5 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്തോന്ന് ചെയ്യണം? 4.5 ഡിവൈഡ് ഇപ്പോൾ എത്ര ഈക്വൽ പാർട്സ് ആണ്? 6. ചെയ്യാൻ നേരത്തെ എത്ര വരും? 3/4, അതായത് 0.75 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ആദ്യം നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചു, 7ഉം 8ഉം ഇടയ്ക്ക് 0.75 മാർക്ക് ചെയ്തു. അതിനുശേഷം എന്തോന്ന് ചെയ്യണം? പ്ലസ് കൊടുക്കുക.
പ്ലസ് 0.75 എന്ന് അടിക്കുക. അപ്പോൾ എത്ര വരും? 1.5 എന്ന് വരും. അടുത്ത 1.5ൻ്റെ അവിടെ അടുത്ത കുത്ത്. ഇത് സമയം കളയാതെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പ്ലസ് 0.75 എത്ര വരും? 2.25. അപ്പോൾ 2 ഇതിൻ്റെ ഇവിടെ. അതിനുശേഷം അടുത്ത എന്തോന്ന്? പ്ലസ് 0.75. അപ്പോൾ 3 എന്ന് പറഞ്ഞു വരും. അപ്പോൾ 3 ഇവിടെ. അതിനുശേഷം 3.75 ഇവിടെ ആയിട്ട് വരും. അപ്പോൾ അതിനുശേഷം അടുത്ത് വരുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പോയിന്റ്സ്. ഞാൻ അതുപോലെ മണ്ടയ്ക്ക് വരാൻ നേരത്തെ 0.75, അതിനുശേഷം 0.75 പ്ലസ് 0.75 എത്രയായിരുന്നു? 1.5, പിന്നെ 1.5 കഴിഞ്ഞിട്ട് 2.25, അതിനുശേഷം 3 വരും. 3ന് ശേഷം 3.75 വരും. അതിനുശേഷം ഇത് വരും. ഓക്കെ, എന്നിട്ട് ഇത് തമ്മിൽ കൂട്ടി മുട്ടിച്ചേക്കുക. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നമ്പർ കൊടുക്കേണ്ട ഈക്വൽ പാർട്സ് ആക്കിയാൽ ഇവിടെ നിന്നാണ് നമ്പർ ഇടേണ്ട, അല്ല ഇവിടെ നിന്നാണ് ഇടേണ്ട. 1 2 3 4 5 6. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവിടെ ഒരു 0 O എന്ന് പറഞ്ഞിട്ടോ, അതുപോലെ തന്നെ ഇപ്പുറയും O എന്ന് പറഞ്ഞിട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തെറ്റത്തില്ല. 0 1 2 3 4 5 6 ചെയ്യുമ്പോൾ ഔട്ട് സ്ട്രോക്ക് തീരും. അതിനുശേഷം തീറ്റ ഡി കഴിഞ്ഞിട്ട് തീറ്റ ആറ് തുടങ്ങുന്നതിന് അവിടെ നിന്ന് 0 1 2 3 4 5 6 ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് തീറ്റ 6 തീരും. ഓക്കെ, അതിനുശേഷം ഇപ്പുറത്തെ സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് രീതി നിങ്ങൾ വരയ്ക്കുക. അതായത് മണ്ടയ്ക്ക് ടച്ച് ചെയ്യുക, താഴെ ഇവിടെ ടച്ച് ചെയ്യുക, എന്നിട്ട് ഇതിനിങ്ങനെ വരയ്ക്കുക, യൂണിഫോം ആയിട്ട് വരയ്ക്കുക. അപ്പം ഇതും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റാണ് എന്തോന്ന്? 1'. ഇതും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റാണ് എന്തോന്ന്? 2'. ഇതും കൂട്ടിമുട്ടുന്ന 3', 4', 5'. ഇത് ഈ പോയിന്റ് 6'. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ യൂണിഫോം വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ യൂണിഫോം വെലോസിറ്റി ആയതുകൊണ്ട് ഇതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഇവിടുത്തെ കണ്ട് ഈ സംഭവം ഇതും കൂടെ ഒന്നിങ്ങനെ കറപ്പിച്ച് വെക്കുക. അതിനുശേഷം ഇത് എന്നാ പറയുന്നത്, ഇത് ഹൈലൈറ്റ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് തന്നെ കൊണ്ടൊക്കെ ഇവിടെ വന്ന് ഹൈലൈറ്റ് ചെയ്തു. ഓക്കെ, യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് വരച്ചാൽ മതി. ഇവിടെ മാത്രം ചെറുതായിട്ടൊരു ഹൈലൈറ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇതിങ്ങനെ തന്നെ വരച്ചു. യൂണിഫോം വെലോസിറ്റി അല്ലേ, മറ്റേങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടായിരുന്നു. ശരി, അപ്പോൾ ഇതിങ്ങനെ വരച്ചു. ഇതാണ് യൂണിഫോം വെലോസിറ്റിയുടെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ഓഫ് യൂണിഫോം വെലോസിറ്റി. ഓക്കെ, യൂണിഫോം വെലോസിറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പം സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്ന നേരത്ത് നമ്മൾ ആദ്യം എഴുതുക എന്തോന്നാണ്, നമ്മൾ ആൻസർ ചെയ്യാൻ നേരത്ത് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ഓഫ് ദ ഫോളോവർ ഹാവിങ് അല്ലെങ്കിൽ വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ SHM. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കണേ എന്ത് വേണം? സ്ട്രോക്ക് ലെങ്ത് വേണം, S വേണം. അത് ഞാനിവിടെ വന്നിട്ട് ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ കണക്കിൽ നമ്മൾ 50 mm എന്ന് പറഞ്ഞെടുത്തു. ഇതിനകത്ത് ഞാനൊരു 40 mm എന്ന് പറഞ്ഞെടുക്കുക. ഓക്കെ, പിന്നെ ഒരു തീറ്റ O വേണം, ഔട്ട് സ്ട്രോക്കിൻ്റെ ആംഗിൾ വേണം, ഡ്വെല്ലിൻ്റെ ആംഗിൾ തീറ്റ D വേണം, പിന്നെ റിട്ടേൺ സ്ട്രോക്ക് തീറ്റ 6 വേണം. അപ്പം ക്വസ്റ്റ്യനിൽ ഇപ്പം കഴിഞ്ഞ കണക്കിൽ ഞാൻ 120 30 90 എടുത്തല്ലേ ചെയ്തത്. ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഞാനൊരു 60 ഡിഗ്രി 30 ഡിഗ്രി 120 ഡിഗ്രി എന്ന് പറഞ്ഞ് എടുക്കാം. ഓക്കെ, അപ്പോഴത്തേക്കും നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കാനുള്ളത് എത്ര ഉണ്ട്? ഇപ്പോൾ തീറ്റ O, തീറ്റ D, തീറ്റ 6 ഉണ്ട്. അപ്പം നമുക്ക് റിമൈനിങ് ബെല്ലും കൂടെ കണ്ടുപിടിച്ച് വെക്കത്തില്ലേ? അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതാൻ നേരത്തെ തന്നെ നമ്മൾ അതും കൂടെ കണ്ടുപിടിച്ച് വെച്ചേക്കാം. അപ്പം തീറ്റ D റിമൈനിങ് ബെല്ലെന്ന് പറയുന്നത് എത്രയാണ്? 360 ഇത് ഇത്രയും കുറയ്ക്കുന്നതല്ലേ. അപ്പം 120 പ്ലസ് 30 പ്ലസ് 60 210. അപ്പം ബാലൻസ് 150 ഡിഗ്രിയാണ് എത്ര റിമൈനിങ് ഡ്വെൽ. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കെയിൽ എടുത്തല്ലേ വരയ്ക്കേണ്ടത്.
നമുക്ക് മറ്റേ സ്കെയിൽ എഴുതണ്ടേ. അപ്പോൾ സ്കെയിൽ എങ്ങനെ എഴുതാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് ഇത് 3 കൂട്ടുക. ഇത് 3 കൂട്ടിയ 210. ഇത് വന്നിട്ട് 150ന്റെ മണ്ടയ്ക്കല്ലേ, 150ന്റെ മണ്ടയ്ക്കായതുകൊണ്ട് ഞാൻ ഇതിനെ ഡിവൈഡഡ് ബൈ 20 ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് 10.5 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം ഞാൻ സ്കെയിൽ എന്ന് പറഞ്ഞ് എന്തോന്ന് എഴുതണം? ആദ്യം സ്കെയിൽ എഴുതി. എങ്ങനെ? എക്സ് ആക്സിസ് ആണ് സ്കെയിൽ ചെയ്യുന്നത്. വൈ ആക്സിസ് എന്ന് പറയുന്നത് സ്ട്രോക്ക് ആണ്. അത് സ്കെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. 40 mm എന്ന് പറയുമ്പോൾ 4 cm. ഓക്കെ. എക്സ് ആക്സിസ് 1 cm എന്ന് പറയുന്നത് ഞാൻ 20 ഡിഗ്രി ആയിട്ട് എടുത്തു. ഓക്കെ. അതിനുശേഷം എത്ര എടുക്കണ്ടേ? 200, അതായത് ഈ 3 ആംഗിളിനെയും കൂടെ കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ ഇത് ചെയ്യാൻ നേരത്ത് 10.5 cm. എത്ര സെന്റിമീറ്റർ എടുക്കണം എന്നുള്ളത് കിട്ടും. 10.5 cm. ഓക്കെ. ഞാൻ 10.5 cm എടുത്ത്. ഓക്കെ, ഇതാണ്. ഇനിയിപ്പം 10.5 cm എടുത്തു. ഇനിയിപ്പം ഓരോ ആംഗിൾ എടുക്കണം. 60നെ എത്ര കൊണ്ടാ? ഡിവൈഡഡ് ബൈ 20. അപ്പം എത്ര വരും? 3 സെന്റിമീറ്ററിലാണ് ഈ പോയിന്റ്. അപ്പം ഇതെന്തോന്നാണ്? തീറ്റ ഓ. ശരി. ഇനിയിപ്പോൾ അടുത്തത് 30 ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ എത്ര വരും? 1.5. ഇപ്പോൾ 1.5 ഇത്. അപ്പോൾ ഇതാണ് എന്തോന്ന്? തീറ്റ ഡി. ഇനിയിപ്പോൾ അടുത്തത് 120. അപ്പോൾ 120 ഡിവൈഡഡ് ബൈ 20 ചെയ്യാൻ നേരത്ത് 6. അപ്പോൾ 6 സെന്റിമീറ്റർ. ബാലൻസ് കിട്ടുന്ന 6. ഓക്കെ, കറക്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് വൈ ആക്സിസ്, അതായത് സ്ട്രോക്ക് വരയ്ക്കണം. അതിന് മുന്നേ നമ്മൾ എന്തോന്ന് ചെയ്യണം? ഈ ലൈനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ട്, ചെറിയൊരു ആരയും കൂടെ കാണിച്ചിട്ട്, റിമൈനിങ് തീറ്റ ഡി എന്ന് പറയുന്നത് എത്രയാണ്? 150 ഡിഗ്രിയാന്ന് പറഞ്ഞ് എഴുതി. ഇതിവിടെ എന്തോന്ന് എഴുതി? ഇത് തീറ്റ ഓ ആന്ന് എഴുതി, ഇത് തീറ്റ ഡി ആന്ന് എഴുതി, ഇത് തീറ്റ ആർ എന്നും എഴുതി. ഓക്കെ. ഇനിയിപ്പം 90 ഡിഗ്രി എടുത്ത് മണ്ടയ്ക്കോട്ട് വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു. കറക്റ്റായിട്ട് 90 ഡിഗ്രി വെച്ചിട്ട് മണ്ടയ്ക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അതുപോലെ ഇവിടെ എടുത്തു. കറക്റ്റ് 90 ഡിഗ്രി വെച്ചിട്ട് ഇവിടെ ഒരു പോയിന്റും മാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ സ്ട്രോക്ക് ലെങ്ത് എത്രയാ? 40 mm. അത് സ്കെയിൽ ചെയ്യണോ? വേണ്ട. അപ്പം 4 സെന്റിമീറ്റർ എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ 4 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ഇവിടെ ആയിട്ട് വരും. ശരി. ഇനിയിപ്പുറം എന്ന് പറയുന്നത് അതേപോലെ 4. ഓക്കെ. എന്നിട്ട് ഇത് തമ്മിൽ നോക്കുക. 10.5 ഉണ്ടോ? 10.5. ഓക്കെ. ഇനിയിപ്പം ഇത് എത്രയായിരുന്നു? 3 സെന്റിമീറ്റർ, പിന്നെ 1.5 അല്ലേ? 3ഉം 1.5. അതുപോലെ ഇവിടെ എടുക്കുക. 3 സെന്റിമീറ്റർ ഇവിടെ, പിന്നെ 1.5 എന്ന് പറയുമ്പോൾ ഇവിടെ. ഓക്കെ. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിക്കൊട്ടിക്കുക. ഓക്കെ. അപ്പോൾ തീറ്റ ഓ ഇവിടെ നിന്ന് ഇവിടം വരെ തീറ്റ ഓ, ഇവിടെ നിന്ന് ഇവിടം വരെ തീറ്റ ഡി, ഇവിടെ നിന്ന് ഇവിടം വരെ തീറ്റ ആ. ഓക്കെ. ബാക്കി റിമൈനിങ് ആണ് 150 ഡിഗ്രി, റിമൈനിങ് 12. തീറ്റ ഓ എത്രയാണ്? 60 ഡിഗ്രി. തീറ്റ ഡി എത്രയാണ്? 30 ഡിഗ്രി. തീറ്റ ആർ എത്രയാണ്? 120 ഡിഗ്രി. ഇനി ഈ സൈഡിൽ എന്തുവാണ്? സ്ട്രോക്ക്. അപ്പോൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുക. എത്രയാണ് സ്ട്രോക്ക്? എസ് എന്ന് പറയുന്നത് 40 mm. അതങ്ങനെ തന്നെ എഴുതി വെക്കുക. ഓക്കെ. കാണാമോ? ഓക്കെ. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതളന്നു. ഇത് എത്രയാണ്? 3 സെന്റിമീറ്റർ. അപ്പോൾ ഞാൻ 6 ഈക്വൽ പാർട്സ് ആക്കാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ 6 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 0.5 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ 0.5 എടുത്ത് ഇതിനെ 6 ഈക്വൽ പാർട്സ് ആക്കണം. അപ്പോൾ 0.5 പ്ലസ് 0.5 1, പിന്നെ 1.5, 2, 2.5, 3. ഓക്കെ. 6 ഈക്വൽ പാർട്സ് ആക്കി. ഇനി എന്തോന്ന് ചെയ്യണം? നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുമ്പോൾ എങ്ങനെ നമ്പർ ചെയ്യും? 0, 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് നമ്പർ ചെയ്യും. ഓക്കെ. ഇനി ഇപ്പുറം വരാൻ നേരത്തോ ഇത് നമ്മൾ ഡെല്ലി നമ്മൾ എന്തെങ്കിലും ചെയ്യണോ? ഒന്നും ചെയ്യണ്ട. ഡിവൈഡ് ഒന്നും ചെയ്യണ്ട. ഇനിയിപ്പം ഇതെത്രയാണ്?
ഇതെന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 6 ചെയ്യാൻ നേരത്ത് 1 സെൻറ്റിമീറ്റർ വെച്ച് എടുക്കണം. അപ്പോൾ 6 ഈക്വൽ പാർട്സ് ആവും. ഓക്കെ, അപ്പോൾ 1 2 3 4 5 ഡിവൈഡ് ചെയ്ത് ഇനി ഇതേപോലെ മണ്ടയ്ക്കോട്ടം ചെയ്യുക, കറക്റ്റായിട്ട് കറസ്പോണ്ടിങ് കറക്റ്റായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം 1 2 3 4 5 6 ഇവിടെ വരാനായിട്ട് 0.5 വെച്ചല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്തേ. 0.5 വെച്ച് ഡിവൈഡ് ചെയ്യുക, 0.5. ഓക്കെ, ഇനിയിപ്പം ഇതിനിങ്ങനെ ജോയിൻ ചെയ്യുക. ഇത് നിങ്ങൾ ഒരേ ആംഗിൾ അല്ലാതെ പല പല ആംഗിൾ എടുത്ത് ഇങ്ങനെ ഓരോ ഇതും കാണിച്ചു തരാൻ നേരത്ത് നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് കിട്ടാൻ നേരത്ത് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഒന്നും വിട്ടു പോകാതെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏതൊരു ഇത് വന്നാലും നിങ്ങൾ ടെൻഷൻ ആവില്ല. ശരി, ഇനിയിപ്പം ഇത്ര നമ്മൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതും കൂടെ ചെയ്യണ്ടേ. പിന്നെ 0 1 2 3 4 5 6 എന്ന് എടുത്തു. ഓക്കെ, ഇനി എന്നാ ചെയ്യണ്ടേ? ഇനിയിപ്പോൾ ഇത് ഏതാണ്? സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഒരു സെമി സർക്കിൾ വരയ്ക്കും. ഇവിടെ സെമി സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തോന്ന് റേഡിയസ് വേണം, അതായത് ഇതിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കണം. മിഡ് പോയിന്റ് വെച്ചിട്ട് വരച്ചാലേ കറക്റ്റ് നമുക്കൊരു സെമി സർക്കിൾ കിട്ടത്തുള്ളൂ. ഇപ്പം ഇത് ഇങ്ങനെ വരണമെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് മിഡ് പോയിന്റ് തൊട്ടാലല്ലേ വരത്തുള്ളൂ. അതുപോലെ ഇതിൻ്റെ മിഡ് പോയിന്റ്, അപ്പം സ്ട്രോക്ക് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അതായത് ഇവിടെ 4 ഡിവൈഡഡ് ബൈ 2 ചെയ്യാൻ നേരത്ത് എത്ര കിട്ടി? 2. അപ്പം 2 ആണ് ഇതിൻ്റെ റേഡിയസ്. അപ്പം 2 സെൻറ്റിമീറ്റർ എടുക്കുക. ഓക്കെ, 2 സെൻറ്റിമീറ്റർ എടുത്ത് മാർക്ക് ചെയ്യുക. ഇതിവിടെ കുത്തിക്കൊണ്ട് 2 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കുക. മനസ്സിലാകുന്നുണ്ടോ? സ്ട്രോക്കിൻ്റെ പകുതി എടുത്ത് മെഷർ ചെയ്തിട്ട് അവിടെ ഒരു പോയിന്റ് വെക്കുക. എന്നിട്ട് ആ പോയിന്റിൽ തൊട്ട് ഇവിടെയും തൊട്ടുകൊണ്ട് ഒരു സെമി സർക്കിൾ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇപ്പോൾ വരച്ചതിന് ശേഷം ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എത്ര പാർട്സ് ആയിട്ടാണ് നമ്മളിതിനെ ഡിവൈഡ് ചെയ്തത്? 6. ഇപ്പോൾ ഇവിടെ 6 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ ഇവിടെയും 6 പാർട്സ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ഇതിനെയും 6 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ സപ്പോസ് ഇവിടെ ഒരു 8 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ ഇതും 8 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. തീറ്റ 6 8 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അതുപോലെ ഈ സെമി സർക്കിളിനെ 8 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ 6 പാർട്സ് ആയിട്ടാണ്. അതിപ്പം ഇതിനെയും എത്ര പാർട്സ് ആക്കണം? 6 പാർട്സ് ആയിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. എപ്പോഴും ഈക്വൽ പാർട്സ് ആക്കുന്നത് എത്രയാണോ അത് എല്ലാത്തിലും ഒരേപോലെ തന്നെ കൊടുക്കുക. ഞാൻ 6 ആണ് ഞാൻ നോർമലി ചെയ്യുന്നത്, അപ്പോൾ 6 തന്നെ എല്ലാ സ്ഥലത്തും എടുക്കുക. ഓക്കെ, ശരി. അപ്പോഴത്തേക്കും 180, ഇത് മൊത്തം എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രീനെ ഡിവൈഡഡ് ബൈ 6 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 30 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം നമ്മളിവിടെ പ്രൊട്രാക്ടർ കൊണ്ട് വെക്കുക. പ്രൊട്രാക്ടർ വെച്ചിട്ട് 30 ഡിഗ്രി 30 60 കാണാമോ? 60 90 120 150 150 അങ്ങനെ അറിഞ്ഞെടുക്കുക. എന്നിട്ട് ഇതിനും ഈ സർക്കിളിൽ വരുന്ന പോലെ മുട്ടിക്കുക. ഈ സർക്കിള് ടാർക്കിൽ ടച്ച് മുട്ടിക്കുക. തൊണ്ണൂറടിയുടേതും അതുപോലെ മുട്ടിക്കുക. ഇതിനെയും മുട്ടിക്കുക. ഓക്കെ, അപ്പം 1 2 3 4 5 6 6 ഈക്വൽ പാർട്സ് ആയില്ലേ? അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണത്തിന് ഇങ്ങനെ 30 ഡിഗ്രി എന്ന് പറഞ്ഞ് മെഷർമെൻറ്റ് കൊടുത്തേക്കുക. ഓക്കെ, ഈ സർക്കിളിൻ്റെ ഇത് ഇവിടെ ടച്ചായി, ഇവിടെ ടച്ചായി, ഇവിടെ ടച്ചായി, ഇവിടെ ടച്ചായി, ഇവിടെ ടച്ചായി, ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ 1, ഇത് 0, ഈ ലൈൻ 0, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6. അങ്ങനെ 6 ഈക്വൽ പാർട്സ് ആണ് ആക്കി വെച്ചിരിക്കുന്നത് നമ്മൾ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ റോളർ സ്കെയിൽ വെച്ചിട്ട്, റോളർ സ്കെയിൽ എങ്ങനെയാണ് വെക്കേണ്ടത്? കറക്റ്റായിട്ട് ഈ പോയിന്റ് വെച്ച് ഇത് കറക്റ്റ് ആക്കുക. അതുപോലെ ഇവിടെ ഇത് ഇങ്ങനെ വെച്ച് കറക്റ്റ് ആക്കുക. എന്നിട്ട് കറക്റ്റ് ഈ 1 കണ്ടോ? 1
ഈ 1-ൻ്റെ അവിടെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതിനിങ്ങനെ ഫുള്ളായിട്ടൊരു പാരലൽ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അടുത്തത് 2D വെച്ചിട്ട് റോളർ സ്കെയിൽ ഉണ്ടെങ്കിൽ എളുപ്പമാണ്, എല്ലാം ഇതിൻ്റെ നടന്നു കൊടുക്കുക. ആക്ച്വലി ഡൽഹി കൂടെ കട്ട് ചെയ്യണ്ട, ഡൽഹി കട്ട് ചെയ്യാതെ എടുക്കാൻ നോക്കുക. ഡൽഹിയിൽ അങ്ങനെ കട്ട് കാണിക്കേണ്ടതില്ല, കാണിച്ചാലും കുഴപ്പമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഇത് കിട്ടും. ഓക്കെ, അത് കിട്ടി. ഇതിവിടെ വേണമെന്നില്ല, കൊണ്ട് കിടന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്തുവാണ്? ഇനിയിപ്പം ഈ 1-ഉം ഈ ലൈനും ഈ 1-ൻ്റെ ഈ ലൈനും കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് എന്തോന്ന് 1'. ഈ 2-ഉം ഈ 2-ഉം കൂടെ കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് എന്തോന്ന് 2'. ഈ 3-ഉം ഈ 3-ഉം കൂടെ കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് എന്തോന്ന് 3'. ഈ 4-ഉം കൂടെ കൂട്ടിമുട്ടുന്നതാണ് 4'. 5-ഉം 5-ഉം കൂടെ കൂട്ടിമുട്ടുന്നതാണ് 5'. ഇത് ഈ പോയിൻ്റാണ് 6'. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെയാണ് നേരെ തിരിച്ച് ചെയ്യാൻ നേരത്ത് നമ്മൾ ആക്ച്വലി ഇവിടെ ഒരു സർക്കിൾ ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം, വരച്ചതിന് ശേഷം ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ തന്നെ നമുക്ക് ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ 0, അപ്പോൾ ഈ മുട്ടുന്നാണ് എന്താന്ന് 1'. ഈ മുട്ടുന്നാണ് എന്താന്ന് 2'. ഈ മുട്ടുന്നത് 3'. ഓക്കെ, ഇങ്ങനെ വരും. ഇനിയിപ്പോൾ നമ്മളിതിനെ പെൻസിൽ കൊണ്ട് ഇങ്ങനെ വരച്ച് കൊടുക്കണം. ഇങ്ങനെ വരും. ഓക്കെ, അതുപോലെ പുറത്തെന്ന് പറയാൻ നേരത്ത് വളമില്ലാതെ വരയ്ക്കണം, കൈ കിടന്ന് വരയ്ക്കണം. ഇതിങ്ങനെ വരയ്ക്കണം. എന്നിട്ട് എന്തോന്ന് കൊടുക്കണം? ഇവിടെ ഒരു ഹൈലൈറ്റ് കൂടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, യൂണിഫോം വെലോസിറ്റി കഴിഞ്ഞു, സിമ്പിൾ ഹാർമോണിക് മോഷൻ കഴിഞ്ഞു. ഇനിയിപ്പം 2 ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം കൂടെ ഉണ്ട്. മൂന്നാമത്തെ നമ്മൾ യൂണിഫോം അക്സലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ. ഓക്കെ, മൂന്നാമത്തേത് അത് നമ്മൾ എങ്ങനെ എഴുതണമെന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഓഫ് ദി ഫോളോവർ ഹാവിങ് എന്തോന്നാണ് യൂണിഫോം അക്സലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി പറയൂ, നമുക്കൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് എന്തൊക്കെ എടുക്കണം? സ്ട്രോക്ക് ലെങ്ത് എടുക്കണം. ഞാനിത് ഇവിടെ ഒരു 60 ആയിട്ട് എടുക്കുക, 60 mm ആയിട്ട് എടുക്കുക. പിന്നെ എനിക്കെന്തോന്ന് വേണം? θ വേണം. ഞാൻ അതിനിവിടെ ഒരു 120 ഡിഗ്രി ആയിട്ട് എടുത്തു. θD എന്ന് പറയുന്നതിന് ഞാനൊരു എത്രയാ, ഒരു 60 ഡിഗ്രി ആയിട്ട് എടുത്തു. പിന്നെ θR എന്ന് പറയുന്നതിന് ഞാനൊരു എത്രയാ, ഒരു 60 ഡിഗ്രി ആയിട്ട് എടുക്കാമെന്ന്, 60 ഡിഗ്രി ആയിട്ട് എടുത്തു. അതിനുശേഷം എന്തോന്നാണ് ഇനി വേണ്ടത്? ഇത് 4 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പം ഇത് ഇത്ര നമുക്ക് അറിയാമെങ്കിൽ ബാക്കി മറ്റേ റിമൈനിങ് ബെല്ല് കണ്ടുപിടിക്കത്തില്ലേ? 360 മൈനസ് ഇത് കൂട്ടിയാൽ മതി. ഇത് 3 എണ്ണം കൂട്ടുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 പ്ലസ് 60 പ്ലസ് 60 ഇസിക്കൽ ടു 240. അപ്പോൾ 240 ചെയ്യാൻ നേരത്തെ എത്ര വരും? 120 ഡിഗ്രി എന്ന് പറയും. ശരി, ഇതിപ്പോൾ 240 അല്ലേ? ഇതിപ്പോൾ 240 ഡിഗ്രി അല്ലേ? അപ്പോൾ 240നെ 150 അല്ലല്ലോ, വലുതല്ലേ? അപ്പോൾ ഒരു 20 ഡിഗ്രി ആയിട്ട് സ്കെയിൽ ചെയ്യാം. അപ്പം ആദ്യം നിന്ന് സ്കെയിൽ എഴുതുക.
സ്കെയിൽ എത്രയാ? സ്കെയിൽ എക്സ് ആക്സിസ് 1 സെൻറ്റിമീറ്റർ = 20 ഡിഗ്രി എന്ന് പറഞ്ഞ് എടുത്തു. അപ്പോൾ ഞാൻ എന്തോന്ന് ഇനി അടുത്ത ചെയ്യണം? ആ 240 / 20 ചെയ്യുമ്പോൾ എനിക്ക് എത്ര സ്കെയിൽ എടുത്ത് വരയ്ക്കണമെന്ന് കിട്ടും? 12 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാനിങ്ങനെ വെച്ചിട്ട് 12 സെൻറ്റിമീറ്ററാണ് എടുത്ത് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇവിടെ വെച്ചു 12 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. പേനയും കൊണ്ട് തന്നെ വരയ്ക്കട്ടെ, കുറച്ചും കൂടെ എടുപ്പായിട്ടിരിക്കുമല്ലോ. 12 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. അതിനുശേഷം 12 സെൻറ്റിമീറ്റർ എടുത്ത് വെച്ച് ഇനിയിപ്പോൾ എനിക്ക് ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്യണേ. 3 എണ്ണമില്ലേ, തീറ്റ ഓ, തീറ്റ ഡി, തീറ്റ ആർ ഇല്ലേ. അപ്പോൾ ഞാൻ എന്താന്ന് ചെയ്തു? 120 / എത്ര കൊണ്ടാണ്? സ്കെയിലും കൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ 20. അപ്പോൾ ചെയ്യാനത് എത്ര വരിക? 6. അപ്പോൾ ആദ്യത്തെ 6 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതാണ് എന്തോന്ന്? തീറ്റ ഓ. എന്നിട്ട് അടുത്തത് 60 എന്ന് പറയുമ്പോൾ 60 / 20 ചെയ്യണം. അപ്പോൾ 60 / 20 ചെയ്യുമ്പോൾ എത്ര വരും? 3. അപ്പം അടുത്ത 3 പറയുമ്പോൾ അപ്പോൾ ബാലൻസ് ഇരിക്കുന്ന ഈ 3 സെൻറ്റിമീറ്റർ ആണ് തീറ്റ 6. ഓക്കെ, ഇപ്പോൾ ഇത്രയും വരച്ചു. ഇനിയിപ്പോൾ അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുത്തിട്ട് റിമൈനിങ് 12 എത്രയാ? തീറ്റ ഡി = 120 ഡിഗ്രി എന്ന് പറഞ്ഞ് ജസ്റ്റ് കൊടുത്തേക്കാം. അപ്പോൾ തീറ്റ ഓ എത്രയാണ്? 120 ഡിഗ്രി. തീറ്റ ഡി എത്രയാണ്? 60 ഡിഗ്രി. തീറ്റ ആർ എങ്ങനെയാണ്? 60 ഡിഗ്രി. ഓക്കെ, ഇവിടെ നിന്ന് വരെയുള്ളത് അത് ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കാം. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? സ്ട്രോക്കിന് നമ്മൾ എന്തോന്ന് ചെയ്യണം? ജസ്റ്റ് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് 90 ഡിഗ്രി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യണമെന്നില്ല, മറ്റേ റോളർ സ്കെയിൽ വെച്ച് എടുത്താലും മതി. ശരി, ഇനിയിപ്പോൾ എത്ര സെൻറ്റിമീറ്ററാണ്? 60 സെൻറ്റിമീറ്റർ, അതായത് 60 mm, സോറി. അപ്പം 6, അപ്പോൾ ഇത്രയും കയറി വരും അല്ലേ? അതെ, ഇത്രയും കയറി വരും. ഓക്കെ, അതുപോലെ ഇപ്പറയും. ഇത് എത്രയായിരുന്നു? 12 അല്ലേ? 12 ആയിരുന്നു. കറക്റ്റ് 12 കേട്ടോ. കുട്ടുമുട്ടിച്ചേ. ഇനിയിപ്പോൾ എന്നാ ചെയ്യണ്ടേ? ഇതെത്രയായിരുന്നു? ഇത് വന്നിട്ട് ഒരു 6. അപ്പം ഇതൊരു 6 ആക്കി എടുക്കുക. 6 3 3 അല്ലായിരുന്നു? അതെ, 6 3 3. ഓക്കെ, എന്നിട്ട് ഇത് നമ്മൾ കൂട്ടിമുട്ടിക്കുക. ഇതൊന്ന് മനസ്സിലായി? തീറ്റ ഓ, തീറ്റ ഡി, തീറ്റ ആർ. ഇനി സൈഡിൽ എന്താണ്? സ്ട്രോക്ക് എത്രയാണ്? 60 mm. അത് സ്കെയിൽ ചെയ്യണം, വേണ്ട, അതൊന്നും അങ്ങനെയാണ്. 6 സെൻറ്റിമീറ്റർ എടുക്കാനാണ്. ശരി, അപ്പോൾ അതും കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നാ? എത്ര ഈക്വൽ പാർട്സ് ആക്കണ്ടേ? എത്രയാണ്? 6 ഈക്വൽ പാർട്സ് ആക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മെഷർ ചെയ്തു 6 സെൻറ്റിമീറ്റർ. അപ്പം 6 സെൻറ്റിമീറ്റർ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 1 സെൻറ്റിമീറ്റർ വെച്ച് കിട്ടും. ശരിയല്ലേ? അതുപോലെ മണ്ടയ്ക്കും ചെയ്യുക. അതൊന്നും കിട്ടും. ഇനിയിപ്പോൾ അത് കൂട്ടി യോജിപ്പിക്കുക. ഇവിടെ കൂട്ടി യോജിപ്പിക്കുക. ഇനിയിപ്പോൾ എന്നാ വേണ്ടേ? കൈയോടെ ചെയ്തേക്കുക. എന്തോന്ന്? നമ്പർ 0 1 2 3 4 5 6 എന്ന് പറഞ്ഞ് ചെയ്തേക്കുക. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ഡെല്ലിന് എന്തെങ്കിലും വേണോ? വേണ്ട. ഇനിയിപ്പോൾ അടുത്ത് ഇതെന്ന് പറയുമ്പോൾ എത്ര സെൻറ്റിമീറ്ററാണ്? 3 സെൻറ്റിമീറ്ററാണ്. ഇങ്ങനെ ഇത്രയും ഇതായിട്ടൊന്നും ചോദിക്കത്തില്ല, എന്നാലും ഈ ഒരു രീതിയിലും കൂടെ വെച്ച് പഠിക്കുവാണെങ്കിൽ 3 / 6 എന്ന് പറയുമ്പോൾ എത്ര വരും? എന്തോ 0.5. എളുപ്പമുണ്ടല്ലോ. 0.5 ഞാൻ എഴുതിയിട്ടെ. അതുപോലെ തന്നെ ഇവിടെ 0.5. ഓക്കെ, കൂട്ടിമുട്ടിക്കുക.
വരയ്ക്കുക. ഓക്കെ, സൂപ്പർ. നെയിമിങ് കൊടുക്കാം. നെയിമിങ് 0 ഇവിടെ തുടങ്ങണം. 1 2 3 4 5 6. ഓക്കെ, ശരി. അപ്പം എന്തൊക്കെ എല്ലാം കഴിഞ്ഞില്ലേ? നോർമലി ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എങ്ങനെ ചെയ്യണോ അത് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ഏതാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കണം. യൂണിഫോം അക്സലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ. അതിനെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡിവൈഡ് ചെയ്തതിൻ്റെ സെൻറ്ററായിട്ടുള്ള ഒരു ലൈൻ കാണും. അതുപോലെ ഡിവൈഡ് ചെയ്തതിൻ്റെ സെൻറ്ററായിട്ടുള്ള ഒരു പാർട്ട് കാണും. ഇപ്പം ഞാൻ 6 ഈക്വൽ പാർട്സ് ആക്കിയെങ്കിൽ 3 അതിൻ്റെ സെൻറ്റർ. ഓക്കെ, അതുപോലെ ഇവിടെയും 6 ഈക്വൽ പാർട്സ് ആണ്, 3 ആ സെൻറ്റർ. ഓക്കെ, അപ്പം ഈ സെൻറ്ററിനെ ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ 6 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ സാധാരണ ഇവിടെ ഒരെണ്ണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനെ അളക്കും, ഡിവൈഡ് ബൈ 6 കൊടുക്കും. അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെയും ചെയ്യുക. ഗ്രാഫിക്സിൽ മെത്തേഡൊക്കെ ഉണ്ട്, അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഇത് 6 ഈക്വൽ പാർട്സ്, ഇതിനെ 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യാൻ നേരത്ത് എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് ഇതാണ് ഇത്. ഓക്കെ, ഇനിയിപ്പം ഇതിനെ ഇങ്ങനെ വരയ്ക്കുക. അപ്പോഴത്തേക്കും കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത സെൻറ്ററിൽ കൂടെ തന്നെ ആയിരിക്കും അത് പാസ് ചെയ്തത്. അപ്പം നമ്മൾ വരച്ചത് കറക്റ്റാണെന്ന് മനസ്സിലാക്കിക്കോ. ഉണ്ടോ? ശരി. ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഇങ്ങനെ ഒരെണ്ണം കൊടുത്തു, യൂണിഫോം വെലോസിറ്റിക്ക് കൊടുക്കുന്ന പോലെ കൊടുത്തു. എന്നിട്ട് ഈ പോയിന്റ് കണ്ടോ, ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കുക, ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് തൊട്ട് താഴത്തെ പോയിന്റ് കണ്ടോ, ഇതിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അതുപോലെ ഇവിടെ നിന്നും മണ്ടയ്ക്കോട്ട് കൊടുക്കുക. അതുപോലെ ഇവിടെ നിന്നും മണ്ടയ്ക്കോട്ട് കൊടുക്കുക. ഓക്കെ ഓക്കെ. ഒരു കാര്യം കൂടെ, ഇതിൻ്റെ അകത്ത് നമ്പറും കൂടെ ചെയ്യണം. ഇത് 0 1 2 3 4 5 6 എന്നുള്ള രീതിയിൽ നമ്മൾ നമ്പറും കൂടെ ചെയ്തു. അപ്പോഴത്തേക്ക് എങ്ങനെ വരും? ഈ ഒന്നും കൂടെ മുട്ടുന്ന പോയിൻ്റാണ് എന്തോന്ന്? 1 2 ഈ 3 തന്നെയാണ് 3 ഓക്കെ. ഈ 4 കൂടെ മുട്ടുന്നത് 4 മനസ്സിലാകുന്നുണ്ടോ? 5 മുട്ടുന്നത് 5 ഇത് 6 തന്നെ. ഓക്കെ, അപ്പോൾ പോയിൻറ്റ്സ് കിട്ടിയില്ലേ? ഇത് വെച്ച് ഇനിയിപ്പോൾ വരയ്ക്കത്തില്ലേ? അപ്പോൾ സപ്പോസ് പെൻസിൽ കൊണ്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് വരയ്ക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വരും, ഇതിങ്ങനെ കയറും, ഇതിങ്ങനെ കയറും. ഇത് സ്മൂത്തായിരിക്കണം. ഓരോ ഫിഷിൻ്റെ കൈ വരയ്ക്കുന്നു. സ്മൂത്തായിട്ട് ഇതിങ്ങനെ എടുക്കണം. ഓക്കെ, നിങ്ങൾ ക്ലിയറായിട്ട് വരച്ചോ. നിങ്ങൾക്ക് സംഭവം കിട്ടിയല്ലോ. ഓക്കെ, എനിക്കിങ്ങനെ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല. ശരി, ഇനി ഇത്രേ ഉള്ളൂ. ഇതിനെ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരയ്ക്കണം. ഇതെങ്ങനെ വരയ്ക്കാം നിങ്ങൾ പറയും? അപ്പം ഇതിനെ നമ്മൾ 6 ഈക്വൽ പാർട്സ് ആക്കണം. ഇതിപ്പോൾ 6 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് എന്നതാണേലും ഇവിടെ അളക്കുക. 6 ഡിവൈഡഡ് ബൈ എത്ര പാർട്സാണ്? 6 ചെയ്യാൻ നേരത്ത് 1 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഈ മണ്ഡലത്തെ പോയിന്റും ഈ താഴത്തെ പോയിന്റും കൂടെ കൂട്ടി വരച്ചു. അപ്പോൾ ഇത് ഏതാണ്ട് സെൻറ്റർ പോയിന്റിലാണ് വരുന്നത്. ഇനി ജസ്റ്റ് നമ്പറും കൂടെ കൊടുത്തേക്കാം. ഇവിടെ നമ്പർ ചെയ്യാൻ നേരത്ത് മണ്ടയ്ക്ക് നിന്ന് നമ്പർ ചെയ്യണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 1 മാർക്ക് 1 2 3 4 5 ഇത് 6 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇത് കൂട്ടിമുട്ടിക്കാൻ നേരത്തെ എങ്ങനെ വരും? എങ്ങനെയാ? ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണം 2ലേക്ക്, ഇങ്ങോട്ട് വരണം 1ലേക്ക്. ഓക്കെ, ഇനിയിപ്പോൾ അതുപോലെ താഴെ 5 മനസ്സിലായോ? 1 2 3 4 5 6. അതുപോലെ ഇവിടെ 1 2 3 4 5 6. ഇനിയിപ്പോൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് എടുക്കുക. കൂടെ കൂട്ടിമുട്ടുന്നത് എന്താണെന്ന്? 1 കൂട്ടിമുട്ടുന്നത് 2 3 4 5 6 അവിടെ കിട്ടിയില്ല. ഇപ്പോൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും.
1 3 കൂടെ കയറി 4 കൂടെ വന്ന് 5 കൂടെ വന്ന് 6. ഓക്കെ, ഇതിങ്ങനെ വരും. ഇതിങ്ങനെ വരച്ചതിന് ശേഷം എന്തോന്ന് കൊടുക്കുക, ഒരു ഹൈലൈറ്റും കൂടെ കൊടുക്കുക. ഓക്കെ, ഇപ്പം ഇങ്ങനെ വന്നു. ഇതാണ് എന്തോന്ന്, യൂണിഫോം അക്സലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ. ഇനിയിപ്പം നാലാമത്തത് നോക്കാം. നാലാമത്തേന്ന് പറയുന്നത് സൈക്ലോയിഡൽ മോഷൻ. അപ്പം അതെങ്ങനെ എഴുതുക, 4 ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഓഫ് ദി ഫോളോവർ ഹാവിങ് സൈക്ലോയിഡൽ മോഷൻ. ഓക്കെ, സൈക്ലോയിഡൽ മോഷൻ. ഓക്കെ, അങ്ങനെ കൊടുത്തു. അപ്പോൾ നമുക്ക് പറയാം എന്നൊക്കെ വേണം, നമുക്കൊരു ഇത് വേണം. അപ്പം ഞാനിപ്പോൾ ഇതിനൊരു 50 mm എന്ന് പറഞ്ഞ് കൊടുത്തു. തീറ്റ ഓ വേണം, എത്ര കൊടുത്തു, ഒരു 60 ഡിഗ്രി കൊടുത്തു. തീറ്റ ഡി വേണം, എത്ര കൊടുത്തു, ഒരു 30 ഡിഗ്രി കൊടുത്തു. തീറ്റ ആർ എത്ര വേണം, ഒരു 60 ഡിഗ്രി ഞാൻ കൊടുത്തു. അതിനുശേഷം ഇതിപ്പോൾ കിട്ടി. അപ്പം അത് വെച്ചിട്ട് എനിക്ക് റിമൈനിങ് ഡെല്ല് കണ്ടുപിടിക്കാം. റിമൈനിങ് ഡെല്ല് എന്ന് വെച്ചാൽ 60 പ്ലസ് 30 പ്ലസ് 60 150 ഡിഗ്രി. ഇതിപ്പോൾ 150 ഇതിപ്പോൾ ചെയ്ത് തീറ്റ റിമൈനിങ് ഡെല്ല് എന്ന് പറഞ്ഞാൽ 360 മൈനസ് 150 ഡിഗ്രി. അപ്പം അങ്ങനെ 90 എന്ന് പറയുമ്പോൾ 210 ഡിഗ്രി. അപ്പോൾ റിമൈനിങ് ഡെല്ല് 210 ഡിഗ്രിയാണ്. ഓക്കെ, ശരി. അപ്പം ഇനിയിപ്പോൾ എനിക്ക് വരയ്ക്കാമല്ലോ. ഇനിയിപ്പോൾ വരയ്ക്കാൻ വേണ്ടി എനിക്ക് സ്കെയിൽ എടുക്കണം. സ്കെയിൽ ഞാൻ എത്ര എടുക്കും, എക്സ് ആക്സിസ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര, 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 20 ഡിഗ്രി വേണോ, കാരണം 150 ആണ്. 150 എന്ന് പറയുമ്പോൾ എനിക്ക് 10 ഡിഗ്രി മതി. അപ്പോൾ 10 ഡിഗ്രി ആയിട്ട് ഞാൻ എടുത്തു. അപ്പോൾ ഞാൻ 150 ഡിവൈഡഡ് ബൈ 10 ചെയ്യാൻ നേരത്ത് എനിക്ക് എത്ര കിട്ടും, 15 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ എന്തോന്ന് ചെയ്യുന്നു, 15 സെൻറ്റിമീറ്റർ എടുക്കുന്നു. 15 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഞാനിത് വരച്ചു. പേന വെച്ച് തന്നെ വരയ്ക്കാം അല്ലേ. 15 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. അതിനുശേഷം എനിക്ക് ഓരോ ആംഗിളും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 60 എന്ന് പറയുമ്പോൾ 60 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 6. അപ്പോൾ 6 സെൻറ്റിമീറ്റർ. ഓക്കെ, 30 എന്ന് പറയുന്നിടത്ത് 30 ഡിവൈഡ് ബൈ 10, അപ്പോൾ 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ബാലൻസ് 6 ഉണ്ടോ, 6 ഉണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ഡിവിഷൻ. ഇനിയിപ്പോൾ നമുക്ക് സ്ട്രോക്ക് വരയ്ക്കണം. സ്ട്രോക്ക് കറക്റ്റായിട്ട് വെറുതെ വരച്ചാൽ മതി. ഞാൻ ഇങ്ങനെ ശീലിച്ചു പോയി. കറക്റ്റായിട്ട് 90 വെച്ചെടുക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്തു. ഇപ്പുറം അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഇത് ചെയ്ത് 2-3 തവണ വരച്ചാൽ മാത്രമേ ആ ഒരു സ്പീഡും കാര്യങ്ങളെല്ലാം കിട്ടത്തുള്ളൂ. അതായത് എല്ലാം അങ്ങനെ തന്നെ. പിന്നെ 50 എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 സെൻറ്റിമീറ്റർ എടുത്ത് ഞാൻ ജസ്റ്റ് ഇതാണ് 5 സെൻറ്റിമീറ്റർ. ഓക്കെ, അതുപോലെ ഇതാണ് 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇപ്പോൾ ഇതൊന്നും കൂടെ കൂട്ടിമുട്ടിക്കാം. 5 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, ഇപ്പം മണ്ടേ താഴെ ചെയ്ത പോലെ മണ്ടയ്ക്കും കൊണ്ട് അത് എത്രയായിരുന്നു, 6-ലൊരു കുത്ത്, 9-ലൊരു കുത്ത്. ഇത് നമ്മളെല്ലാ സ്ഥലത്തും എല്ലാ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഒരേപോലെ തന്നെ സ്കെയിൽ എടുത്ത് വരയ്ക്കുക. ഇവിടെ ഞാൻ എന്താ കൊടുത്തു, സ്ട്രോക്ക് എന്ന് പറഞ്ഞ് കൊടുത്തു. എത്രയാണ്, 50 mm. ഇത് തീറ്റ ഓ എത്രയാണ്, 60 ഡിഗ്രി. ഇത് തീറ്റ ഡി എത്രയാണ്, 30 ഡിഗ്രി. ഇത് തീറ്റ ആർ എത്രയാണ്, 60 ഡിഗ്രി. ബാലൻസ് റിമൈനിങ് ഡെൽ എത്രയാണ്, തീറ്റ ഡി എന്ന് പറയുന്നത് 210 ഡിഗ്രി. ഓക്കെ, ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കാം. ഇത് കുറച്ച് നീറ്റായിട്ട് കൊടുക്കുക. ശരി, അപ്പം ഇത്ര നമ്മൾ കഴിഞ്ഞു, എല്ലാം അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനിയിപ്പം 6 ഈക്വൽ പാർട്സ് ആക്കണം. ഞാൻ 6 ആണ് എല്ലാ സ്ഥലത്തും എടുക്കുന്നത്. അപ്പം ഇതിനെ 6 എന്ന് പറയുമ്പോൾ 1 സെൻറ്റിമീറ്റർ കൊണ്ട് തന്നെ ചെയ്താൽ മതി. അപ്പം 1, 2, 3, 4, 5, 6. അതുപോലെ തന്നെ ഇവിടെ 1, 2, 3, 4, 5, 6. ഓക്കെ, ഇനിയിപ്പോൾ അതിനെ മുട്ടിക്കുക. ഇത് എല്ലാ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാമിനും ഇതേ മെത്തേഡ് തന്നെ. അതിനുശേഷം അവസാനം എല്ലാം ചെയ്തതിന് ശേഷമാണ് അവസാനം നോക്കുന്നത് ഏതാണ്. യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ചുമ്മാ വെറുതെ വരച്ചു വിടുക.
സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ സൈഡിലൊരു സെമി സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് അങ്ങനെ കൊടുക്കുക. ഇനി യൂണിഫോം ആക്സിലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ ആണെങ്കിൽ വല പോലെ കൊടുക്കുക. ഇനി സൈക്ലോയിഡ് മോഷൻ ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. സൈക്ലോയിഡ് മോഷൻ ആണെങ്കിൽ നമ്മളൊരു മറ്റേതിനകത്ത് സെമി സർക്കിൾ വരച്ച് ഇതിനകത്ത് നമ്മളൊരു സർക്കിളെ വരയ്ക്കും. അതാണ് സംഭവം. വളരെ സിമ്പിളാണ്, ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സെറ്റാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ശരി. ഇനിയിപ്പം എന്തോന്ന് നമ്പർ കൊടുക്കാം. 0 1 2 3 4 5 6. അതുപോലെ ഇവിടെയും 0 1 2 3 4 5 6. ഓരോന്നും മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഇങ്ങനെ 0 കൊടുത്തെടുക്കാൻ കാരണം നിങ്ങൾ ഇങ്ങനെ എടുക്കുക, അതിനുശേഷം ഇവിടെ വരാൻ നേരത്ത് ഇവിടെ 1 ഇടും, പിന്നെ ഇവിടെ തെറ്റുക. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കുകയാണ് ഞാൻ എങ്ങനെ പറഞ്ഞു. ശരി, ഇപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സൈക്ലോയിഡൽ മോഷന് ഒരു ചെറിയ സർക്കിൾ ഇവിടെ കൊണ്ടുപോയി വരയ്ക്കും. അതുപോലെ തന്നെ ഇവിടെയും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം, ഇവിടെയും ഒരു സർക്കിൾ വരയ്ക്കും. അപ്പോൾ സർക്കിൾ വരയ്ക്കണമെങ്കിൽ റേഡിയസ് വേണ്ടേ? സർക്കിൾ വരയ്ക്കണമെങ്കിൽ എന്തോന്ന് വേണം? റേഡിയസ് വേണം. ആ റേഡിയസിൻ്റെ ഫോർമുലയാണ് S/2π. ഇതിനകത്ത് S എത്രയാണ്? 50 mm/2π. അപ്പോൾ 50/2π എന്ന് പറഞ്ഞ് ചെയ്യാൻ നേരത്ത് എനിക്കെത്ര കിട്ടും? 50/2 × shift π = 7.95. 7.95 mm എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്ററിൽ എടുക്കാനല്ലേ എളുപ്പം. അപ്പോൾ നമ്മൾ അതിനെ സെൻറ്റിമീറ്ററിലാക്കാം. സെൻറ്റിമീറ്ററിലാക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ, അതായത് MM-നെ സെൻറ്റിമീറ്ററിലാക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ എത്ര? 10. പിന്നെ ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ എത്ര? 0.795 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ 9 ഇവിടെ കിടക്കുന്നതുകൊണ്ട് റൗണ്ട് ചെയ്യാൻ നേരത്തെ ഏതാണ്ട് 0.8 ആയിട്ട് എടുത്തൂടെ? അപ്രോക്സിമേറ്റ് ഏതാണ്ട് 0.8 ആയിട്ട് വരും. അപ്പോൾ ഞാൻ അങ്ങനെ ഇത് ചെയ്ത് 0.8 ഞാനൊരു സർക്കിൾ വരയ്ക്കണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് 0.8 ഞാൻ റേഡിയസ് ആക്കിക്കൊണ്ട് ഞാൻ ഒരു സർക്കിൾ വരയ്ക്കുക. ഇനിയിപ്പം ഞാൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ അകത്ത് ഒരു സെമി സർക്കിൾ വരച്ചിട്ട് എത്രയാണ് ഈക്വൽ പാർട്സ് ആക്കി അത് ഡിവൈഡ് ബൈ 6 ചെയ്ത് അപ്പോൾ ഒരു ആംഗിൾ എനിക്ക് 30 ഡിഗ്രി ആയിട്ട് കിട്ടി. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ 180 ഡിഗ്രി അല്ല, ഇതിപ്പോൾ ഒരു 360 ഡിഗ്രിയാണ് ഞാൻ 6 ഈക്വൽ പാർട്സ് ആക്കേണ്ടത്. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 6 ചെയ്യുക. അപ്പോൾ എത്ര വരും? 60 ഡിഗ്രി. അപ്പം ഒരു ഇത് 60 വെച്ച് ഞാൻ വരയ്ക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്ത് വെച്ചു. 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ വരും 6 12 18. ഓക്കെ, അതുപോലെ ഇനി മണ്ടയ്ക്കോട്ട് അപ്പം ഈ സർക്കിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരു ആംഗിൾ നമ്മൾ എന്തോന്ന് കൊടുക്കണം? 60 ഡിഗ്രി എന്നും കൂടെ മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, സർക്കിൾ വരച്ചു. സർക്കിൾ എങ്ങനെ വരച്ചേ? റേഡിയസ് എത്രയാ? S/2π ചെയ്തപ്പോൾ സർക്കിൾ കിട്ടി. MM-ലാണ് കിട്ടിയിരിക്കുന്നെങ്കിൽ അതിന് സെൻറ്റിമീറ്ററിലാക്കാം. അപ്പോൾ വരയ്ക്കാൻ എളുപ്പമുണ്ട്. അപ്പം അതിനെടുത്ത് നമ്മൾ റേഡിയസ് ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചു. എന്നിട്ട് എത്ര ഈക്വൽ പാർട്സ് ആണോ ആക്കി അത് 360 ഡിവൈഡ് ബൈ അത് ചെയ്ത് കഴിയുമ്പം അപ്പം ഞാൻ ഡിവൈഡ് ബൈ 6 ചെയ്ത് അപ്പോൾ 60 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ അത് വെച്ച് ഞാനിങ്ങനെ ഇത് ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ലൈനില്ലേ, ഇതിനെ ഞാൻ താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ലൈനിനെ താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ ഈ പോയിന്റ് കണ്ടോ? ഈ പോയിന്റ് കണ്ടോ? ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഇതിനെയും കൂടെ ഇങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. ഓക്കെ, ഇതും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഇതുകൊണ്ട് ഒരു പോയിന്റ് കിട്ടി. ഇവിടെയാണ് ആ പോയിന്റ്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. നമ്മളിവിടെ 6 ഈക്വൽ പാർട്സ് ആക്കിയില്ലേ? അപ്പം ഇതെന്തൊന്നാണ്? 1, ഇതെന്തൊന്നാണ്? 2, ഇതെന്താണ്? 3, ഇതെന്താണ്? 4, ഇതെന്താണ്? 5, ഇതാണ് തിരിച്ച് 6. ഇങ്ങനെ ഒന്ന് നിൽക്കണം. 1 6 അടുത്തടുത്ത് നിൽക്കണം. ഇവിടെ വേണം തുടങ്ങാൻ. നിങ്ങൾ മാറ്റി തുടങ്ങിയാലും നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്, ഇത് ശ്രദ്ധിക്കണേ. വീഡിയോ കട്ടായിപ്പോയി. ഓക്കെ, അപ്പം നമ്മൾ ഈ സർക്കിൾ വരച്ചതിന് ശേഷം 1 2 3 4 5 6 എന്ന് പറഞ്ഞെടുത്തു. അതായത് 3ഉം 6ഉം ഇങ്ങനെ വരും. ഓക്കെ, അതിനുശേഷം ഈ സെൻറ്ററിൽ നിന്ന്, അതായത് OE0 OE-ന്ന് ഇതിലേക്ക് ഇങ്ങനെ വരച്ചു.
അതാണിത്. ജസ്റ്റ് നമ്മളിങ്ങനെ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, അതിനുശേഷം അത് നമ്മളിപ്പം റോളർ സ്കെയിൽ എടുത്തിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, 4ഉം 5ഉം കൂടെ കൂട്ടിമുട്ടുന്ന ഈ നടുക്കത്തെ ഈ പോയിന്റ് ഇല്ലേ, ആ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് റോൾ ചെയ്തുകൊണ്ട് കറക്റ്റ് പാരല് വരയ്ക്കുക. ജസ്റ്റ് ഒരു പാരൽ ഇങ്ങനെ ലൈൻ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നേരെ പതുക്കെ ഈ ഇപ്പം നമ്മളിങ്ങനെ വരച്ച ഈ ലൈനില്ലേ, ഇവിടുന്ന് യൂണിഫോം വെലോസിറ്റിക്ക് വരയ്ക്കുന്ന പോലത്തെ ലൈൻ, അത് വെച്ചിട്ട് അതിനെ പാരലായിട്ട് വേണം അടുത്ത വരയ്ക്കാൻ. അടുത്തതെന്ന് പറയുമ്പോൾ ഈ 1ഉം 2ഉം കൂടെ കൂട്ടിമുട്ടുന്നുണ്ടോ ഈ പോയിന്റിൽ നിന്ന് അടുത്ത പാരൽ കൊടുക്കണം. ഓക്കെ, മനസ്സിലായോ? അതായത് ഇതിപ്പോൾ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ വട്ടത്തിലേക്ക് പറഞ്ഞു തരും. അപ്പോൾ 1ഉം 2ഉം കൂടെ കൂട്ടിമുട്ടുന്ന ഈ ലൈനിലുള്ള പോയിന്റ് ഇതാണ് ഒരു പോയിന്റ്. എന്നിട്ട് 3ഉം 6ഉം കൂടെ ഈ ലൈനിൽ കൂട്ടിമുട്ടുന്ന ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇതും കൂടെ 4ഉം 5ഉം കൂടെ കൂട്ടിമുട്ടുന്ന ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. എന്നിട്ട് നമ്മൾ സെൻട്രൽ പോയിന്റിൽ നിന്ന് ഇതിന്റെ ഈ അറ്റത്തേക്ക് നമ്മൾ യൂണിഫോം വെലോസിറ്റിക്ക് വരയ്ക്കുന്ന പോലെ നമ്മൾ നോർമലി അത് വരച്ചു വിടുക. അത് വരച്ചു വിട്ടതിന് ശേഷം നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ആ ലൈൻ അങ്ങനെ പാരൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഡോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക. അതേപോലെ തന്നെ മണ്ടയ്ക്കോട്ട് 4ഉം 5ഉം കൂടെ വെച്ചിട്ട് ഒരു പാരൽ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇനി 1ഉം 2ഉം പോകുന്നത് ഏതാണ്? ഈ ലൈനാണ് അല്ലേ, ഈ ലൈനാണ് പോകുന്നത്. അപ്പം ഈ 1ന് പോകുന്ന ഇതാണ് എന്തോന്ന് 1'. ഓക്കെ, ഈ 1ഉം 2നും പോകുന്ന ഈ ലൈന് 1ലും മുട്ടുന്ന ഇതാണ് 1'. അതുപോലെ 1നും 2നും പോകുന്ന ഈ ലൈൻ ഇവിടെ മുട്ടുന്നതാണ് എന്തോന്ന് 2'. ഓക്കെ, ഇപ്പൊ 3ഉം 6ഉം പോകുന്ന ഈ ലൈന് 3ലും മുട്ടുന്നതാണ് 3'. 3നും 6നും പോകുന്ന ഈ ലൈന് 6ലും മുട്ടുന്നതാണ് 6'. ഓക്കെ, ഇനി 4ഉം 5ഉം 4നും 5നും ഇവിടെ നിന്ന് പോകുന്ന ഈ ലൈന് 4ലും മുട്ടുന്നതാണ് 4'. അതുപോലെ 4നും 5നും പോകുന്നത് 5ലും മുട്ടുന്നതാണ് 5'. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ യോജിപ്പിക്കാന്ന് വെച്ചാൽ തന്നെ ഇങ്ങനെ വരും. 1' കൂടെ മുട്ടി 2' കയറി 3' കയറി 4' കയറി 5' കയറി 6'. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്. ഇങ്ങനെ പോകും. എന്നിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുക. ഇനി ഇപ്പറേ എന്തോന്ന് വരയ്ക്കണം? ഇപ്പറേ അതേപോലെ വരയ്ക്കണ്ടേ? ഇപ്പറേ അതേപോലെ തന്നെ വരയ്ക്കണം. ഇപ്പറേ വരയ്ക്കാൻ നേരത്ത് റേഡിയസ് ഞാൻ അപ്പറേ പറഞ്ഞില്ല, S/2π സെയിം റേഡിയസ് തന്നെ എടുത്ത് ഇവിടെ കുത്തണോ ഇവിടെയാണ് കുത്തേണ്ടത്. ഓക്കെ, ഇവിടെ കുത്തി കറക്കി നമ്മൾ വരച്ചു. എന്നിട്ട് എന്തോന്ന് ചെയ്യണം? എത്ര പാർട്സ് ആണോ ഈക്വൽ ആയിട്ട് എടുത്തത് അത്രയും പാർട്സ് ഇവിടെ നമ്മൾ ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് 360 ഡിഗ്രീനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നേരത്ത് എനിക്ക് ഒരു ഇതെന്ന് പറയുന്നത് 60 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടും. 60 6 120 150. ഓക്കെ, അതുപോലെ താഴേക്കും വെച്ചിട്ട് അങ്ങനെ ഈ സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കുന്നു. ഞാൻ 6 ആണ് ഈക്വൽ പാർട്സ് എല്ലാ സ്ഥലത്തും ആക്കിയത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെയും 6 ഈക്വൽ പാർട്സ് ആണ്. എത്രയാണ് ഈക്വൽ പാർട്സ് ആക്കിയിരിക്കുന്നത്, എത്രയാണ് ആക്കേണ്ടത്. ഓക്കെ, 60 120 എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ ഇതിനെന്താ ചെയ്യുക? സർക്കിളിനെ ഡിവൈഡ് ചെയ്യുക. സർക്കിളിനെ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇതിനകത്ത് ഒരു ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. അത് ഇതിനകത്ത് എഴുതി വെക്കുക. ഇനിയിപ്പോൾ എന്തുവാ, ഈ ലൈനിനെ നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണ്ടേ? ഈ ലൈനിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുക, ഇങ്ങോട്ടേക്കും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അതായത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി എന്താ ചെയ്യണ്ടേ? ഈ പോയിന്റും ഇനിയിപ്പോൾ നെയിമിങ് കൊടുക്കുക അല്ലേ? ഇവിടെ നെയിമിങ് കൊടുക്കുമ്പം എങ്ങനെ കൊടുക്കണ്ടേന്ന് അറിയാമോ? ഇവിടെ നമ്മൾ താഴേന്ന് 1 2 3 4 5 6 എന്ന് പറഞ്ഞെടുത്തു. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ മുകളിൽ നിന്ന് ഇവിടെ നിന്ന് 1 2 3 4 5 6 എന്ന് പറഞ്ഞ് എടുക്കുവാണെങ്കിൽ ഓക്കെ, അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്. ഇവിടെ നിന്നാണ് നമ്പർ തുടങ്ങേണ്ടത്. ഓക്കെ, ഇവിടെ നിന്നാണേ, ശ്രദ്ധിച്ചോണം. ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. 1 2 3 4 5 6 3 6 ഇങ്ങനെ വരണം. ഇവിടെ 3 6 എന്ന് പറഞ്ഞു വന്നു, ഇവിടെ 6 3 എന്ന് പറഞ്ഞു വരണം. ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്. ഇത് എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ,
ഇതെടുക്കുന്നത് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളിവിടെ സർക്കിൾ വരച്ചു, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നാണ് 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് എടുക്കേണ്ടത്. ഓക്കെ, ശരി. അപ്പോൾ ഇത് 6 ഈക്വൽ പാർട്സ് ആക്കിയില്ലേ? 60 ഡിഗ്രി വെച്ച് 6 ഈക്വൽ പാർട്സ് ആക്കി. അപ്പോൾ കിട്ടിയിരിക്കുന്ന പോയിന്റ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് കിട്ടി. ഇനിയിപ്പോൾ എന്ത് ചെയ്യണ്ടേ? 3ഉം 6ഉം കൂടെ കൂട്ടി വരച്ച് ജോയിൻ ചെയ്യുന്ന പോയിന്റാണ് ഈ പോയിന്റ്. ഇത് 3ഉം 6നെ സൂചിപ്പിക്കും. 4നെയും 5നെയും കൂടെ കൂട്ടിമുട്ടിക്കണം. എന്നിട്ട് കിട്ടുന്ന ഇതാണ് എന്തോന്ന്? ഈ പോയിന്റ്. അപ്പോൾ 1, 2, ഇനിയിപ്പോൾ 1, 2 കൂടെ മുട്ടിക്കണം. അതാണ് ഈ പോയിന്റ്. ഓക്കെ, അങ്ങനെ നമുക്ക് 3 പോയിന്റ് കിട്ടിയില്ലേ? ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് ഈ അറ്റത്തേക്ക് നമ്മൾ യൂണിഫോം വെലോസിറ്റിക്ക് വരയ്ക്കുന്ന പോലെ ജസ്റ്റ് വരയ്ക്കുക. വരച്ചു. ഓക്കെ, അപ്പം ഇത് 3 മുട്ടുന്ന ഇതാണ് എന്തോന്ന്? 3'. ഇതാണ് എന്തോന്ന്? 3'. ഇതാണ് 3'. ഇതിവിടെ മുട്ടുന്ന ഇതാണ് എന്തോന്ന്? 6'. ഓക്കെ, ഇനിയിപ്പം അടുത്തത് പാരലൽ വരയ്ക്കണ്ടേ? പാരലൽ വരയ്ക്കാൻ കറക്റ്റായിട്ട് ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുക. ഇതെങ്ങനെയാണ്? ഇത് കറക്റ്റ് ഇങ്ങനെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ എന്തുവന്നാണ്? നേരെ കുറച്ച് താഴേക്ക് കൊണ്ടുവന്ന് ഇതിനിങ്ങനെ പാരലൽ വെച്ച് വരയ്ക്കുക. 5നും 6നും കൂടെ പാരലൽ വരയ്ക്കുക. അത് എപ്പോഴും ഷുവറായിട്ട് ഈ 5 എന്ന് പറഞ്ഞ സാധനം 5ൽ കട്ടായത് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വരച്ചു. അതുപോലെ തന്നെ കുറച്ച് ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് 1 ഈ പോയിന്റിൽ നിന്നും വരച്ചു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എടുക്കാം. എങ്ങനെയാണ്? 1ഉം 2ഉം കൂടെ ഇതിൽ നിന്ന് വരുന്നതാണ് 1. ഇവിടെ 1ൽ തട്ടി. അപ്പോൾ ഇതാണ് എന്തോന്ന്? 1'. 1നും 2നും വരുന്നത് 2ൽ തട്ടി. ഇതാണ് എന്തോന്ന്? 2'. 3നും 6നും വരുന്നത് 3 തട്ടി 3'. 3നും 6നും വരുന്നത് 6 തട്ടി 6'. 4നും 5നും വരുന്നത് 4 തട്ടിയാൽ 4'. 4നും 5നും വരുന്ന 5 തട്ടിയാൽ 5'. ഇനിയിപ്പോൾ എന്നാ? ഇനിയിപ്പം ഇതിനിങ്ങനെ ചേഞ്ച് ചെയ്താൽ പോരെ? ഇങ്ങനെ വരച്ചു. എന്നിട്ട് എന്താന്ന് കൊടുക്കുക? ഒരു ഹൈലൈറ്റും കൂടെ കൊടുക്കുക. ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഇതാണ് എന്തോന്ന്? ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ഓഫ് ദ ഫോളോവർ ഹാവിങ് സൈക്ലോയിഡൽ മോഷൻ. അപ്പോൾ സൈക്ലോയിഡിൽ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പം സെക്കൻഡ് മോഡലിൻ്റെ അകത്തെ ഇനിയിപ്പോൾ ക്യാം ആണുള്ളത്. ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം അത് 4 എണ്ണം. യൂണിഫോം വെലോസിറ്റി, SHM, യൂണിഫോം ആക്സിലറേഷൻ, സൈക്ലോയിഡ് മോഷൻ. ഇത് 4 എണ്ണവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം ഇത് 4 എണ്ണം വരയ്ക്കാൻ ഇപ്പം അറിയാമല്ലോ. ഇതിനൊപ്പം തന്നെ ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞേക്കാം. അതായത് നമുക്ക് അവർ ചിലപ്പം ഇങ്ങനെ ചോദിക്കും, ഇതിൻ്റെ വെലോസിറ്റി ഡയഗ്രാമും അക്സലറേഷൻ ഡയഗ്രാമും ഈ 3 മാർക്കിന് ചോദിക്കും. 3 മാർക്കിനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ടോ അതിൻ്റെ മാക്സിമം അക്സലറേഷൻ എത്ര, അല്ലെങ്കിൽ ആ പ്രോബ്ലം തന്നിൻ്റെ അകത്ത് ആ പ്രോബ്ലത്തിൻ്റെ അകത്ത് നിന്ന് ഇക്വേഷൻ ഇട്ട് അത് കണ്ടുപിടിക്കാൻ ചോദിക്കും. അതൊന്നുമല്ല, ഇതാണ് സംഭവം. ഞാനിതിപ്പോൾ പറഞ്ഞു തരാം, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്നേ ഉള്ളൂ. യൂണിഫോം വെലോസിറ്റിക്ക് അക്സലറേഷൻ ഇല്ല, അതിന് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ ഇതാണ്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം ഇങ്ങനെ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ വെലോസിറ്റി വെലോസിറ്റി ഉണ്ട്, അക്സലറേഷൻ ഉണ്ട്. വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത്, അക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത്. അപ്പം അതിൻ്റെ ഇത് ഇങ്ങനെ വരും. പിന്നെ യൂണിഫോം അക്സലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ, അതിൻ്റെ ഈ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇത്, അക്സലറേഷൻ്റെ ഇത്, അതിൻ്റെ ഇതിങ്ങനെ വരും. അത് ഞാൻ വരച്ച് കാണിക്കാം, അപ്പം മനസ്സിലാവും. സൈക്ലോയിഡൽ മോഷൻ, അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത്, അക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത്. അതിൻ്റെ ഡയഗ്രാം ഇങ്ങനെയാണ് വരുന്നത്. ഇത് വെലോസിറ്റിയുടെ ഡയഗ്രാം, ഇത് അക്സലറേഷൻ്റെ, വെലോസിറ്റിയുടെ അക്സലറേഷൻ്റെ, വെലോസിറ്റിയുടെ അക്സലറേഷൻ്റെ, വെലോസിറ്റിയുടെ അക്സലറേഷൻ. ഇതിപ്പം യൂണിഫോം വെലോസിറ്റിക്ക് അക്സലറേഷൻ അങ്ങനെ ഇല്ല. ഇങ്ങനെയാണ് ജസ്റ്റ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ വരച്ച് പഠിച്ച ഡയഗ്രാം, ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാമിൻ്റെ ഒപ്പം തന്നെ ഞാനത് പറയാം. ഓക്കെ, ഇപ്പം യൂണിഫോം വെലോസിറ്റി. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ അടിയിൽ അവർ നമ്മളോടിപ്പോൾ ചോദിക്കുക, എന്തിനാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മളോടിപ്പം ഇതിൻ്റെ
വെലോസിറ്റി ഡയഗ്രാം, അതുപോലെ തന്നെ അസലറേഷൻ ഡയഗ്രാം. ഇതിനങ്ങനെ അസലറേഷൻ ഡയഗ്രാം ചോദിക്കില്ല, പറഞ്ഞുതരാം. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലേ, ആ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, ഇതിപ്പോൾ താണ്ടെ തീറ്റാവോ, ഇത് ഇവിടെ നിന്നല്ലേ തുടങ്ങുന്നത്, ഇതിന് താഴേക്ക് ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇത് അവസാനിക്കുന്ന തീറ്റാവോ അവസാനിക്കുന്നതിൻ്റെ അവിടെ നിന്നും ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് എന്തോന്നാണ് തീറ്റ ആർ, ഡെല്ലിന് വേണ്ടല്ലോ, അതിന് നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ തീറ്റ ഡി, അതിന് നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. ഓക്കെ, ഇനി ഇപ്പോൾ വെലോസിറ്റി ഡയഗ്രാമിന് ഞാൻ ഈ ഒരു പോർഷൻ ഇങ്ങനെ എടുക്കുക, ഇതിങ്ങനെ എടുക്കുക. ഇത് മിക്കപ്പോഴും റഫ് സ്കെച്ച് ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ, റഫ് സ്കെച്ച് ആയിരിക്കും ചോദിക്കുന്നത്. അസലറേഷൻ ഡയഗ്രാമിന് ഇതിങ്ങനെ എടുക്കുക. ഇത് കാണാമോ? വളരെ ലൈറ്റ് ആണല്ലേ, പേന കൊണ്ട് വരയ്ക്കാം. അതായത് ഞാൻ ഈ തുടങ്ങിയ സാധനത്തിന് ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു, ഇവിടെ ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു, തീറ്റ ആർ തുടങ്ങിയ സ്ഥലത്തും തീറ്റ ആർ അവസാനിക്കുന്ന സ്ഥലത്തും ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് കുറച്ച് താഴെയൊക്കെ ആയിട്ട് ഞാൻ ചുമ്മാ ഒരു ലൈൻ ഇങ്ങനെ ഹോറിസോണ്ടൽ ലൈൻ വരച്ചു. ഇത് സ്കെച്ചൊന്നും എടുത്ത് വരയ്ക്കേണ്ടതല്ല, ജസ്റ്റ് കുറച്ച് വരച്ചു. ഇവിടെയാണ് ഞാൻ ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തത്, പക്ഷെ ഞാൻ കുറച്ചും കൂടെ നീട്ടി വരച്ചു, കാരണം റിമൈനിങ് ബെല്ലും കൂടെ കാണിക്കണമല്ലോ, അതുകൊണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴെ ഇത് ആക്സലറേഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ, അങ്ങനെ പാരലൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് വെറുതെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, ഇനിയിപ്പം നമ്മുടെ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഇതിൻ്റെ വെലോസിറ്റി ഡയഗ്രാം എന്ന് പറയുമ്പം എങ്ങനെ വരും എന്ന് വെച്ചാൽ ഇതിങ്ങനെയാണ് വരുന്നത്. സ്കെയിലൊന്നും വെച്ച് വരയ്ക്കേണ്ടതില്ല, പക്ഷെ അത് വൃത്തിക്ക് വരയ്ക്കാൻ വേണ്ടി വരച്ചത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നിന്നും സെയിം അളവിന് തന്നെ എടുത്തേക്കാം. നിങ്ങൾ സപ്പോസ് നീറ്റായിട്ട് വരയ്ക്കാനാ ചോദിച്ചാൽ വരും. ഇതാണ് ഇതിൻ്റെ വെലോസിറ്റി ഡയഗ്രാം. ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ താന്നു, അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ താന്നു. ഓക്കെ, എന്നിട്ട് ബാലൻസ് ഇങ്ങനെ പോയി. മനസ്സിലായോ? ഇനിയിപ്പോൾ അടുത്ത് ഇതിൻ്റെ അസലറേഷൻ ആണെങ്കിൽ യൂണിഫോം വെലോസിറ്റിക്ക് അസലറേഷൻ ഇല്ല. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് ഡിനോട്ട്, മണ്ടക്കോട്ട് ഒരാരോ, താഴോട്ടൊരാരോ, താഴോട്ടൊരാരോ, മണ്ടയ്ക്കോട്ടൊരാരോ. ഇതാണ് എന്തോന്ന് ഇതിൻ്റെ അസലറേഷൻ ഡയഗ്രാമായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. യൂണിഫോം വെലോസിറ്റിക്ക് അസലറേഷൻ ഇല്ല, അതിനെപ്പറ്റി നമ്മൾ ഇങ്ങനെ ചോദിക്കില്ല. പിന്നെ ഇത് വരയ്ക്കാൻ നേരത്ത് വെലോസിറ്റി ഡയഗ്രാം ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്, അസലറേഷൻ ഡയഗ്രാം ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പം ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ക്യാമൊക്കെ വരയ്ക്കുന്ന ചോദ്യത്തിൻ്റെ അകത്ത് എല്ലാം നമ്മൾ തന്ന എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ഇതിൻ്റെ മാക്സിമം വെലോസിറ്റി കണ്ടുപിടിക്കാമോ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്തുവാന്ന് വെച്ചാൽ, ഇതിൻ്റെ കേസിൽ ഇപ്പോൾ അസലറേഷൻ ഇല്ലല്ലോ, അപ്പോൾ ബി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ യൂണിഫോം വെലോസിറ്റിയുടെ കേസിൽ ബി ഈസ് ഈക്വൽ ടു എസ് ഒമേഗ ബൈ തീറ്റ എന്നാണ് അർത്ഥം. അപ്പം ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദ്യത്തിൽ ഈ ക്യാമ ഇത്ര സ്പീഡിലാണ്, ഇത്ര RPM കറങ്ങുന്നതെന്ന് പറഞ്ഞ് തന്നിരിക്കും. ഇത്ര RPM ക്യാമ കറങ്ങുന്നതെന്ന് പറഞ്ഞ് തന്നിരിക്കും. അപ്പോൾ N = ഇപ്പോൾ ഒരു 80 RPM അങ്ങനെ വല്ലതായിരിക്കും തരുന്നത്. അപ്പോൾ ഒമേഗയുടെ ഇക്വേഷൻ എന്താണ്? ഒമേഗ = 2πN/60 ആണ്. അപ്പം 2π × 80/60 എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒമേഗ എന്ന് പറഞ്ഞ സാധനം കിട്ടും. അതിൻ്റെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് ആണ്, റേഡിയൻ പെർ സെക്കൻഡ്. ഓക്കെ, അതങ്ങനെയാണ്. അപ്പം നമുക്ക് എസ് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുമല്ലോ, അത് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത് ഈ 50 എന്നുള്ള സാധനം. അത് പിന്നെ ഒമേഗ, ഈ 50 എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടാൻ നേരത്ത് മീറ്ററിലേക്ക് ആക്കി തന്നെ ഇടുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വാല്യൂ വെലോസിറ്റി = ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് തന്നെ കിട്ടും. ഓക്കെ, ഈ എസ് എന്ന് പറയുന്ന സാധനം, ഈ എസ് എല്ലാത്തിനും യൂണിറ്റ് കറക്റ്റായിട്ട് ഇട്ടേക്കുക. എസ് എന്ന് പറയുന്നത് MM-ലായിരിക്കുമല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത്, അതിനെ മീറ്ററിലേക്ക് ആക്കിയിട്ട് ഇടുക. അതുപോലെ ഒമേഗ റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അതിനകത്ത് വേറെ യൂണിറ്റ് കൺവേർഷൻ ഒന്നും വരുന്നില്ല, ഇവിടെ വാല്യൂ യൂണിറ്റ് കൺവേർഷൻ ഒന്നും വരുന്നില്ല. പിന്നെ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഇത് നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് ചെയ്യാൻ നേരത്ത് അവരെങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഔട്ട് സ്ട്രോക്ക് സംഭവിക്കുമ്പോൾ ഉള്ള മാക്സിമം വെലോസിറ്റി എത്ര
അല്ലെങ്കിൽ റിട്ടേൺ സ്ട്രോക്ക് സംഭവിക്കുമ്പോൾ ഉള്ള മാക്സിമം വെലോസിറ്റി എത്ര, അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പം ഇതിപ്പോൾ നടക്കാൻ നേരത്ത് പൊങ്ങാൻ നേരത്തുള്ള മാക്സിമം വെലോസിറ്റി എത്ര, ഇറങ്ങാൻ നേരത്തുള്ള മാക്സിമം വെലോസിറ്റി, അങ്ങനെ രണ്ടായിട്ടേ ചോദിക്കത്തുള്ളൂ, ഒറ്റ ഇതായിട്ട് അങ്ങനെ ചോദിക്കത്തില്ല. അപ്പം ഇത് എങ്ങനെ നമ്മൾ എഴുതാൻ പറ്റും? അപ്പം നമുക്ക് 2 ഇക്വേഷൻ എടുക്കത്തില്ലേ, ആ 2 ഇക്വേഷൻ ഇതിനകത്ത് തന്നെ ഞാൻ ജസ്റ്റ് എഴുതുവാണേ. അപ്പം ഇങ്ങനെ എഴുതാം. ഔട്ട് സ്ട്രോക്ക് സംഭവിക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: വി ഇസ് ഈക്വൽ ടു എസ് എപ്പോഴും സെയിം തന്നെയല്ലേ, ഇൻറ്റു ഒമേഗ സെയിം തന്നെയല്ലേ, ബൈ തീറ്റ എന്ന് പറയുന്നത് തീറ്റ ഒ, ഔട്ട് സ്ട്രോക്ക് സംഭവിക്കുമ്പോൾ തീറ്റ ഒ. അതുപോലെ തന്നെ ഇപ്പറേ വി ഇസ് ഈക്വൽ ടു എസ് ഒമേഗ ബൈ തീറ്റ ആർ. ഇത്രേ ഉള്ളൂ വ്യത്യാസം. ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് അവർ ഔട്ട് സ്ട്രോക്ക് ചോദിക്കുകയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് തീറ്റ ഒ ആയിട്ട് ഇട്ട് കൊടുക്കണം, തീറ്റ ഓടെ മാത്രം ആംഗിൾ ഇട്ട് ചെയ്യണം. തീറ്റ ആർ എന്ന് പറയുകയാണെങ്കിൽ തീറ്റ ആറിൻ്റെ മാത്രം ആംഗിൾ ഇട്ട് ചെയ്യണം. അതാണ് യൂണിഫോം വെലോസിറ്റിയുടെ ഈ ഒരു സംഭവം. ഇനിയിപ്പം സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ വെലോസിറ്റി ഡയഗ്രാം എങ്ങനെയാ, അസലറേഷൻ ഡയഗ്രാം എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ 2 ഇക്വേഷനും, വെലോസിറ്റിയുടെ ഇക്വേഷനും അസലറേഷൻ്റെ ഇക്വേഷനും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തോന്ന് ചെയ്യുന്നു, ഈ തീറ്റ ഒ തുടങ്ങുന്നില്ലേ, അതിനെ ഞാൻ ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു, താഴെ വരെ കൊടുത്തു. തീറ്റ ഒ തീരുന്നില്ലേ ആറിൽ, അത് ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. പിന്നെ അടുത്ത എന്നതാ തീറ്റ ആറ്, അതിനും ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. അതുപോലെ തീറ്റ ആറ് അവസാനിക്കുന്നതിൻ്റെ അവിടെയും ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക, രണ്ടും കൂടെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഡയഗ്രാം ഒന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെ പേനയും കൊണ്ട് ജസ്റ്റ് വരയ്ക്കുക. ഇവിടം വരെയാണോ? അല്ല, കുറച്ചും കൂടെ നീട്ടണം, കാരണം എന്താണെന്നുണ്ട്, ഈ റിമൈനിങ് ബെല്ലും കൂടെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് ശകലമായിട്ട് താഴെയായിട്ടും കൂടെ വെച്ചിട്ട് ഒരു ലൈനും കൂടെ കൊടുക്കുക, ഇവിടെ വെച്ച് കൊടുക്കുക. രണ്ടും കൂടെ കൊടുക്കണ്ടേ, കുറച്ചും കൂടെ നീട്ടി വരച്ചു. ഓക്കെ, ഇനിയിപ്പം ഇതിപ്പം സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വെലോസിറ്റി ഡയഗ്രാം എന്ന് പറയുന്നത് ഇങ്ങനെ വരും. എങ്ങനെയാണ്? കണ്ടുപോയി. അതായത് ഒരു റൗണ്ടായിട്ട് ഇങ്ങനെ വരും. അയ്യോ, ഇവിടെയാണോ വരയ്ക്കേണ്ടത്? സോറി, തെറ്റിപ്പോയി. ഇങ്ങനെ റൗണ്ടായിട്ട് വരും. കറണ്ട് പോയപ്പോൾ അത് ശ്രദ്ധിച്ചു. ഇതിങ്ങനെ വരും. ഇങ്ങനെയില്ല കേട്ടോ, ഇതിങ്ങനെ വരും. അതിനുശേഷം ഇതിങ്ങനെ, ഇതും റൗണ്ടാണ്, കറക്റ്റ് ആ ഒരു പാരബോള പോലത്തെ ഷേപ്പ്. ഓക്കെ, ഇതിങ്ങനെ നല്ല റൗണ്ടായിട്ട് ഇവിടെ വരും. അതുപോലെ ഇത് നല്ല റൗണ്ടായിട്ട് വരും. ഓക്കെ, ഇനിയിപ്പം അതിൻ്റെ ഇതാണ് വെലോസിറ്റി ഡയഗ്രാം. അസലറേഷൻ ഡയഗ്രാം എങ്ങനെ വരും? ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഇവിടെ ഇതിങ്ങനെ താഴ്ന്നു നിൽക്കും. എന്നിട്ട് ഇതിങ്ങനെ നല്ല വളവിൽ ഇങ്ങനെ വന്ന് മുട്ടും. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കും. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് ഇതിങ്ങനെ ഇതിപ്പം ഈ കേസിൽ ഒരെണ്ണം ചെറുതായിട്ടിരിക്കുന്ന ഒരെണ്ണം വലുതായിട്ടിരിക്കുന്ന പോലെ തോന്നാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്ന ആംഗിൾ 60ഉം ഇവിടെ എടുത്തിരിക്കുന്നത് 120 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം, ഇപ്പം സപ്പോസ് ഇപ്പോൾ ഇവിടെ ഒരു 60 ഡിഗ്രിയാണ്, ഇതും ഒരു 60 ഡിഗ്രി ആയിരുന്നെങ്കിൽ ഇതെല്ലാം സെയിം ഷേപ്പിൽ നല്ല ഇതായിട്ടിരുന്നതിനെ കാണാൻ. ഇപ്പോൾ സൈക്ലോയിഡിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാരണം സൈക്ലോയിഡിൽ നമ്മൾ 60 ഡിഗ്രി വെച്ചല്ലേ എടുത്തത്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് വരയ്ക്കാനത് നിങ്ങൾക്ക് രണ്ടും സിമെട്രിക്കലായിട്ട് തന്നെ ഇരിക്കും. ഇതിപ്പോൾ അതിൻ്റെയാണ് ഒരു വ്യത്യാസം, ആംഗിളിൻ്റെയാണ് ഒരു വ്യത്യാസം. ഓക്കെ, ഇതാണ് എന്തോന്ന് അസലറേഷൻ ഡയഗ്രാം. മനസ്സിലായോ? അതായത് നമ്മൾ ജസ്റ്റ് തീറ്റ ഒ തുടങ്ങുന്നതിൻ്റെ അവിടെ നിന്നും തീറ്റ ഒ അവസാനിക്കുന്നതിൻ്റെ അവിടെ നിന്നും ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. അതുപോലെ തന്നെ തീറ്റ ആർ തുടങ്ങുന്നതിൻ്റെ അവിടെ നിന്നും തീറ്റ ആർ അവസാനിക്കുന്നതിൻ്റെ അവിടെ നിന്ന് ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. അതിനുശേഷം എന്നാ ചെയ്തു? എന്നിട്ട് വെലോസിറ്റി ഡയഗ്രാം, വെലോസിറ്റി ഡയഗ്രാം പറഞ്ഞ് ഇവിടെ നിന്ന് ഇതിങ്ങനെ പൊങ്ങി ഇവിടെ വന്ന് മുട്ടുന്നു, തിരിച്ച് ഇതിവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി ഇവിടെ വന്ന് മുട്ടുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇതിൻ്റെ ഇവിടെ ഇതിങ്ങനെ കൂട്ടിമുട്ടിക്കുക. അതുപോലെ തന്നെ ഇതിനിങ്ങനെ അങ്ങോട്ടേക്ക് വിട്ടേക്കുക. ഓക്കെ, അതാണ് വെലോസിറ്റി ഡയഗ്രാം. എന്നിട്ട് അസലറേഷൻ ഡയഗ്രാം ആണെങ്കിൽ ഇതിങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ വരുന്നു. അതിനുശേഷം ഇതിങ്ങനെ കൂട്ടിമുട്ടിക്കുന്നു. ബെല്ലല്ലേ, ഒന്നുമില്ല. അതിനുശേഷം പിന്നെ ഇതിങ്ങനെ ഇതായി ഇങ്ങനെ വരുന്നു. എന്നിട്ട് ഇതിനെ ബാലൻസിന് ഇങ്ങനെ വിടുന്നു. ഇതാണ് ഇതിൻ്റെ അസലറേഷൻ ഡയഗ്രാം. ഓക്കെ, ഇനിയിപ്പോൾ വെലോസിറ്റിയുടെ ഇതിൻ്റെ മാക്സിമം
ഇക്വേഷൻ നോക്കാം. വി ഇസ് ഈക്വൽ ടു എന്താണ് ഇതിൻ്റെ വി ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ പൈ ഒമേഗ എസ് ബൈ 2θ എന്നാണ്. ഓക്കെ. അസലറേഷൻ്റെ എ എന്ന് പറയുന്നത് കാണാമോ? എ എന്ന് പറയുന്നത് 4 ഒമേഗ പിന്നെ 4 അല്ലല്ലോ, പൈ സ്ക്വയർ ഒമേഗ സോറി പൈ സ്ക്വയർ ഒമേഗ സ്ക്വയർ എസ് ബൈ 2θ സ്ക്വയർ എന്ന് പറഞ്ഞാണ്. ഓക്കെ. വെലോസിറ്റിയുടെ ഇക്വേഷൻ വി ഇസിക്കൽ ടു പൈ ഒമേഗ എസ് ബൈ 2θ. എ എന്ന് പറയുന്നത് പൈ സ്ക്വയർ ഒമേഗ സ്ക്വയർ എസ് ബൈ 2θ സ്ക്വയർ എന്ന് പറഞ്ഞാണ്. അങ്ങനെയല്ലേ? ഓക്കെ ആണ്, കറക്റ്റാണ്, പക്ക. ശരി. ഇനിയോ ഇതിപ്പം ഞാനിതിപ്പം ഒറ്റ ഇക്വേഷൻ പഠിച്ചിട്ട് നമുക്ക് ആക്ച്വലി നമ്മൾ കണക്കിൽ ചെയ്യാൻ പറ്റാത്ത എങ്ങനെ വരും? അവർ ചോദിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ തീറ്റ ഓടെ മാക്സിമം വെലോസിറ്റി, അല്ലെങ്കിൽ തീറ്റ ആറിൻ്റെ മാക്സിമം വെലോസിറ്റി, അതുപോലെ തന്നെ തീറ്റ ഓയിൻ്റെ മാക്സിമം അസലറേഷൻ, തീറ്റ ആറിൻ്റെ മാക്സിമം അസലറേഷൻ, അങ്ങനെ പറഞ്ഞേ ചോദിക്കത്തുള്ളൂ. അപ്പം തീറ്റ ഓടെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? തീറ്റ ഓടെ ചോദിക്കുകയാണെങ്കിൽ വെലോസിറ്റി ചോദിക്കുകയാണെങ്കിൽ പൈ ഒമേഗ എസ് ബൈ 2θ ഓ എന്ന് പറഞ്ഞ് എടുക്കണം. ഓക്കെ. അതുപോലെ ഇവിടെ പൈ ഒമേഗ എസ് ബൈ 2θ ആർ എന്ന് പറഞ്ഞ് എടുക്കണം. ഇതാണ് ഇതിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ, തീറ്റ ഓയിലും തീറ്റ ആറിലും. ഇനിയിപ്പോൾ അസലറേഷൻ ആണെങ്കിലോ എ ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഒമേഗ സ്ക്വയർ എസ് ബൈ 2θ ഓ സ്ക്വയർ. ഓക്കെ. തീറ്റ ഓയിൻ്റെ സ്ക്വയർ. അതുപോലെ തന്നെ ഇവിടെയും എ ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഒമേഗ സ്ക്വയർ എസ് ബൈ 2θ ആർ സ്ക്വയർ എന്ന് പറഞ്ഞ് വരും. ഓക്കെ. ആർ സ്ക്വയർ എന്ന് പറഞ്ഞ് വരും. ഇതിൻ്റെ സ്ക്വയർ ആണ് ബ്രാക്കറ്റ്. ഓക്കെ. അപ്പം അങ്ങനെയാണ് സംഭവം വരുന്നത്. അപ്പോൾ ഇതാണ് എന്തോന്ന് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതിൻ്റെ വെലോസിറ്റി ഡയഗ്രാം ചോദിച്ചാൽ ഇങ്ങനെ വരയ്ക്കണം, അസലറേഷൻ ഡയഗ്രാം ചോദിച്ചാൽ ഇങ്ങനെ വരയ്ക്കണം. അതിൻ്റെ ഇക്വേഷൻ മാക്സിമം വെലോസിറ്റി ഇക്വേഷൻ വി ഇസിക്കൽ ടു പൈ ഒമേഗ എസ് ബൈ 2θ. അസലറേഷൻ എന്ന് പറയുന്നത് പൈ സ്ക്വയർ ഒമേഗ സ്ക്വയർ എസ് ബൈ 2θ സ്ക്വയർ. അതിൻ്റെ അത് തീറ്റ ഓ ആണ് ചോദിക്കുന്നത്, തീറ്റയുടെ അവിടെ ഓ ഇട്ട് കൊടുക്കുക, തീറ്റ ഓ ഇട്ട് കൊടുക്കുക. റിട്ടേൺ സ്റ്റോക്കിൻ്റെ ചോദിക്കുന്നത് തീറ്റ ആർ ഇട്ട് കൊടുക്കുക. അങ്ങനെ. ഓക്കെ. ഇനിയിപ്പോൾ അടുത്തത് യൂണിഫോം അസലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ. യൂണിഫോം അസലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ്റെ അതേപോലെ ഞാൻ ജസ്റ്റ് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് പറഞ്ഞു? എവിടെ നിന്നാണ് തുടങ്ങുന്നത്? തീറ്റ ഓടെ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ലൈൻ ഓഫ് ആക്ഷൻ. ഓക്കെ. തീറ്റ ഓ അവസാനിക്കുന്നതിൻ്റെ അവിടെ നിന്ന് ലൈൻ ഓഫ് ആക്ഷൻ. ഓക്കെ. തീറ്റ ആർ തുടങ്ങുന്നതിൻ്റെ അവിടെ നിന്ന് ലൈൻ ഓഫ് ആക്ഷൻ. തീറ്റ കണ്ടുവന്നു. തീറ്റ ആർ അവസാനിക്കുന്നതിൻ്റെ അവിടെ നിന്ന് ലൈൻ ഓഫ് ആക്ഷൻ. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് ജസ്റ്റ് ഒരു ഹോറിസോണ്ടൽ ലൈന് വെറുതെ കൊടുത്തു, കുറച്ച് നീട്ടി കൊടുത്തു, കാരണം ബെല്ലും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതുപോലെ തന്നെ കുറച്ച് തൊട്ട് താഴെയായിട്ട് അടുത്തതും കൂടെ കൊടുത്തു. ഓക്കെ. ഇനിയിപ്പം ഞാൻ ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത് വെലോസിറ്റി ഡയഗ്രാം. കാണാമോ? വെലോസിറ്റി ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. വെലോസിറ്റി ഡയഗ്രാമത്തിൽ ഇതെങ്ങനെ വരും എന്ന് വെച്ചാൽ മുള്ളു പോലെ വരും. ഓക്കെ. ഇങ്ങനെ വരും. അതുപോലെ ഇത് വളവ് തരുമൊന്നുമല്ല, കറക്റ്റ് സ്ട്രെയിറ്റ് ആണ്. സ്കെയിൽ വെച്ച് വേണം വരയ്ക്കാൻ. ഓക്കെ. ഇതെങ്ങനെ വരുമെന്ന് അറിയാമോ? ഇത് ഇങ്ങനെ ഇവിടെ ഇത്ര ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്ര ഇത്, അതുപോലെ തന്നെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്ര ഇത് ഇവിടെ നിന്ന് ഇത്ര ഇത്. എന്നിട്ട് എങ്ങനെ വരുമെന്ന് വിചാരിച്ചാൽ ഇതെല്ലാം ഈ മൂന്നിൻ്റെ ഇതിലെ കൂടെ കട്ടാക്കുമെന്ന് വേണമെങ്കിൽ വിചാരിച്ചു. ഓക്കെ. ഇങ്ങനെ കൂടെ കട്ടാകുന്ന പോലെ ഇവിടെ മേലെ വരുമായിരിക്കും. എന്നിട്ട് ഇത് താഴെ. ഇതൊക്കെ സ്കെയിലും കൊണ്ടാണ് വരയ്ക്കുന്നത്. സ്കെയിലും കൊണ്ട് കറക്റ്റായിട്ട് ഇതിങ്ങനെ പെർഫെക്റ്റ് ഇതായിട്ടിരിക്കും. അതുപോലെ തന്നെ ഇത് മൂന്നിൻ്റെ ഇതിലെ കൂടെ വേണത് കറക്റ്റ് ഇതിങ്ങനെ പോകാനായിട്ട്. അതായത് ഇതിൻ്റെ സെൻറ്റർ ഇല്ലേ, ഇതിൻ്റെ സെൻറ്റർ എടുത്തല്ലേ നമ്മളിവിടെ ഇത് വരയ്ക്കുന്നത്. അതിന് തന്നെ നേരെ ഇങ്ങനെ താഴായിട്ട് ഇങ്ങനെ വരും. അത് നല്ല ഷാർപ്പായിട്ടിരിക്കും. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതിങ്ങനെ വന്ന് ഇതിങ്ങനെ വന്ന് ഇതിങ്ങനെ വന്ന് ഇങ്ങനെ വരും. ഇതിങ്ങനെയാണ്. ഓക്കെ.
ഓക്കെ. ഇവിടെ നിന്ന് ഇതിങ്ങനെ തുടങ്ങി ഇവിടം വരെ പോകും, അതായത് 3ന്റെ നടുക്കായിട്ട്. എന്നിട്ട് അത് ഇവിടെ നിന്ന് ഇങ്ങനെ താഴും. അതിനുശേഷം അനക്കമൊന്നുമില്ല, അങ്ങനെ ഇരിക്കും. പിന്നെ അതിനുശേഷം അതിങ്ങനെ നേരെ ഇറങ്ങും. അതിനുശേഷം ഇത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വരും. പിന്നെ അതിൻ്റെ നോർമൽ ഇങ്ങനെ പോകും. അസലറേഷൻ എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി ഇത്ര ഇതിങ്ങനെ വന്ന് താഴെ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് ഇത് ഇങ്ങനെ മണ്ടയ്ക്ക് പോയിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അസലറേഷൻ ഡയഗ്രാം. ഓക്കെ, ഇനിയിപ്പം ഇതിൻ്റെ ഇക്വേഷൻ നോക്കാം. ഓക്കെ, ഇക്വേഷൻ എന്ന് പറയുമ്പം യൂണിഫോം അസലറേഷൻ ഇൻട്രഡക്ഷന് V = എന്ന് പറയുന്നത് V = 2ωs ബൈ നമ്മുടെ തീറ്റ ആയിരുന്നു. ഇതിൻ്റെ അസലറേഷൻ എന്ന് പറയുന്നത് 4ω²s ബൈ തീറ്റ സ്ക്വയർ ആണ്. ഓക്കെ, യൂണിഫോം അസലറേഷൻ ഇൻട്രഡക്ഷൻ്റെ ഇക്വേഷൻ ഇത് തന്നെയാണ്. V = 2ωs ബൈ തീറ്റ, A = 4ω²s ബൈ തീറ്റ സ്ക്വയർ. ഓക്കെ, ഇനിയിപ്പം ഇതിൻ്റെ വെലോസിറ്റിയുടെ ഔട്ട് സ്ട്രോക്കിലുള്ളതാണെങ്കിൽ ഇത് എങ്ങനെ എഴുതും? 2ωs ബൈ തീറ്റ O. ഇപ്പറയാണെങ്കിലോ 2ωs ബൈ തീറ്റ R ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി ആയി. അസലറേഷൻ ആണെങ്കിലോ 4ω²s ബൈ തീറ്റ O സ്ക്വയർ. അതുപോലെ തന്നെ ഇപ്പറയോ 4ω²s ബൈ തീറ്റ R സ്ക്വയർ. ഓക്കെ, അതാണ് ഇതിൻ്റെ ഇക്വേഷൻ. പിന്നെ അതാണ് ഞാൻ ഈ പടം ആദ്യം ഈ പടം കാണിച്ചത് ഇതുകൊണ്ടാണ്. ഇതിപ്പോൾ നിങ്ങൾ ഈ ഒരു സെറ്റിൽ ഓർത്തിരുന്നാൽ മതി. സൈക്ലോയിഡലും കൂടെ പറയാം. ഇത് തെറ്റരുത്, ഇതിങ്ങനെയാണ്. ഇതിങ്ങനെ വന്ന് ഇങ്ങനെയാണ്, മനസ്സിലായോ? ഇങ്ങനെ വന്ന് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ. അതിനുശേഷം ഇതിങ്ങനെ ഹൈലൈറ്റ് മുട്ടിക്കുക. അതിനുശേഷം ബെല്ലും കൂടെ ഇങ്ങനെ കാണിക്കുക. ഇതാണ് ഇതിൻ്റെ അസലറേഷൻ ഡയഗ്രാം. ചില ചോദ്യത്തിൽ ഇങ്ങനെ എന്താ പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ഒപ്പം വരയ്ക്കുന്നതിനോട് തന്നെ വെലോസിറ്റി ഡയഗ്രാം അസലറേഷൻ ഡയഗ്രാം കൂടെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും, മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ ആ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കുന്നതിന് കുറച്ച് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്ത് ലിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഹൊറിസോണ്ടൽ ലൈൻ കൊടുത്ത് ഇങ്ങനെ വരച്ചാൽ മതി. പിന്നെ മസ്റ്റായിട്ട് മിക്കപ്പോഴും ചോദിക്കുന്നത് തീറ്റ ഓയിലെ മാക്സിമം വെലോസിറ്റി പറയുക, അല്ലെങ്കിൽ തീറ്റ ഓയിലെ മാക്സിമം അസലറേഷൻ പറയുക, അങ്ങനെ പറഞ്ഞ് ചോദിക്കും. അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇക്വേഷനാണ് ഇത്. ഓക്കെ, ഇനിയിപ്പം ഡിസ്പ്ലേസ്മെന്റ് സൈക്ലോണൽ മോഷൻ അത് അങ്ങനെ തന്നെ. ഇതൊന്നാണ് തീറ്റ O തുടങ്ങുന്ന സ്ഥലം, തീറ്റ O അവസാനിക്കുന്ന സ്ഥലം, തീറ്റ R തുടങ്ങുന്ന സ്ഥലം, തീറ്റ R അവസാനിക്കുന്ന സ്ഥലം. എന്നിട്ട് ചുമല വെച്ച് വരയ്ക്കട്ടോ, ചുമല കട്ട് ചെയ്യാം. ഇപ്പോൾ വന്നിട്ട് സിമ്മട്രിക്കലായിട്ടിരിക്കും നമ്മൾ വരയ്ക്കുമ്പോൾ. കാരണം ഇതാ ഇപ്പറേ 60 ഇപ്പറേ 60ആണല്ലോ. അയ്യോ, ഇങ്ങനെയല്ല, ഇത് കുറച്ചും കൂടെ നീട്ടി വരയ്ക്കണം. ആ റിമൈനിങ് ബെല്ലും കൂടെ കാണിക്കാൻ വേണ്ടി നീട്ടി വരയ്ക്കണം. ഓക്കെ, ഇത് അതുപോലെ തന്നെ കുറച്ചും കൂടെ നീട്ടി വരയ്ക്കണം. ശരി, ഇനിയിപ്പോൾ എന്താണ്? ഇനിയിപ്പം ഇതിൻ്റെ എന്ന് പറയുന്ന നേരത്ത് ഇതിൻ്റെ വന്നിട്ട് ഇതൊരു മല പോലെ എന്ന് വെച്ചാൽ പതുക്കെ ഇങ്ങനെ കയറി അതുപോലെ തന്നെ പതുക്കെ ഇങ്ങനെ വരും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ അതേപോലെ തന്നെ താഴെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് അതേപോലെ തന്നെ ഇതിവിടെ ഇങ്ങനെ വന്ന് പോകും. നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് കിട്ടിയല്ലോ. ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെയല്ല, ഇങ്ങനെയും അതുപോലെ തന്നെ ഇങ്ങനെ, അതാണ് സംഭവം. ഇതാണ് വെലോസിറ്റി ഡയഗ്രാം. ഇനിയിപ്പോൾ അടുത്ത അസലറേഷൻ ഡയഗ്രാം വരയ്ക്കാം. അസലറേഷൻ ഡയഗ്രാം എന്ന് പറയുമ്പം ഇങ്ങനെയാണ്. സാധാരണ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പോലെ വേവ് ലെങ്ത് വരയ്ക്കുന്ന പോലത്തെ സാധനമാണ് ഇത്. പിന്നെ ഇതിനെ നേരെ മറ്റേ രീതിയിൽ ഇതാണ് എന്തോന്ന്, ഇതിൻ്റെ അസലറേഷൻ ഡയഗ്രാം. ഓക്കെ, വെലോസിറ്റി ഡയഗ്രാം ഇതിങ്ങനെ വരും. വെലോസിറ്റി ഡയഗ്രാമിൻ്റെ റിട്ടേൺ സ്ട്രോക്ക് ഇങ്ങനെ, അസലറേഷൻ ഡയഗ്രാമിൻ്റെ ഔട്ട് സ്ട്രോക്ക് ഇങ്ങനെ, റിട്ടേൺ സ്ട്രോക്ക് ഇങ്ങനെ. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്തോന്നാണ്? V എന്ന് പറയുന്നത് 2ωs ബൈ
തീറ്റ. എ എന്ന് പറയുന്നത് 2π ω²s/θ². പക്ക. അപ്പം ഇത് വരാൻ നേരത്തെ എങ്ങനെ വരും? 2ωs/θo അല്ലേ, 2ωs/θr അല്ലേ. അതുപോലെ തന്നെ ഇവിടെയോ 2π ω²s/θo². അതുപോലെ ഇവിടെയോ 2π ω²s/θr². ശരിയല്ലേ? അപ്പോൾ ഏതായാലും ഇതാണ് സൈക്ലോയിഡൽ മോഷന്റെ വെലോസിറ്റി ഡയഗ്രാമും അക്സലറേഷൻ ഡയഗ്രാമും. ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം പഠിച്ചു 4 എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന്. സ്ട്രോക്ക്, തീറ്റ ഡി, തീറ്റ ഈ 4 സാധനം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം സുഖമായിട്ട് വരയ്ക്കാൻ പറ്റും. ഓരോന്നിനും ഓരോ ഇതിലാണ് വരയ്ക്കേണ്ടത്. യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി വരച്ചാൽ മതി. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ സൈഡിലൊരു സെമി സർക്കിൾ പോലെ വരച്ചിട്ട് അതിനെ ഈക്വൽ പാർട്സ് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ പാരലൽ വരച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ. യൂണിഫോം അക്സലറേഷൻ റിട്ടാർഡേഷൻ ആണെങ്കിൽ നടുക്കത്തെ ലൈൻ, അതായത് ഈക്വൽ പാർട്സ് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ നടുക്കത്തെ ആ പാർട്ടിനെ വന്നിട്ട് നമ്മൾ എത്ര ഈക്വൽ പാർട്സ് ആണ് ആക്കി അതുപോലെ 6 ഈക്വൽ പാർട്സ് ഞാൻ ആക്കിയെങ്കിൽ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അറ്റത്ത് നിന്ന് 3 ഇങ്ങനെ വരയ്ക്കുക, അപ്പുറത്ത് നിന്ന് 3 ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം അത് തമ്മിൽ കൂട്ടിമുട്ടുന്നതാണ് എന്തോന്ന് അത് മറ്റേ സംഭവം. അപ്പം ഇങ്ങനെയാണ് യൂണിഫോം അക്സലറേഷൻ റിട്ടാർഡേഷൻ വരുന്നത്. അത് ഓർത്തിരിക്കുക. ഓക്കെ. സൈക്ലോയിഡൽ മോഷൻ എന്ന് പറയുമ്പോൾ ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ s/2π അതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പം അത് ഓർത്തിരിക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ എന്തോന്ന് ചെയ്യും, നമ്മൾ നടുക്കത്ത് ഇതിനിങ്ങനെ യൂണിഫോം വെലോസിറ്റിക്ക് വരയ്ക്കുന്ന പോലെ ഇങ്ങനെ വരച്ചിട്ട് അതിന് പാരലിൽ 4, 5 കൂട്ടിമുട്ടുന്നതും 1, 2 കൂട്ടിമുട്ടുന്നതും കൂടെ വരയ്ക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇനിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ താഴെ നിന്നാണ് ഇത് 1, 2, 3, 4, 5, 6 വരുന്നത്. 3 ലെഫ്റ്റിലും 6 റൈറ്റിലും. മണ്ടയ്ക്കോട്ട് വരയ്ക്കാൻ നേരത്ത് 6 ലെഫ്റ്റിലും 3 റൈറ്റിലും. ഓക്കെ. ഇങ്ങനെയാണ് നമ്പർ കൊടുക്കുന്നത്. 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അതങ്ങനെ കൊടുത്തിട്ടാണ് ഇത് വരയ്ക്കുന്നത്. ഓക്കെ. സൈക്ലോയിഡൽ എന്ന് പറയുമ്പോൾ പെരിത്തിനുണ്ട് സർക്കിൾ വരച്ച് വരയ്ക്കുന്നതാണ്. ശരി. അപ്പം ഈ 4 പറഞ്ഞു. അതിനുശേഷം മറ്റേ കൂടെ ചോദിക്കുന്ന മറ്റേ മാക്സിമം വെലോസിറ്റി, മാക്സിമം അക്സലറേഷൻ എത്ര എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷനും പറഞ്ഞു. പിന്നെ സപ്പോസ് വെലോസിറ്റി ഡയഗ്രാം സൂചിപ്പിക്കാനോ ആക്സലറേഷൻ ഡയഗ്രാം സൂചിപ്പിക്കാനോ പറഞ്ഞാൽ അതിനുള്ളതും പറഞ്ഞു. ഇനിയിപ്പം നമുക്ക് ക്യാം വരയ്ക്കുന്നത് നോക്കാം. നമുക്ക് നോക്കാം. അപ്പോൾ ക്യാം എന്ന് പറയുന്നത് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചല്ലോ. ക്യാം എന്ന് പറയുമ്പോൾ നമുക്ക് നൈഫ് എഡ്ജ് ഫോളോവറിന്റെ ക്യാം ഉണ്ട്, റോളർ ഫോളോവറിന്റെ ക്യാം ഉണ്ട്, ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവറിന്റെ ക്യാം ഉണ്ട്, സ്ഫെറിക്കൽ ഫോളോവറിന്റെ ക്യാം ഉണ്ട്. മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ളത് നൈഫ് എഡ്ജ് ഫോളോവറിന്റെ ക്യാം അല്ലെങ്കിൽ റോളർ ഫോളോവറിന്റെ ക്യാം. അപ്പം ക്യാം 2 ഉണ്ട്. ഒന്ന് ഈ ക്യാം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇത് ഇങ്ങനെയാണല്ലോ ക്യാം ഇരിക്കുന്നത്. ഇതായിരിക്കും ക്യാമിന്റെ ക്യാം ഷാഫ്റ്റിന്റെ സെന്റർ. അപ്പം ഒരു ഭാഗമായിരിക്കും ഇങ്ങനെ ഒരു ലിഫ്റ്റ് വന്ന് ഇങ്ങനെ പ്രൊജക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ. അപ്പം ഫോളോവർ കറക്റ്റ് ഇതിന്റെ ക്യാമിന്റെ ഈ സെൻട്രൽ ആക്സിസിൽ കൂടെ തന്നെയാണ് ഫോളോവർ എന്ന് പറയും. അതായത് ക്യാം ഷാഫ്റ്റിന്റെ ആക്സിസിന്റെ ആ ഇതിൽ തന്നെയാണ് ഫോളോവർ നിൽക്കുന്നതെന്ന് പറയും. ഇതാണ് എന്തോന്ന് നോർമൽ ആയിട്ടുള്ളത്. ഇനിയിപ്പം ക്യാം ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, സോറി. അപ്പൊ ഇത് വന്നിട്ട് ക്യാം ഷാഫ്റ്റിന്റെ സെന്റർ ഷാഫ്റ്റ്. അപ്പം ഇതിന്റെ ആക്സസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഇതാണ്, ഇവിടത്തെ പോലെ തന്നെ. ഓക്കെ. ഇനിയിപ്പം അവര് പറയും ഇത് ക്യാം ഷാഫ്റ്റിൽ കൂടെ അല്ല, ക്യാം ഷാഫ്റ്റിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറിയായിരിക്കും. അതായത് ചിലപ്പം ഇവിടെ ആയിട്ടായിരിക്കും എന്തോന്ന് വരുന്നത്, ഫോളോവർ വരുന്നത്. ഇവിടെ ആയിട്ടായിരിക്കും ഫോളോവർ വരുന്നത്. ഇത്രയും ഡിസ്റ്റൻസ് ഇതിന്റെ ഫോളോവറിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ക്യാം ഷാഫ്റ്റിന്റെ സെന്ററിൽ നിന്നുള്ള ആക്സിസിൽ നിന്ന് ഇത്രയും ദൂരം മാറിയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഓഫ്സെറ്റ്. ഓക്കെ. ഇത് സാധാരണ നോർമൽ ക്യാം വരയ്ക്കുന്നതാണ്. നോർമൽ ക്യാം എന്ന് പറയുമ്പോൾ ഫോളോവർ എന്ന് പറയുന്ന സാധനം എവിടെ തന്നെ ഇരിക്കും, ക്യാം ഷാഫ്റ്റിന്റെ ആക്സിസിൽ കൂടെ തന്നെ പാസ്സാവും. ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ക്യാം ഷാഫ്റ്റിന്റെ ആക്സിസ് ഇവിടെ ഇങ്ങനെ പോകും, ഇതല്ലാതെ ഇത്ര ദൂരം മാറി എന്ന് പറയും. ക്വസ്റ്റ്യനിൽ തന്നെ പറയും റൈറ്റിലേക്ക് മാറിയിട്ടാണെന്ന് പറയും, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് മാറിയിട്ടാണെന്ന് പറയും. ലെഫ്റ്റിലേക്ക് മാറിയിട്ടാണെങ്കിൽ ഇതിങ്ങനെ വരും. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്കായിരിക്കും അതെടുത്തിട്ട് ലെഫ്റ്റിലേക്കായിരിക്കും വരയ്ക്കുന്നത്. ഓക്കെ. അപ്പം 2 തരം ക്യാം ഉണ്ട്, നോർമൽ ക്യാം ഉണ്ട്, ഓഫ്സെറ്റ് ക്യാമും ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം നൈഫ് എഡ്ജ് ഫോളോവറിന്റെ നോർമൽ ക്യാമും
റോളർ ഫോളോവറിന്റെ നോർമൽ ക്യാമും കൂടെ വരയ്ക്കുന്നത് രണ്ട് ക്യാം. ഓക്കെ, രണ്ട് ക്യാം വരയ്ക്കുന്നത് പഠിപ്പിക്കാം. അതിനുശേഷം നൈഫ് എഡ്ജ് ക്യാമിന്റെ ഓഫ്സെറ്റും അതുപോലെ തന്നെ റോളറിന്റെ ഓഫ്സെറ്റും വരുന്നത് അടുത്ത പഠിക്കാം. അങ്ങനെ ഈ നാല് ക്യാം അപ്പോഴത്തേക്കും വരയ്ക്കാൻ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, സെറ്റ് ആവും. പിന്നെ അതിന് ഈ നാല് ക്യാമ വരച്ചതിന് ശേഷം ഫ്ലാറ്റ് ഫേസ് ആണെങ്കിൽ അതിനകത്ത് എങ്ങനെയായിരിക്കും വരുന്നതെന്ന് പറഞ്ഞ് ജസ്റ്റ് പറയാം. സ്ഫെറിക്കൽ ഫോളോവർ ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞ് ജസ്റ്റ് പറയാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണമായിരുന്നു? സ്ട്രോക്ക് വേണമായിരുന്നു, തീറ്റ ഓ വേണമായിരുന്നു, തീറ്റ ഡി വേണമായിരുന്നു, തീറ്റ ആർ വേണമായിരുന്നു. ഈ 4 ഐറ്റം വേണം. ഇത് എന്തിനാണ്? ഒരു ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കാനായിട്ട്. ഇനിയിപ്പോൾ ഒരു ക്യാം വരയ്ക്കാനായിട്ട് നമുക്ക് ക്യാമിന്റെ റേഡിയസ് വേണം. അതായത് എത്ര റേഡിയസ് എടുത്താണ് ക്യാം വരയ്ക്കുന്നത് എന്ന് പറഞ്ഞ് വേണം. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബേസ് സർക്കിൾ റേഡിയസ്. ബേസ് സർക്കിൾ റേഡിയസ് അല്ലെങ്കിൽ ക്യാം സർക്കിൾ റേഡിയസ് എന്ന് പറയും. പിന്നെ ബേസ് സർക്കിൾ റേഡിയസ്, ക്യാം സർക്കിൾ, മിനിമം റേഡിയസ് ഓഫ് ദ ക്യാം എന്നും പറയും. അത് തന്നെ, മിനിമം റേഡിയസ് ഓഫ് ദ ക്യാം എന്നും പറയും. മിനിമം റേഡിയസ് ഓഫ് ദി ക്യാം എന്നും പറയും. അങ്ങനെ ഈ 3 പേരിൽ അത് കാണുമ്പോഴേ അറിയാൻ പറ്റുന്നത് ക്യാമിന്റെ റേഡിയസ് ആണ് അവർ പറയുന്നത്. അപ്പൊ ഈ ഒരു സാധനം ഉണ്ടെങ്കിലും ഈ ഒരു സാധനവും പിന്നെ തീറ്റ ഓ, തീറ്റ ഡി, തീറ്റ ആർ, ഇത് ഇത്ര പിന്നെ ഇതും കൂടെ വെച്ചിട്ടാണ് നമ്മൾ എന്തോന്ന് വരയ്ക്കുന്നത്? ക്യാം വരയ്ക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ ജസ്റ്റ്, അതായത് ഒരു ക്യാം ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഇത് ഇവര് ക്ലോക്ക് വൈസ് ആണ് പറഞ്ഞിട്ടുണ്ട്. ക്ലോക്ക് വൈസ് ആണ് പറയുമ്പം ഇതിപ്പം ക്യാം ഷാഫ്റ്റ് ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഫോളോവർ, ഇതിന്റെ ഷാഫ്റ്റിൽ കൂടെയാണ് ഇങ്ങനെയാണ് ഫോളോവർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് കറങ്ങാൻ തുടങ്ങിയ ഉടനെ ഇതിങ്ങനെ പൊങ്ങത്തുള്ളൂ, പിന്നെ ഡെല്ല് വരത്തുള്ളൂ, പിന്നെ താഴത്തുള്ളൂ. സപ്പോസ് ഇതിപ്പോ ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണെന്നിരിക്കട്ടെ. അപ്പൊ ഇത് എന്ത് പറ്റിയേ? ആദ്യത്തെ കുറച്ചു നേരം ഇതിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. കാരണം എന്താണ്? ഇത് ഇത്രയും ഇങ്ങനെ കറങ്ങി വന്നതിന് ശേഷമാണ് പിന്നെ ഇതിങ്ങനെ പൊങ്ങി ഇങ്ങനെ താഴത്തുള്ളൂ, അല്ലെ? അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ പടം വരയ്ക്കാൻ പോകാൻ നേരത്ത് ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ടോ നോക്കുക. ചില സമയത്ത് ക്യാം റൊട്ടേറ്റ്സ് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ് പറയും, ചില സമയത്ത് ക്യാം റൊട്ടേറ്റ്സ് കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ് പറയും. ഇപ്പം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ അതാണ് അതിൻ്റെ ഇത്. അപ്പൊ ഞാൻ ആദ്യം നൈഫ് എഡ്ജ് ഫോളോവർ ഉള്ള ക്യാം വരയ്ക്കാം. ക്യാം ഓഫ്സെറ്റ് ഒന്നുമില്ല, നോർമൽ ക്യാമാ വരയ്ക്കുന്നത്. നോർമൽ ക്യാമാണ് വരയ്ക്കുന്നത്. അപ്പം എനിക്ക് മിനിമം റേഡിയസ് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 സെന്റിമീറ്റർ ആയിട്ട് എടുക്കാം. 3 സെന്റിമീറ്റർ ആണ് അവര് ക്യാമിന്റെ റേഡിയസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒരു സെന്റർ പോയിന്റ് എടുത്തു. ഇതാണ് ഒരു സെന്റർ പോയിന്റ്. എപ്പോഴും ക്യാമ വരയ്ക്കാൻ നേരത്ത് ഒരുപാട് ഇങ്ങോട്ട് പോകാതെ കുറച്ച് ഇപ്പുറയായിട്ട് വെച്ച് വരയ്ക്കുക. കാരണം നമ്മൾ മനസ്സിലാവും. അപ്പൊ ആദ്യം നമ്മൾ 3 സെന്റിമീറ്റർ എടുക്കുക. 3 സെന്റിമീറ്റർ എടുത്തു. ഇവിടെ അല്ല ഡോട്ട് വെച്ച് ഇവിടെ വെച്ച് നമ്മൾ 3 സെന്റിമീറ്റർ റേഡിയസ് കൊണ്ട് ഒരു സർക്കിൾ ആദ്യം വരയ്ക്കുക. ഇതെല്ലാം റഫ് സ്കെച്ച് ആയിരിക്കും. റഫ് എന്ന് വെച്ചാൽ ലൈറ്റ് ആയിട്ടിരിക്കണം, ഒരുപാട് ഡാർക്ക് ആക്കില്ല. അവസാനം നമ്മൾ ആ ക്യാമിന വേണം ഡാർക്ക് ആക്കാനായിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഏതാണ്ട് ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആക്കി വെച്ചോണ്ട്, ഒരുപാട് ഇങ്ങനെ വളഞ്ഞൊന്നും പോകാതെ സ്ട്രെയിറ്റ് ആക്കി വെച്ചോണ്ട് നമ്മൾ എന്തോന്ന് കൊടുക്കുക? ഒരു ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക മണ്ടയ്ക്കോട്ട്. ഓക്കെ, കൊടുത്തു. അപ്പം ഈ മുട്ടുന്ന പോയിന്റ് ഇതൊരു നൈഫ് എഡ്ജ് ഫോളോവർ ആണ്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് തന്നെ ഒരു നൈഫ് എഡ്ജ് വരയ്ക്കുക ഇങ്ങനെ. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്പ്രിങ് പോലെ വല്ല ഇങ്ങനെ കൊടുത്തിട്ട് മണ്ടക്കോട്ട് ഇങ്ങനെ വിട്ടിട്ട് പിന്നെ ഇതിനെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരച്ചിട്ടാലും മതി. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മൾ എന്തോന്ന് കൊടുക്കുക? എന്നിട്ട് ഈ മുട്ടിയ പോയിന്റ് നൈഫ് എഡ്ജിന്റെ അറ്റവും ഈ സെന്ററിനെ നമ്മൾ ഓ എന്ന് പറയും, ഇതിന്റെ അറ്റത്തിന് നമ്മൾ എ എന്ന് പറയും. അപ്പൊ ഇതിനെ ഓയെ. ഈ ഓയെ എന്നുള്ള പേരിനെ ശ്രദ്ധിച്ചോളെ. ഇത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു ടേണിംഗ് പോയിന്റ്. ഓക്കെ, ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു കണക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ബാക്കിയെല്ലാം തെറ്റും. അതിനെ ഞാൻ ജസ്റ്റ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ഒ എനെ ജോയിൻ ചെയ്തു. എപ്പോഴും ഏത് ക്യാം ആണെങ്കിലും നമ്മൾ ഒ എ
ഈ പോയിന്റ് അല്ല ഞാനിവിടെ പറയുന്നത്. ഒ എ എന്നുള്ള അവിടെ നിന്ന് വേണം എന്തോന്ന് ആംഗിൾ മെഷർ ചെയ്യാൻ. ഓക്കെ, ഇതിപ്പോ ഞാനിവിടെ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാം ക്ലോക്ക് വൈസ് ആണ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആംഗിൾ എടുക്കാം. ഇങ്ങോട്ടേക്കാണ്. ഇപ്പം കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആംഗിൾ എടുക്കേണ്ടി വന്നത്, ഇങ്ങനെ എടുക്കേണ്ടി വന്നത്. പക്ഷെ ഇത് ക്ലോക്ക് വൈസ്, അപ്പം ഇത് ഇങ്ങനെയാ കറങ്ങുന്നത്. അപ്പം ആദ്യം തന്നെ ഇത് ലിഫ്റ്റ് ഉണ്ടാകണം. അപ്പം ഞാൻ ആംഗിൾ ഇവിടെ നിന്ന് എടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ ക്യാം വരയ്ക്കണേ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വേണം. അപ്പം നമ്മൾ വരച്ചില്ലേ, ഞാനിപ്പം വരച്ച് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പം യൂണിഫോം വെലോസിറ്റി ഇതിന്റെ ഞാൻ എടുക്കുക. ഇപ്പൊ ഏത് വേണം എടുക്കാം. അപ്പൊ ചോദ്യത്തിൽ തന്നിരിക്കും ഇന്നതാണെന്ന് പറയുമ്പോഴായിരിക്കും നിങ്ങൾ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഇതിന്റെ ജസ്റ്റ് എടുക്കുക, എളുപ്പത്തിന് ഇതെടുക്കുക. ഓക്കെ, അപ്പം ഇത് എത്രയാണ്? തീറ്റ ഓ എന്ന് പറയുന്നത് 120 ഡിഗ്രി. അപ്പൊ ഞാൻ ആദ്യം 120 ഡിഗ്രി കറക്റ്റ് ആയിട്ട് വെച്ച് മെഷർ ചെയ്യുക. 120 ഡിഗ്രി 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ജസ്റ്റ് ലൈറ്റ് ആയിട്ട് പോയിന്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എത്രയാണ്? 120 ഡിഗ്രി കഴിഞ്ഞാൽ 30 ഡിഗ്രി. 120 കഴിഞ്ഞാൽ 150 ഡിഗ്രിയിലാണ് അടുത്ത 30 ഡിഗ്രി വരുന്നത്. ഓക്കെ, അത് മാർക്ക് ചെയ്തു. പിന്നെ ബാലൻസ് വരുന്നത് എത്രയാണ്? 90 ഡിഗ്രി. 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ വെച്ച് തന്നെ വരയ്ക്കണം. അപ്പം ഇത് ഇവിടെയും കൂടെ വെച്ചിട്ട് ചേർത്ത് വരയ്ക്കരുത്, ഇവിടെ നിന്നേ വരയ്ക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇതും കൂടെ വെച്ചിട്ട് ചേർത്ത് വരയ്ക്കരുത്, ഈ സർക്കിളിന്റെ ഇവിടം വരെ വരാവുള്ളൂ. ഇതാണ് എന്തോന്ന്? തീറ്റ ഓ എഴുതുക. എത്ര? 120 ഡിഗ്രി. ഇതാണ് എത്ര? തീറ്റ ഡി. എത്ര? 30 ഡിഗ്രി. ഇനിയിപ്പോ അടുത്തത് 90 ഡിഗ്രിയും കൂടെ എടുക്കണം അല്ലേ? 90 ഡിഗ്രി വെക്കുക. കാണാമോ നിങ്ങൾക്ക്? 90 ഡിഗ്രി എടുക്കുക. 90 ഡിഗ്രി എടുക്കുക. മാക്സിമം അക്യൂറേറ്റ് ആയിട്ട് തന്നെ എടുക്കണം. ഓക്കെ, ഇതാണ് എന്തോന്ന്? 90 ഡിഗ്രി. ഇത് എന്തോന്ന്? തീറ്റ ആർ എന്ന് പറയുന്നത് 90 ഡിഗ്രി എന്ന് പറഞ്ഞ് എടുത്തു. ഓക്കെ, ഇത്രയും കഴിഞ്ഞു. ഇനിയിപ്പോ എന്നാ ചെയ്യണം? നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം എടുക്കുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം എന്തോന്ന് ചെയ്തു? ഇങ്ങനെ എടുത്തു, എന്നിട്ട് മെഷർ ചെയ്തിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റും എടുത്തു. അതായത് തീറ്റ ഓ, തീറ്റ ഡി, തീറ്റ ആർ എടുത്തു. അതിനുശേഷം എന്നാ ചെയ്യും? നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യും. ഇവിടെ നമ്മൾ എത്ര ഈക്വൽ പാർട്സ് ആയി എടുത്തിരിക്കുന്നത്? 6 ഈക്വൽ പാർട്സ്. അപ്പൊ നമ്മൾ എന്തോന്ന് ചെയ്യണം? 120 ഡിവൈഡഡ് ബൈ 6 ചെയ്യണം. അപ്പൊ എനിക്ക് ഓരോന്നും കിട്ടും, ഓരോ ആംഗിൾ. അപ്പം എത്ര വരും? 120 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 120 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 20 ഡിഗ്രി. അപ്പൊ 20 ഡിഗ്രി വെച്ച് ഞാൻ മാർക്ക് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചു, ഇവിടെ വെച്ചു. 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ 20 ഡിഗ്രി എന്ന് പറയുമ്പോൾ 2, 4, 6, 8, 10, 12. ഓക്കെ, അതിനുശേഷം അപ്പം എന്നിട്ട് ഇതിനെ കൂട്ടി വരയ്ക്കരുത്. ഇവിടെ വെച്ച് വേണം ആദ്യം ഡിവൈഡ് ചെയ്യാനായിട്ട്. സർക്കിളിനെ വേണം ഡിവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാം. ഇപ്പം നൈഫ് എഡ്ജ് ഫോളോവറിന്റെ കേസില് ബേസ് സർക്കിളും പ്രൈം സർക്കിളും ഒന്നാണ്. ബേസ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാം നമ്മൾ വരച്ചില്ലേ, ക്യാമിന്റെ സർക്കിളാണ് ബേസ് സർക്കിൾ. പ്രൈം സർക്കിൾ എന്ന് പറയുന്നതും ബേസ് സർക്കിൾ എന്ന് പറയുന്നതും നൈഫ് എഡ്ജ് ഫോളോവറിന്റെ കേസിൽ ഒന്നാണ്. ഓക്കെ, ബേസ് സർക്കിൾ ആറ് പ്രൈം സർക്കിൾ, ഇത് രണ്ടും സെയിം ആണ്. ഏതിന്റെ കേസിൽ? നൈഫ് എഡ്ജ് ഫോളോവറിന്റെ കേസിൽ. എപ്പോഴും നമ്മൾ ബേസ് സർക്കിളിൽ വെച്ചാണ് എന്തോന്ന് ചെയ്യേണ്ടത്? എപ്പോഴും നമ്മൾ ബേസ് സർക്കിളിൽ വെച്ചാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. പ്രൈം സർക്കിളിൽ വെച്ചാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അളവ് വെക്കേണ്ടത്, അളവ് എടുക്കേണ്ടത്. ഓക്കെ, തൽക്കാലം നിങ്ങൾ ഇത് മാത്രം മനസ്സിലാക്കുക. നമ്മളൊരു ക്യാമ വരയ്ക്കാൻ നേരത്ത് നമുക്ക് ക്യാമിന്റെ റേഡിയസ് ഉള്ള സർക്കിളിനെയാണ് ബേസ് സർക്കിൾ എന്ന് പറയുന്നത്. ക്യാമിന്റെ റേഡിയസ് ഉള്ള സർക്കിൾ ബേസ് സർക്കിൾ, അല്ലെങ്കിൽ മിനിമം ക്യാം സർക്കിൾ എന്നൊക്കെ പറയുന്നത് ബേസ് സർക്കിൾ എന്ന് പറയുന്നത്. പിന്നെ അളവ്, നമ്മൾ എപ്പോഴും അളവ് എടുക്കേണ്ടത്, അത് ഞാൻ പറയാം. അതാണ് എന്തോന്ന്? പ്രൈം സർക്കിൾ എന്ന് പറയുന്നത്. നൈഫ് എഡ്ജ് എന്ന് പറയുന്ന കേസിൽ നൈഫ് എഡ്ജിന്റെ അകത്ത് ഈ സർക്കിൾ തന്നെയാണ് ബേസ് സർക്കിളും
അതേ ഈ സർക്കിൾ തന്നെയാണ് പ്രൈം സർക്കിൾ, അത്ര മാത്രം ഓർക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ എവിടെയാണ് നിർത്തിയത്? നമ്മൾ ഇതിനെ 20 ഡിഗ്രി എടുത്ത് 6 ഈക്വൽ പാർട്സ് ആക്കി. ആക്കിയിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യുന്നത് ഏത് സർക്കിളിലാണ്? ബേസ് സർക്കിൾ. ബേസ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ സർക്കിൾ. അപ്പൊ ഇതിങ്ങനെ കയറ്റി വരയ്ക്കാതെ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചു. അപ്പൊ 6 ഈക്വൽ പാർട്സ് ആക്കി. അതിനുശേഷം ഇതിനെ ഇത് ഓഫ്സെറ്റ് ഇല്ലാത്ത നോർമൽ ക്യാമില് നമ്മൾ സെന്ററിലേക്ക് വെച്ചാണ്, സെന്ററിൽ നിന്ന് ഈ പോയിന്റ് വെച്ച് ഇങ്ങനെ വരയ്ക്കും. അപ്പൊ ആദ്യമേ ഇങ്ങനെ വരച്ചുകൂടെ എന്ന് തോന്നാം. അത് നിങ്ങൾ ഓഫ്സെറ്റും കൂടെ ഇതാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാവും. കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു പോകുന്നത്. മനസ്സിലായോ? സെന്ററിൽ നിന്ന് ഈ പോയിന്റ് വെച്ചുകൊണ്ട് മണ്ടയ്ക്കോട്ട് ഇങ്ങനെ ഒരു ലൈൻ ഓഫ് ആക്ഷൻ പോലെ കൊടുക്കുന്നു. സെന്ററിൽ നിന്ന് ഇവിടെ വെച്ചിട്ട് മണ്ടയ്ക്കോട്ട് ലൈൻ ഓഫ് ആക്ഷൻ പോലെ കൊടുക്കുന്നു. സെന്ററിൽ നിന്ന് ആ പോയിന്റ് വെച്ചിട്ട് ഒരു ലൈൻ ഓഫ് ആക്ഷൻ പോലെ കൊടുക്കുന്നു. ഇതിനെയും കൂടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. ആദ്യമേ അങ്ങനെ വരയ്ക്കാത്തതിന് കാരണമുണ്ട്. ഓക്കെ, ഇനിയിപ്പം ഞാൻ ഇതിനെ നമ്മളെപ്പോഴും ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്പർ കൊടുക്കത്തില്ല. ഇവിടെയും നമ്മൾ നമ്പർ കൊടുക്കണം. 0, 1, 2, 3, 4, 5, 6. കറക്റ്റ് തീറ്റ ഓ അവസാനിക്കുന്ന സ്ഥലത്ത് 6 വരണം, തീറ്റ ഓ തുടങ്ങുന്ന സ്ഥലത്ത് 0 വരണം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറയും കൂടെ എടുത്തേക്കാം, ഇപ്പുറത്തെ സൈഡും കൂടെ എടുത്തേക്കാം. ഇപ്പുറത്തെ സൈഡ് എടുക്കാൻ വേണ്ടിയിട്ട് 90 ഡിഗ്രിനെ നമ്മൾ 6 ഈക്വൽ പാർട്സിൽ ആക്കണ്ടേ. അപ്പോൾ എത്ര? 15 വരും. 90 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ എത്ര? 15 ഡിഗ്രി വരും. 15 ഡിഗ്രി വരാൻ നേരത്ത് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക. ഒന്നുമേ കാണരുത്. എന്നിട്ട് 15 ഡിഗ്രി എടുത്ത് വെക്കുക. 10, 15, 15, 15, 30, 30, 15, 45, 45, 15, 60, 60, 15, 25, പിന്നെ 90. ഓക്കെ, എന്നിട്ട് ഇത് നമ്മൾ ആക്ച്വലി നമ്മളിവിടെ ഇങ്ങനെ പോയിന്റ് ചെയ്ത് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിന്റ് ചെയ്ത് അങ്ങനെ വേണം വരയ്ക്കാൻ കേട്ടോ. പിന്നെ ഞാനിവിടെ അത് ഞങ്ങൾ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞില്ല. അപ്പൊ ഓക്കെ, ഓക്കെ, അപ്പം ഇതിനെ ഇങ്ങനെ വരച്ചു. ഇത് ഡെല്ലാണ്. ബാക്കി ഇതിനെ നമ്മൾ 6 ഈക്വൽ പാർട്സ് ആയിട്ട് എടുത്ത് വരച്ചു. ഇനിയിപ്പം നമ്മൾ നമ്പർ കൊടുക്കേണ്ടത്. ഇവിടെ എങ്ങനെ നമ്പർ കൊടുക്കാം? ഇത് 0, 1, 2, 3, 4, 5, 6. കറക്റ്റ് തുടങ്ങുന്നതിന്റെ അവിടെ 0യും അവസാനിക്കുന്നതിന്റെ അവിടെ 6ഉം. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എടുത്തെടുത്ത് മാർക്ക് ചെയ്താൽ മതി. എന്തോന്നാണ് എടുത്ത് മാർക്ക് ചെയ്യേണ്ടത്? ഈ സാധനമാണ് എടുത്ത് മാർക്ക് ചെയ്യേണ്ടത്. നമ്മളിപ്പോ ഈ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ ഈ ക്യാമ്പ് വരയ്ക്കുന്നത്. ഈ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ ക്യാമ്പ് വരയ്ക്കുന്നത്. കോമ്പസ് എടുക്കുക. കോമ്പസ് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 1 എന്ന് പറഞ്ഞ പോയിന്റ് ഇല്ലേ, അതിനെ കോമ്പസിൽ എടുത്തു. എന്നിട്ട് ഇത് ഔട്ട് സ്ട്രോക്കാ. അപ്പം ഔട്ട് സ്ട്രോക്കിന്റെ സെക്ഷൻ ഇതാണ്. എന്നിട്ട് അതിനകത്ത് 1 കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് മാർക്ക് ചെയ്തേ, ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്തേ. അതിനുശേഷം 2 എടുക്കുക. 2E വെച്ച് എടുത്തു. എന്നിട്ട് ഔട്ട് സ്ട്രോക്കിന്റെ സെക്ഷൻ അതിനകത്ത് 2 കൊണ്ടുവന്നു. ഇതാണ് എന്തോന്ന്? 2'. ഇനി 3 എടുത്തു, പോയിന്റ് എടുത്തു. ഔട്ട് സ്ട്രോക്കിന്റെ സെക്ഷനിൽ നിന്ന് 3 എടുത്തു, ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, മാർക്ക് ചെയ്തു. ഇതാണ് എന്താന്ന്? 3'. എന്നിട്ട് അതുപോലെ ഇത് 4. തീറ്റ ഓയിന്ന് എടുക്കുന്നത്, അതുകൊണ്ട് തീറ്റ ഓയിന്നാണ് ഞാൻ വെക്കുന്നത്. തീറ്റ ഓയിലെ 4. ഓക്കെ, ഇനി തീറ്റ ഓയിലെ 5. തീറ്റ ഓയിലെ 5. ഇനി തീറ്റ ഓയിലെ 6. ഇനി ഒരു കാര്യം പറയാം. ഈ 6 എന്ന് പറഞ്ഞ ഈ പോയിന്റും തീറ്റ ഓയിന്റെ അവസാനമായ 6 എന്ന് പറഞ്ഞ ഈ പോയിന്റും തീറ്റ 6ലെ 0 എന്ന് പറഞ്ഞ ഇതിൻ്റെ അകത്ത് ഈ പോയിന്റ് സെയിം ആണ്. കാരണം രണ്ടും കണ്ടോ ഇങ്ങനെ മണ്ടക്കല്ലേ നിൽക്കുന്നത്. ഇത്രയും അപ്പം ഇത് വരും. ഇതും സെയിം ആണ്. ഓക്കെ, ശരി, കൺഫ്യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ ഇതെടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ,
ഇനിയിപ്പോൾ അതിനുശേഷം അടുത്ത് എടുക്കുക. അടുത്ത് എന്താണ് തീറ്റ ആറിന്റെ ഇത് എടുക്കുക, 0 എന്ന് പറഞ്ഞത് എടുക്കുക, 0 വെച്ച് മാർക്ക് ചെയ്യുക. സെയിം ആയിരിക്കും, ടൈം വേസ്റ്റ് വേണ്ട. അതിന് ഇത് പറഞ്ഞു 1 എടുത്തിട്ട് 1 വെച്ചിട്ട് ഇത് വരയ്ക്കുക. ഓക്കെ, പിന്നെ 1 കഴിഞ്ഞ് പിന്നെ അടുത്ത 2 വെച്ചു. 2 കറക്റ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് 2 വരയ്ക്കുക. പിന്നെ 3 എടുക്കുക, 3 കൊണ്ടുവന്ന് വെച്ച് വരയ്ക്കുക. 4 എടുക്കുക. ഇത് നിങ്ങളൊരു ഇതേ കണക്ക് ഈ പറയുന്ന പോലെ തന്നെ 4 ക്യാമ് മാത്രം വരച്ച് പഠിച്ചാൽ തന്നെ നിങ്ങളെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നല്ല സ്പീഡ് കിട്ടും. ഇത് ചെയ്ത് തന്നെ പഠിക്കണം. ജസ്റ്റ് കണ്ടാൽ നമുക്ക് എവിടെയെങ്കിലും വെച്ച് നമ്മൾ സ്റ്റക്ക് ആവും. ഓക്കെ, 6 എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. ഇങ്ങനെയാണ്. ഇപ്പം നിങ്ങൾക്ക് പോയിന്റ് കിട്ടിയോ? പോയിന്റ് ഞാൻ ജസ്റ്റ് ഈ പേന കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. ഞാൻ പോയിന്റ് ഇത്, ഇതിന്നുള്ള 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 പോയിന്റ് ഇത്. അങ്ങനെ ഇതൊക്കെയാണ് പോയിന്റ് ആയിട്ട് എനിക്ക് കിട്ടിയത്. ഓക്കെ, 6 എന്ന് പറയുമ്പോൾ ഇവിടെ 6 തന്നെ. ഓക്കെ, മനസ്സിലായ? ഇനിയിപ്പം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ കിട്ടിയ പോയിന്റ് 0 തന്നെ, 1 ഇവിടെ കിട്ടിയ പോയിന്റ് 1 2 കിട്ടിയ പോയിന്റ് 2 3 കിട്ടിയ പോയിന്റ് 3 4 കിട്ടിയ പോയിന്റ് 4 5 ഇത് 6 അതുപോലെ തന്നെ അടുത്തത് 0, അങ്ങനെ തന്നെ 0 അങ്ങനെ വരും. പിന്നെ ഇത് 1 2 3 4 5 6. ഇപ്പൊ സപ്പോസ് നിങ്ങൾ എടുക്കുന്നതോ വെക്കുന്ന എന്തെങ്കിലും തെറ്റുവാണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അപ്പൊ നിങ്ങൾ തെറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ നമ്പർ ഇങ്ങനെ ചെയ്തിട്ട് ആ നമ്പറിനെ വെച്ചിട്ട് അതിന്റെ റെസ്പെക്റ്റീവായിട്ട് നമ്പർ കൊടുത്ത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഐഡിയയിൽ ഇതിനേക്കാളും സൂപ്പറായിട്ട് നന്നായിട്ട് ചെയ്തോളാം. ഇനിയിപ്പോൾ എന്നാ നമ്മളെ കംപ്ലീറ്റ് ആക്കിയല്ലോ. ഇനിയിപ്പോൾ നമ്മളിതിനിപ്പോൾ കൂട്ടി വരച്ചാൽ മതി. പിന്നെ ഈ ക്യാം എന്ന് പറഞ്ഞ സാധനം ഒരു സ്മൂത്ത് കർവാണ്. നമ്മളപ്പോൾ അതിങ്ങനെ ഒരുമാതിരി ഓടിച്ചെടുത്ത് അങ്ങനെയൊന്നും ആക്കാൻ പാടില്ല. നല്ല വൃത്തിയായിട്ട് സ്മൂത്തായിട്ട് തന്നെ ഇരിക്കണം. പക്ഷെ എൻ്റെ കൈ അങ്ങനെ വളഞ്ഞു നോക്കിയാൽ മതി. ഓക്കെ, ഇതേതാണ്ട് ഇങ്ങനെ വരും. പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ ഡ്വെല്ല് എപ്പോഴും വരയ്ക്കുമ്പോൾ നിങ്ങൾ സെൻറ്റർ എടുക്കുക, ഏതെങ്കിലും ഇതിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. അതുപോലെ ഇതിൻ്റെ റേഡിയസ് സെയിം ആയിരിക്കുമല്ലോ. ഇതിനിങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്വെല്ല് ഇങ്ങനെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഈ കേസിൽ നിങ്ങൾക്ക് അല്ലെങ്കിലും ചുമ്മാ ഇങ്ങനെ വരയ്ക്കാറുള്ളത് തോന്നാം, പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ വേറെ ഇതൊക്കെ വരുമ്പോൾ ഒരുപാട് ചിലപ്പോൾ വലിയ ആളുകളൊക്കെ ചിലപ്പോൾ വന്നെന്നിരിക്കും. അപ്പോഴത്തേക്കും അല്ലെങ്കിൽ സ്പേസ് നല്ല വ്യത്യാസം കാണും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ക്യാം വരുന്നത്. എന്നിട്ട് നമ്മൾ ഈ 12 ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ ഇതിനെ ഹൈലൈറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് സംഭവം. അതായത് ഇത് എങ്ങനെ വരും വെച്ചിട്ട് ഇങ്ങനെ നല്ല പലപ്പോഴും ഇങ്ങനെ വരാൻ പാടില്ല. നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ വളഞ്ഞ് ഒരു സ്മൂത്തായിട്ട് നിൽക്കണം. ഇങ്ങനെ സ്മൂത്ത് ആക്കിയതിന് ശേഷം എടുത്ത് ഇതിനെയും കൂടെ ചെറുതായിട്ടൊരു കൈ വേദനിക്കുന്നു. ഓക്കെ, ഇതാണ് ക്യാം. എന്നിട്ട് ബാക്കി എല്ലാത്തിനെയും ചെറുതായിട്ട് റബ്ബർ കൊണ്ട് ഇങ്ങനെ ലൈറ്റ് ആക്കിയിട്ട് ഇതിനെ മാത്രം ഒന്ന് ഹൈലൈറ്റ് ആക്കി കൊടുക്കുക. ഇത്രേ ഉള്ളൂ ക്യാം. ഇത് ബേസ് സർക്കിൾ റേഡിയസ്, ഇത് ഫോളോവർ, നൈഫ് എഡ്ജ് ഫോളോവർ. ഓക്കെ, ഇങ്ങനെ പേര് കൊടുക്കുക, നൈഫ് എഡ്ജ് ഫോളോവർ. പിന്നെ ഇത് ക്യാം. ഇനിയിപ്പം നോർമൽ ക്യാം വരയ്ക്കാം. ഏതിന്റെ? നമുക്ക് റോളർ ഫോളോവറിന്റെ. ഓക്കെ, റോളർ ഫോളോവറിന്റെ. അതെ. ഇനിയിപ്പം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാമിന് എസ്, തീറ്റ1, തീറ്റ ഡി, തീറ്റ6 വേണം. അത് എന്തിനാ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കാം. ഒരു ക്യാം വരയ്ക്കണമെങ്കിലോ ക്യാമിന്റെ റേഡിയസ് വേണം. പിന്നെ എന്തോന്ന് വേണം? തീറ്റ1 വേണം, തീറ്റ ഡി വേണം, തീറ്റ6 വേണം. ഇത് ഇത്രയും കൂടെ വേണം. ഇത് ഇത്ര ഉണ്ടെങ്കിൽ എന്തോന്ന് വരയ്ക്കാം? ഒരു നോർമൽ ക്യാം വരയ്ക്കാം. ഇനിയിപ്പോ റോളർ ഫോളോവർ ആണ്. റോളർ ഫോളോവർ എന്ന് പറയുമ്പോൾ അതൊരു റോളർ ആണ്, അതിനൊരു റേഡിയസ് ഉണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. അപ്പം ആ റേഡിയസും കൂടെ വേണം. ഓക്കെ, റോളറിന്റെ റേഡിയസ് ആണ് ഇത്, റോളർ റേഡിയസ്.
ഇത് ക്യാമിന്റെ റേഡിയസ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ക്യാമിന്റെ റേഡിയസ് ഒരു 4 സെന്റിമീറ്റർ എടുത്തു. റോളറിന്റെ റേഡിയസ് ഒരു 22 സെന്റിമീറ്റർ ആയിട്ട് എടുത്തു. പിന്നെ തീറ്റ ഓ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഒരു 60 ഡിഗ്രി എടുത്തു, ഇവിടെ ഒരു 30 ഡിഗ്രി എടുത്തു, ഒരു 60 ഡിഗ്രി എടുത്തു. നമ്മളെ ഒരു സൈക്ലോയിഡിൽ നമ്മളിപ്പോ അവസാനം വരച്ചില്ലായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം. അപ്പൊ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പം ഇത്ര മതി എന്തിന്, ഒരു റോളർ ഫോളോവറിന്റെ ഒരു ക്യാമ വരയ്ക്കാൻ. ഇപ്പം അല്ലാത്ത നോർമൽ ആണെങ്കിൽ ഇത് ഇത്ര മതിയായിരുന്നു. ഓക്കെ, ക്യാമിന്റെ റേഡിയസ് ബാക്കി 3 ആംഗിൾ തീറ്റ തീറ്റ ഡി തീറ്റ. ഇപ്പൊ റോളർ ആയതുകൊണ്ട് റോളറിന്റെ റേഡിയസ് ഇത് പ്രധാനമാണ്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ പറയാൻ കാരണം ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ നേരത്ത് നിങ്ങൾ ഇതെല്ലാം ആദ്യം തന്നെ മൈൻഡിൽ വെച്ചേക്കുക. അപ്പം ആദ്യം 4 സെന്റിമീറ്റർ എടുത്ത് നമ്മൾ എന്തോന്ന് വരയ്ക്കണം, ആദ്യം നമ്മൾ 4 സെന്റിമീറ്റർ എടുത്ത് ക്യാമ വരയ്ക്കുന്നു, ക്യാമിന്റെ സർക്കിൾ വരയ്ക്കുന്നു. ഞാൻ ഇവിടെ ആയിട്ട് വരയ്ക്കും. ഒരായിട്ട് വരച്ചു. ഇതിന്റെ സെന്ററിനെ ഞാൻ സെന്ററിനെ എപ്പോഴും എന്താന്ന് എടുക്കണം, ഓ ആയിട്ട് എടുക്കണം. ഓക്കെ, ഇതിപ്പം ഇത് വരച്ചതിന് ശേഷം ആദ്യം എന്തോന്ന് ചെയ്യണം, മറ്റേ ലൈൻ ഓഫ് ആക്ഷൻ മണ്ടയ്ക്കോട്ട് കൊടുത്തേക്കുക. കറക്റ്റ് ആയിട്ട് 90 ഡിഗ്രി പോലെ വെച്ചിട്ട് ലൈൻ ഓഫ് ആക്ഷൻ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ കൊടുത്തേക്കുക. ഓക്കെ, ഇനിയിപ്പോ എന്തോന്ന് ചെയ്യണം, ഇനിയിപ്പം റോളറിന് ഇത് ഇവിടെ കയറ്റി വെച്ചിട്ട് എന്ന് പറഞ്ഞെടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. റോളറിന്റെ കേസിൽ റോളറിന്റെ നടുക്കാണ് നമ്മൾ എന്ന് പറഞ്ഞെടുക്കുന്നത്. അതായത് ഇപ്പം 2 സെന്റിമീറ്റർ ഇല്ലേ, 2 സെന്റിമീറ്റർ റേഡിയസ് അല്ലേ, അപ്പം അതും കൂടെ എടുക്കണം. 4 സെന്റിമീറ്റർ എടുത്ത് ഇത് വരച്ചു. അതിനുശേഷം 2 സെന്റിമീറ്റർ എടുത്തിട്ട് നമ്മളിത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിനൊരു പോയിന്റ് എടുത്തു. എന്നിട്ട് ആ പോയിന്റ് വെച്ചുകൊണ്ട് എന്തോന്ന് 2 സെന്റിമീറ്ററിന്റെ റേഡിയസ് നമ്മളൊരു ഇത് വരച്ചു. ഇതാണ് എന്തോന്ന്, റോളർ. അപ്പം ഇത് 2 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ. ഓക്കെ, അപ്പം റോളർ ഫോളോവറിന്റെ കേസില് സെന്റർ ഓഫ് ഇതെന്ന് പറയുന്നത് ഇത് ഓയും, ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് നൈഫ് എഡ്ജ് ആണെങ്കിൽ ഇവിടെ കയറ്റി നമ്മൾ കുത്തു വെച്ചിട്ട് എന്ന് എടുത്തരാം. പക്ഷെ ഇതിന്റെ കേസിൽ ഇവിടെ വെച്ചിട്ട് വേണം നമ്മള് എന്ന് എടുക്കാൻ. ഓക്കെ, അപ്പം ഇവിടം വരെ ഉള്ളതാണ് എന്തോന്ന്, ഓയെ. മനസ്സിലായോ? ശരി, ഇത് അങ്ങനെ എടുത്തു. ഇനിയിപ്പം എന്താണ്, 4 സെന്റിമീറ്റർ നട്ടു, ഇത് 3 പറഞ്ഞ എടുത്തു. ഇനിയിപ്പം നമ്മള് റോളറിന്റെ കേസിൽ, നൈഫ് എഡ്ജിന്റെ കേസിൽ ഇത് തന്നെയായിരുന്നു ബേസ് സർക്കിളും പ്രൈം സർക്കിളും. റോളറിന്റെ കേസിൽ ഇതാണ് ബേസ് സർക്കിൾ. പ്രൈം സർക്കിൾ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഒരു സർക്കിൾ വരയ്ക്കുന്നതാണ് പ്രൈം സർക്കിൾ. അതായത് ഇതിന്റെ സെന്റർ ചെയ്യുന്ന ഇത് 4, 5, 6 ഇതിന്റെ കൂടെ കൂട്ടിയിട്ടുള്ള ഈ ഒരു ഇത് കണ്ടോ, ഇവിടെ നിന്നൊരു സർക്കിളെ നമ്മളിപ്പോ വരയ്ക്കും. ഇതാണ് എന്തോന്ന്, നമ്മുടെ പ്രൈം സർക്കിൾ. ഇതാണ് പ്രൈം സർക്കിൾ. ഓക്കെ, അങ്ങനെ എഴുതിയേക്കുക. പ്രൈം സർക്കിൾ, ഇത് ബേസ് സർക്കിൾ എന്ന് പറഞ്ഞ് എഴുതിയേക്കുക. ഇത് നമ്മുടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഓയെ. എന്നിട്ട് ഇവിടെ മറ്റേ സംഭവം ഇതിങ്ങനെ വരയ്ക്കണ്ടേ, ഇതിങ്ങനെ വരച്ച് ഇങ്ങനെ ഒരു സ്പ്രിങ് കൊടുത്ത് ഇങ്ങനെ വരച്ചേക്കുക. ഓക്കെ, അപ്പൊ റോളർ ഫോളോവർ എന്ന് പറഞ്ഞ് ഇവിടെ റോളർ കൂടെ എഴുതിയേക്കുക. റോളർ ഫോളോവർ റേഡിയസ് 2 സെന്റിമീറ്റർ ഇവിടെ ഉള്ള അടയാളപ്പെടുത്തി. എന്നിട്ട് ഇതിനെയും കൂടെ ഇങ്ങനെ കൂട്ടി ജോയിൻ ചെയ്യിപ്പിക്കുക. ലൈൻ ഓഫ് ആക്ഷൻ അല്ലേ ആദ്യം കൊടുത്തത്, ഇതിപ്പോ ഇങ്ങനെ ജോയിൻ ചെയ്തു. ഓ ഇതാണ് കൊടുക്കേണ്ടത്, റോളറിന്റെ നടുക്കാണ് കൊടുക്കേണ്ടത്. ഓ സെന്ററും എന്ന് പറയുന്നത് റോളറിന്റെ നടുക്കും. നൈഫ് എഡ്ജിന്റെ കേസിലോ ഓ നടുക്കും, എന്ന് പറയുന്നത് നൈഫ് എഡ്ജിന്റെ ടിപ്പില്. ഓക്കെ, അത് പറവായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുക. പിന്നെ നൈഫ് എഡ്ജിന്റെ കേസിൽ ബേസ് സർക്കിൾ തന്നെയായിരുന്നു പ്രൈം സർക്കിൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ബേസ് സർക്കിളിൽ നമ്മൾ ആദ്യം ഡിവിഷൻ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ അളവെടുത്തതും എവിടെ നിന്നാണ് അളവെടുത്തത്, ഇവിടെ കുത്തിയല്ലേ എടുത്തത്, 1 കുത്തി എടുത്തു, 2 കുത്തി എടുത്തു, അങ്ങനെയല്ലേ എടുത്തത്. പക്ഷെ നമ്മള് സത്യം പറഞ്ഞ ബേസ് സർക്കിള് പ്രൈം സർക്കിൾ ഒന്നായതുകൊണ്ടാണ് ഇവിടെ തന്നെ നമ്മൾ കുത്തു വെച്ചിട്ട് ഈ കുത്തിന്ന് തന്നെ നമ്മൾ എടുത്ത് അളവെടുത്തത്. പക്ഷെ മറ്റേ റോളർ എന്ന് പറഞ്ഞു വരാനായിട്ട് ബേസ് സർക്കിളും പ്രൈം സർക്കിളും സെപ്പറേറ്റ്. ബേസ് സർക്കിളിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്
ഫ്രെയിം സർക്കിളിൽ നിന്നാണ് നമ്മൾ അളവ് എടുക്കേണ്ടത്. ഓക്കെ, വ്യത്യാസം മനസ്സിലായി. ബേസ് സർക്കിളിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണം, ഫ്രെയിം സർക്കിളിൽ നമ്മൾ അളവ് എടുക്കണം. അപ്പം ഞാൻ ആദ്യം മെഷർ ചെയ്യാം 60 ഡിഗ്രി. ഇവിടെ നിന്ന് 60 ഡിഗ്രി എടുത്ത് ആദ്യം സംഭവം കംപ്ലീറ്റ് ആക്കണം. 60, 30, 60 എടുത്ത്. അപ്പം 60 എടുത്ത് 60, 30 എന്ന് പറയുമ്പോൾ 30, പിന്നെ 60 എന്ന് പറയുമ്പോൾ ഓക്കെ അങ്ങനെ എടുത്തു. കാണാമോ? ഓക്കെ, ഇങ്ങനെ എടുത്തു. മറ്റേ ഇതെന്തോന്നാണ്? തീറ്റ ഓ എത്രയാണ്? 60 ഡിഗ്രി. ഇതെന്തോന്നാണ്? തീറ്റ എത്രയാണ്? 30 ഡിഗ്രി. ഇതെന്തോന്നാണ്? തീറ്റ 60 ഡിഗ്രി എന്ന് പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പം ഇതിനെന്തോന്ന് ചെയ്യണം? നമ്മൾ മറ്റേ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ചെയ്ത പോലെ തന്നെ ഇനിയിപ്പോ ഇതിനെ നമ്മൾ 6 ഈക്വൽ പാർട്സ് ആക്കണം. അപ്പൊ 60 ഡിവൈഡഡ് ബൈ 6 എന്തുകൊണ്ടാക്കുന്നത്? നമ്മൾ 6 ഈക്വൽ പാർട്സ് എല്ലാത്തിട്ട് ആക്കിയിരിക്കുന്നു. കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞ് നമ്മൾ ഈ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വെച്ചാണ് വരയ്ക്കുന്നത്. ഈ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം എത്രയാണ്? 6. അപ്പൊ അങ്ങനെയാണ് അപ്പം 60 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 10 ഡിഗ്രി വെച്ചിരിക്കും. അതുപോലെ തന്നെ ഇപ്പറ എന്താന്ന് ചെയ്യുക? 60 എടുത്ത് ഓക്കെ അങ്ങനെ. ഇത് നമ്മളെ മണ്ടയ്ക്കാണ് വെച്ചത്. മണ്ടയ്ക്കെന്ന് വെച്ചാൽ ചുമ്മാ ഇങ്ങനെ വെച്ച് വരയ്ക്കരുത്. ഇത് നമ്മൾ ബേസ് സർക്കിളിൽ അടയാളപ്പെടുത്തുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്തോന്ന് ചെയ്യണം? നെയിം ചെയ്യണം. നെയിം എന്ന് പറയുമ്പം ഇതിന് നമ്മൾ 0 ആയിട്ട് എടുക്കും. 1, 2, 3, 4, 5, 6. അതുപോലെ തന്നെ ഇപ്പറയും അതുപോലെ ഇതേ സംഭവം ഇപ്പറയും ചെയ്തിട്ട് നമ്മൾ എന്തോന്ന് ചെയ്യണം? ഇതിനെ നേരെ മണ്ടക്കൊണ്ട് പൊക്കി വരയ്ക്കണം. പൊക്കി വരയ്ക്കാന്ന് പറയുമ്പോൾ ഇതിവിടെ ഇങ്ങനെ തൊട്ടു, ഇങ്ങനെ വെച്ചു, നേരെ മണ്ടക്കൊണ്ട് വരച്ചു, ഇങ്ങനെ വെച്ചു, ഇതിനകത്ത് തികയുമോ എന്തോ, കാരണം സ്ട്രോക്ക് ലെങ്ത് ഞാൻ അപ്പോഴും 5 സെന്റിമീറ്റർ കൊണ്ടാണ് എടുത്തത്. അപ്പം ഇതിന്റെ റോളറിന്റെ റേഡിയസും കൂടെ കൂട്ടി 7 സെന്റിമീറ്റർ ഇപ്പുറം വരയ്ക്കാൻ നേരത്ത് പേജിന്റെ അപ്പുറം പോകുമ്പോഴായിരിക്കും. അപ്പം ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇനിയിപ്പം ഞാൻ പറഞ്ഞു ഇതാണ് എന്തോന്ന്? ഫ്രെയിം സർക്കിൾ. ഇതാണ് ഫ്രെയിം സർക്കിൾ. ഇതാണ് ബേസ് സർക്കിൾ. ബേസ് സർക്കിളിലാണ് നമ്മളെപ്പോഴും, റോളറിന്റെ കേസിലാണ് ഈ 2 സൈഡും ഇങ്ങനെ വരുന്നത്. ബേസ് സർക്കിളിലാണ് എപ്പോഴും നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഫ്രെയിം സർക്കിളിലാണ് അളവെടുത്ത് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മളിപ്പോ അളവെടുക്കട്ടെ. അളവെടുക്കാം. അപ്പൊ നിങ്ങളുടെ ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം ഞാൻ മറ്റേത് വരയ്ക്കാൻ പറ്റും, നിങ്ങൾക്ക് ക്യാച്ച് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ആദ്യം 1 എന്ന് പറഞ്ഞപ്പോൾ ഇട്ടതായിരുന്നു. ഇങ്ങനെ ഏറ്റവും വളരെ ഷോർട്ടസ്റ്റ് അളവൊക്കെ വരാൻ നേരത്ത് ഒന്നെങ്കിൽ സ്കെയിലിൽ എങ്ങനെ വെച്ചെടുക്കുക. സ്കെയിൽ ഇങ്ങനെ വെച്ചെടുക്കുമ്പോൾ 0.2 എന്ന് മനസ്സിലാവും. എന്നിട്ട് നമ്മളിവിടെ 1ന്റെ ഇവിടെ വെച്ചാണോ എടുക്കേണ്ടത്? അല്ല, ഫ്രെയിം സർക്കിളിൽ വെച്ചല്ലേ അളവ് എടുക്കേണ്ടത്, അല്ലേ? ബേസ് സർക്കിളിൽ വെച്ച് ഡിവൈഡ് ചെയ്യുക, അതായത് ഇതിൽ വെച്ച് ഡിവൈഡ് ചെയ്യുക. ഫ്രെയിം സർക്കിളിൽ വെച്ച് ബേസ് സർക്കിളിൽ വെച്ച് ഡിവൈഡ് ചെയ്തു. ഫ്രെയിം സർക്കിളിൽ വെച്ചാണ് അളവ് എടുക്കേണ്ടത്. അപ്പം ഞാൻ അപ്പോഴേ എടുത്ത 0.2 വന്നിട്ട് ഞാൻ ഇവിടെ എടുക്കും, ഇവിടെ നിന്ന് എടുക്കും, വന്നിട്ട് ഇവിടെ നിന്ന് എടുക്കും. എന്നിട്ട് ഇത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യും, മാർക്ക് ചെയ്യും. ഇതാണ് എന്തോന്ന്? 1'. അതുപോലെ ഇനിയിപ്പോ അടുത്തതെന്ന് പറയുമ്പോൾ 2'. അത് എവിടെ നിന്ന് എടുക്കണം? ഇവിടെ നിന്ന് എടുക്കണോ? ഇവിടെ നിന്ന് എടുക്കണോ? ഫ്രെയിം സർക്കിളിൽ നിന്നാണ് എടുക്കേണ്ടത്. ഈ 2ന്റെ ഇവിടെ നിന്ന് ഈ പോയിന്റ് ചെയ്ത് ഇങ്ങനെ എടുത്ത് 2'. അതുപോലെ 3 എടുത്ത് 3'. ഓക്കെ,
അതിനുശേഷം 4 എടുത്ത് 4 ഡാഷ്, അതിനുശേഷം 5 എടുത്ത് 5 ഡാഷ്. കറക്റ്റ് ആ 5 തന്നെ വെച്ച് എടുക്കണം, മാറിപ്പോകരുത്. 6 എടുത്ത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ചെയ്ത് വരാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി ഫ്ലോയിൽ വന്നു 6 ഡാഷ്. ഇനി അതേ സംഭവമായിരിക്കും ഇത്രയും വരുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ആ പോയിന്റ്സ് ഒക്കെ കിട്ടി. ഈ 2 2 ഡാഷ് 3 ഡാഷ് ഇതിങ്ങനെ തന്നെ വരയ്ക്കണം. കേട്ടോ, 5 ഡാഷ് 6 ഡാഷ്. ഓക്കെ, മനസ്സിലായോ? നമ്മൾ ബേസ് സർക്കിളിലാണ് ഡിവൈഡ് ചെയ്തത്. എന്നിട്ട് പ്രൈം സർക്കിളിൽ നിന്നാണ് എന്തോന്ന് എടുത്തത്, അളവ് എടുക്കാൻ തുടങ്ങിയത്. മറ്റേ കേസിൽ നൈഫ് എഡ്ജില് ബേസ് സർക്കിളും പ്രൈം സർക്കിളും ഇത് തന്നെ ആയതുകൊണ്ടാണ് ഇവിടെ തന്നെ കുത്തുവെച്ച് ഇവിടെ നിന്ന് തന്നെ അളവെടുത്തത്. റോളറിന്റെ കേസിൽ ബേസ് സർക്കിളിൽ വന്നിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും, പ്രൈം സർക്കിളിൽ നിന്നാണ് അളവെടുക്കുന്നത്. പ്രൈം സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ റോളറിന്റെ നടുക്ക് എന്ന് വരയ്ക്കുന്ന ഒരു സർക്കിളാണ് പ്രൈം സർക്കിൾ. ബേസ് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വരയ്ക്കുന്ന ക്യാമിന്റെ സർക്കിൾ. ഓക്കെ, ശരി. ഇനിയിപ്പം ഇതേ സംഭവത്തിന് ഇത്രേ ഉള്ളൂ സംഭവം. അത് ഞാൻ ഇപ്പറയും കൂടെ ഇനിയിപ്പോ ചെയ്യണമല്ലോ, അപ്പൊ അത് ചെയ്യാൻ പോകും. അതായത് ഞാൻ ഇടാൻ മാർക്ക് ചെയ്തായിരുന്നു, അപ്പൊ അതിനെ ഞാൻ അതിങ്ങനെ വെച്ച് അതിങ്ങനെ പോയിന്റ് എടുത്തു. നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായോ? ഞാൻ ജസ്റ്റ് ഓടിച്ചു വിടുവാണ്. മിക്കപ്പോഴും നിങ്ങൾ എടുക്കാൻ നേരത്ത് ചിലപ്പോൾ 1 ഇവിടെ നിന്നൊക്കെ കയറ്റി എടുക്കും. അപ്പൊ നിങ്ങൾ ഈ നമ്പർ ഇട്ടാൽ മാത്രം നിങ്ങൾക്ക് ആ തെറ്റ് പറ്റാതെ കൺഫ്യൂഷൻ ഇല്ലാതെ കറക്റ്റ് ആ ഒരു സിസ്റ്റമായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. ക്യാമൊക്കെ വരയ്ക്കാൻ ഒരുപാട് സമയമാകും. അപ്പോഴത്തേക്കും തെറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വല്ലാത്ത പാടായിരിക്കും. വായിച്ചൊക്കെ ചെയ്യാനൊക്കെയുള്ള സമയമേ പോകും. ക്യാമ് വരയ്ക്കാൻ നേരത്ത് മിക്കപ്പോഴും വരുന്ന പ്രശ്നമാണ്, ക്യാമെന്നല്ല മോമോ വരയ്ക്കാൻ നേരത്തുള്ള മിക്കപ്പോഴും ഉള്ള പ്രശ്നമാണ് എന്തുള്ളത്, സമയം വരുന്നത്. ഓക്കെ, ഇതിങ്ങനെ കൊടുത്തു. എന്നിട്ട് അടുത്തത് ഇങ്ങനെ എടുക്കുക. അങ്ങനെ പറഞ്ഞ് അടുത്തടുത്ത് ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോ, ഞാനിങ്ങനെ വരയ്ക്കാം. കൂടെ എപ്പോഴും ശ്രദ്ധിക്കാം, നമ്മൾ പ്രൈം സർക്കിളിൽ കുത്തി തന്നെ എന്റെ എടുക്കുന്നതെന്ന് പറഞ്ഞു. ഒരു പോയിന്റ് കേട്ടോ, എപ്പോഴും ശ്രദ്ധിക്കാം. നമ്മൾ പ്രൈം സർക്കിൾ ചിലപ്പോൾ വേറെ മറ്റേ സർക്കിളിൽ നിന്ന് ചിലപ്പോൾ എടുത്തേക്ക് നമ്മൾ ഇപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഞാനതിന് ഫസ്റ്റ് ആ നെയിമിങ് കൂടെ കൊടുത്തു. നെയിമിങ് കൂടെ കൊടുത്തേക്കാം. 0, ഇത് 1 ഡാഷ് 2 ഡാഷ് 3 ഡാഷ് 4 ഡാഷ് 5 ഡാഷ് 6 ഡാഷ്. ഓക്കെ, ഇതാണ് 6 ഡാഷ്. ഇനിയിപ്പം എന്തോന്നാണ് ചെയ്യേണ്ടത്? അയ്യോ, ഒരു ചെറിയൊരു ഇത് കാണിച്ചു കേട്ടോ. ഇതിങ്ങനെ വരയ്ക്കരുത്. അന്ന് നൈഫ് എഡ്ജ് പോലെ ഞാൻ പെട്ടെന്ന് എഴുതി വരച്ചു. സോറി, ഞാൻ ഇതുപോലത്തെ മിസ്റ്റേക്ക് വരും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണ്ട്, റോളറിന്റെ കേസിൽ ഒരുപാട് ശ്രദ്ധിച്ചു വേണം വരയ്ക്കാൻ. ഇനിയിപ്പോ അതായത് നമ്മളിപ്പോ ഇങ്ങനെ പോയിന്റ് മാർക്ക് ചെയ്തു. ഇങ്ങനെയാണ് എടുത്തെടുത്ത് എവിടെ നിന്ന് പ്രൈം സർക്കിളിൽ നിന്ന് എടുത്തെടുത്ത് വെച്ചു, പോയിന്റ് മാർക്ക് ചെയ്തു. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മള് റോളറിലേക്ക് വരിക. റോളറിന്റെ റേഡിയസ് എത്രയാണ്? 2 സെന്റിമീറ്റർ അല്ലേ? എന്നിട്ട് അത് നമ്മള് ഇവിടെ നമുക്ക് കിട്ടിയ ഓരോ പോയിന്റിലും കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ റോളർ കയറ്റി വരയ്ക്കണം. റോളർ കയറ്റി വരയ്ക്കണം. ഓവർലാപ്പ് ചെയ്യുന്ന പോലെ വരച്ചാലും മതി. ഓക്കെ, ഓവർലാപ്പ് ചെയ്യുന്ന പോലെ ഫുള്ളായിട്ട് ഇങ്ങനെ വളച്ച് പോകണ്ട. എനിവേ അതിന്റെ ബേസ് വന്നിട്ട് തട്ടണം. അത്രേ ഉള്ളൂ. മണ്ടയ്ക്കൊട്ട് ഒരുപാട് പോകണമെന്നില്ല. ബേസ് തട്ടില്ല. നാലാമത്തെ അവിടെ വെച്ചിട്ട്
ഓക്കെ, ബേസ് മാത്രം പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഈ പോയിന്റ് സീറോയുടെ ഈ പോയിന്റ് വരച്ചു. മറ്റേ പോയിന്റ് അവിടെ നിന്ന് 1' അവിടെ നിന്ന് ഇങ്ങനെ വരച്ചു. 2' അവിടെ നിന്ന് ബേസ് തട്ടിച്ചുകൊണ്ട് വരയ്ക്കണം. കാണാൻ പറ്റും. 3' അവിടെ നിന്ന് 4' അവിടെ നിന്ന് 5' അവിടെ നിന്ന് 6' അവിടെ വരയ്ക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കും. ഓക്കെ, അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതും വരച്ചു. ഇപ്പൊ മനസ്സിലായോ? റോളർ നമ്മൾ ഇങ്ങനെ ഇരുന്നു, അതിങ്ങനെ ഇങ്ങനെ പൊങ്ങി പോയി. അപ്പൊ റോളറിന്റെ അറ്റം തട്ടുന്ന സ്ഥലവും കൂടെ ചേർത്താണ് നമ്മൾ കൂട്ടി വരയ്ക്കുന്നത്. അല്ലാതെ നമ്മള് നൈഫ് എഡ്ജ് വരയ്ക്കുന്ന പോലെ ഇങ്ങനെ കയറ്റി വരച്ചേക്കരുത്. എനിക്ക് അപ്പോഴതാണ് ഞാൻ ഇങ്ങനെ അങ്ങനെ വരയ്ക്കരുത്, ശ്രദ്ധിക്കുക. ഞാൻ എനിക്ക് പറഞ്ഞുതരാൻ തെറ്റിച്ചു. അതൊക്കെ അപ്പൊ ഇതിങ്ങനെ ഇതിന്റെ അറ്റം മുട്ടുന്ന ആ ഭാഗം ഇങ്ങനെ പോലെ ഒക്കെയാണ് പാട്. ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? സെൻട്രൽ. എന്നിട്ട് ഇത് മുട്ടുന്നതിന്റെ ഇവിടെ റോളർ മുട്ടുന്നതിന്റെ അറ്റവും ഇതും കൂടെ ഇത് സെയിം ആയി. അത് ഞാൻ അപ്പോഴും മണ്ടക്കോട്ട് കയറ്റില്ല വരച്ച്. ഇത് ഇതിന്റെ അറ്റവും ഇതിന്റെ അറ്റവും കൂടെ ചിലപ്പോൾ ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം ഇത് വന്നിട്ട് അടുത്തത് ഇങ്ങനെ ഓക്കെ സ്മൂത്തായിട്ട് ഇരിക്കുന്നത് സാധനം ഇങ്ങനെ വരും. ഓക്കെ, നല്ല പിടിക്കാൻ പറ്റും അല്ലേ? ഇതിങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ബെൻഡായി നല്ലൊരു ബെൻഡായിട്ട് ബെൻഡായിട്ട് ഇരിക്കാൻ പാടില്ല. എന്നിട്ട് ഇതെന്തോന്ന് ചെയ്യണം? ഹൈലൈറ്റ് കൊടുക്കണം. ഹൈലൈറ്റ് ചെയ്താ ക്യാമാണ് കൊടുക്കേണ്ടത്. നമ്മളത് വരയ്ക്കാൻ റോളർ വരയ്ക്കാൻ വേണ്ടി വരച്ചാണ് ഈ ട്രെയിൻ സർക്കിൾ. അപ്പൊ നിങ്ങൾ സർക്കിൾ മാറ്റി ഹൈലൈറ്റ് കൊടുക്കരുത്. ഓക്കെ ഓക്കെ, നല്ല സ്മൂത്ത് ആക്കി കൊടുക്കണേ. അപ്പൊ അത്രേ ഉള്ളൂ റോളർ ഫോളോവർ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് നോർമൽ ക്യാം നമ്മൾ നോക്കി, നൈഫ് എഡ്ജ് നോക്കി കഴിഞ്ഞു, റോളർ നോക്കി കഴിഞ്ഞു. അതാണ് അതിന്റെ ഒരു നോർമൽ ക്യാം വരയ്ക്കുന്നതിന്റെ ബേസിക്. ഇനിയിപ്പോ ഓഫ് സെറ്റ് വരയ്ക്കുന്നത് എങ്ങനെ അത് പറയാം. ഇപ്പൊ സാധാരണ ഒരു ക്യാം വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഒരു ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വേണം. ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാമത്തിന്റെ അകത്ത് വെച്ചാണ് നമ്മൾ അളവെടുത്ത് വരയ്ക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വേണം. പിന്നെ നമുക്ക് ക്യാമിന്റെ റേഡിയസ് വന്നിരിക്കും, ക്യാപിറ്റൽ ആർ, അത് വേണം. പിന്നെ തീറ്റ ഓ വേണം, തീറ്റ ഡി വേണം, തീറ്റ ആറും വേണം അല്ലേ? ഈ 4 ഐറ്റം വേണം. അപ്പം ഇത്ര സാധനം വേണം. പിന്നെ ഇതിന്റെ കൂട്ടത്തില് നമ്മളിപ്പോ സപ്പോസ് റോളർ ആണെങ്കിൽ നമുക്ക് റോളറിന്റെ റേഡിയസും കൂടെ വേണം അല്ലേ? ഇത്രയാണ് വേണ്ടത്. ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വേണം, ക്യാമിന്റെ റേഡിയസ്, ഔട്ട് സ്ട്രോക്കിന്റെ ആംഗിൾ തീറ്റ ഓ, വെല്ലിന്റെ ആംഗിൾ തീറ്റ ഡി, റിട്ടേൺ സ്ട്രോക്കിന്റെ ആംഗിൾ തീറ്റ ആറ്, പിന്നെ റോളർ ആണെങ്കിൽ റോളറിന്റെ റേഡിയസും കൂടെ വേണം. ഇത്ര ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് എന്തോന്ന് വരയ്ക്കാം? ഒരു ക്യാം വരയ്ക്കാം. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കാനാണെങ്കിലോ സ്ട്രോക്ക് വേണം, തീറ്റ ഓ വേണം, തീറ്റ ഡി വേണം, തീറ്റ ആറ് വേണം. ഇത്ര ഉണ്ടെങ്കിൽ എന്തോന്ന് വരയ്ക്കാം? നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കാം അല്ലേ? അതെ. ഇനിയിപ്പം വേറെ ഇനിയിപ്പോ ഓഫ് സെറ്റ് വരുമ്പോ ഇതിന്റെ അകത്ത് ഓഫ് സെറ്റിന്റെ ഇതും കൂടെ വരും. ഓഫ് സെറ്റിന്റെ എന്തോന്ന് എത്ര ദൂരം മാറിയിട്ടാന്നുള്ള സംഭവം കൂടെ വരും. ഓഫ് സെറ്റിനെ ഓഫ് സെറ്റ് സർക്കിൾ എന്ന് പറയുന്നത് അതിന് ഒരു റേഡിയസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഓഫ് സെറ്റ് എന്ന് തന്നെ എഴുതാം. ഓഫ് സെറ്റ് കൂടെ വരും. ഓക്കെ, നോർമൽ ക്യാം ആണെങ്കിൽ ഇത്രേ വരത്തുള്ളൂ. നൈഫ് എഡ്ജ് ആണെങ്കിൽ ഇത്രേ വരത്തുള്ളൂ. റോളർ ആണെങ്കിൽ ഇത്രയും വരും. ഇനി ഓഫ് സെറ്റ് ഉള്ള റോളർ ആണെങ്കിൽ ഇത്രയും വരും. ഇനിയിപ്പം ഓഫ് സെറ്റ് ഉള്ള നൈഫ് എഡ്ജ് ആണെങ്കിൽ ഇത്ര എണ്ണം വരും. ഓക്കെ, ശരി. കാര്യം ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര നീങ്ങിയിരിക്കും. ഓക്കെ, ഇനിയിപ്പം
നോർമൽ ക്യാമറ, നോർമൽ ഫോളോവർ ഒക്കെ നോക്കിയല്ലോ. ഇനിയിപ്പം നൈഫ് എഡ്ജ് തുടങ്ങാം. നൈഫ് എഡ്ജ് ആണ് ഏറ്റവും ബേസിക്. അപ്പം നൈഫ് എഡ്ജ് ഫോളോവറിന്റെ ഓഫ്സെറ്റ് ക്യാം ആണ് പഠിക്കുന്നത്. ഓഫ്സെറ്റ് ക്യാം. ഓക്കെ. അപ്പം ഇതിനകത്ത് എന്നൊക്കെ വേണമെന്ന് പറഞ്ഞു ഞാൻ ഇതൊക്കെയാണ് വേണ്ടത്. ഏതൊക്കെ? ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം. അത് നമുക്ക് ഇപ്പൊ ഇതിനകത്തൊന്ന് ഇതെടുക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം ആയിട്ട് ഞാൻ വേണമെങ്കിൽ ഇതെടുത്ത് വരയ്ക്കാം. ഇത് വരയ്ക്കാം. പിന്നെ റേഡിയസ് ഞാനൊരു 4 സെന്റിമീറ്റർ ആയിട്ട് എടുത്തു. സർക്കിൾ ക്യാമ്പിന്റെ റേഡിയസ് ഒരു 4 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. ഇനിയിപ്പം വേറെ എന്തോന്ന് വേണം? തീറ്റ ഒ, തീറ്റ ഡി, തീറ്റ ആർ. തീറ്റ ഒ എന്ന് പറയുന്നത് ഞാനിപ്പോ എത്ര എടുക്കാം? ഇപ്പൊ ഞാനിപ്പോ ഇതെല്ലാം എടുത്തിരിക്കുന്നത് ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാമിലും എടുത്തിരിക്കുന്നത്. ഇതിന്റെ തീറ്റ ഒ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 60, 30, 120 ആണ്. അപ്പം തീറ്റ ഒ 60, തീറ്റ ഡി 30, പിന്നെ തീറ്റ ആർ എന്ന് പറയുന്നത് 120 ഡിഗ്രി. ഇങ്ങനെയല്ലേ? 60, 30, 120 ഡിഗ്രി. അപ്പൊ ഇതൊരു നൈഫ് എഡ്ജ്. അപ്പൊ ഇനിയിപ്പോ എന്തോന്ന് വേണം? ഓഫ്സെറ്റ് വേണം. ഓഫ്സെറ്റ് ഞാൻ പറയുന്നു, ഓഫ്സെറ്റ് ഉണ്ട്. ഓഫ്സെറ്റ് വന്നിട്ട് ഒരു 2 സെന്റിമീറ്റർ ആണ് ടു ദ റൈറ്റ് എന്ന് പറയുന്നു. ടു ദ റൈറ്റ്. ചോദ്യത്തിൽ ഡയറക്ഷൻ പറയും. ടു ദ ലെഫ്റ്റ് ആണെങ്കിൽ ടു ദ ലെഫ്റ്റ് എന്ന് പറയും, റൈറ്റിലേക്ക് ആണെങ്കിൽ റൈറ്റ് എന്ന് പറയും. ഇനി ഒന്നും പറഞ്ഞില്ലെങ്കിൽ അസ്യൂം ഓഫ്സെറ്റ് ടു ദ റൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ എഴുതിയേക്കുക. പക്ഷെ അത് എഴുതണം, നമ്മളൊരു രീതി. ഓക്കെ. ഇനിയിപ്പം എന്തോന്ന് എഴുതണം? ആദ്യം എടുത്തു എത്രയാ? 4 സെന്റിമീറ്റർ. ആദ്യം നമ്മളെപ്പോഴും ഇതാണ് വരയ്ക്കുന്നത്. 4 സെന്റിമീറ്റർ എടുത്തു. ഓക്കെ. ഇതിന്റെ അർത്ഥം ഓയാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാ സ്ഥലത്തും ഓയ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതാണ് എന്തോന്ന്? ബേസ് സർക്കിൾ. ബേസ് സർക്കിൾ തന്നെയാണ് പ്രൈം സർക്കിൾ. കാരണം എന്താ? ഇത് നൈഫ് എഡ്ജ് അല്ലേ? ഓക്കെ. പിന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യണം? ലൈൻ ഓഫ് ആക്ഷൻ. ഇതാണ് ഇതിന്റെ ആക്സിസ്. ഇതിങ്ങനെ വരും. ഇത് ഓ. ശരി. ഇനിയിപ്പോ ഇവര് പറഞ്ഞിട്ടുണ്ട് 2 സെന്റിമീറ്റർ ടു ദ റൈറ്റ്. അതായത് ഇത് 2 സെന്റിമീറ്റർ ഇപ്പുറം മാറിയാണ് ഇരിക്കുന്നത്. അപ്പൊ അത് കാണിക്കാൻ വേണ്ടി നമ്മൾ 2 സെന്റിമീറ്റർ റേഡിയസ് എടുക്കണം. 2 സെന്റിമീറ്റർ റേഡിയസ് ആയിട്ട് എടുക്കണം. എന്നിട്ട് ബേസ് സർക്കിൾ അല്ലെങ്കിൽ ബേസ് സർക്കിളിന്റെ സെന്ററിൽ വെച്ച് നമ്മൾ അതിനെ വരയ്ക്കുന്നു. റേഡിയസ് എടുക്കും. ഓക്കെ. എന്നിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നു. ഇത് നിങ്ങൾ ലൈൻ ഓഫ് ആക്ഷൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പൊ അടുത്ത കണക്കിന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പ്രോപ്പർ സ്റ്റെപ്പ് മനസ്സിലാവും. എന്നിട്ട് ഇവിടെ നിന്ന് ഒരുപാട് വളയാതെ കറക്റ്റ് പെർപെൻഡിക്കുലർ തന്നെ പറ്റുമെങ്കിൽ അതൊരു പ്രൊട്രാക്ടർ വെച്ച് തന്നെ എടുക്കുക. എന്നിട്ട് എന്തോന്ന് ചെയ്യുക? ഇതിന് ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. ഇവിടെയാണ് ആക്ച്വലി ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കേണ്ടത്. ഓക്കെ. ഇത് നൈഫ് എഡ്ജ് അല്ലേ? അപ്പം ഈ എൻഡിൽ തന്നെ നമുക്ക് നിർത്താം. കാരണം ഇവിടെയാണല്ലോ നൈഫ് എഡ്ജ് ഇങ്ങനെ വരുന്നത്. ഇത് സ്കെയിലും കൊണ്ട് ഇങ്ങനെ നൈഫ് എഡ്ജ് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ. ഇങ്ങനെ വരച്ചേക്കാം. പിന്നെ ഇവിടെ ഈ ലൈൻ ഓഫ് ആക്ഷന്റെ ആവശ്യം ഇല്ല. സപ്പോസ് ഇങ്ങനെ കിടന്നാലും കുഴപ്പമില്ല. ജസ്റ്റ് ഞാൻ കഴിഞ്ഞ ഓക്കെ. അപ്പൊ ഇതിനെ ഞാൻ എന്തോന്നായിട്ട് എടുത്തു? എ ആയിട്ട് എടുത്തു. ഓക്കെ. ഇതിനെ ഒ ആയിട്ട് എടുത്തു. ഏതാണ്? ബേസ് സർക്കിളിന്റെ സെന്റർ. എന്നിട്ട് ഈ മുട്ടുന്ന ഈ നൈഫ് എഡ്ജിന്റെ അറ്റവും ടിപ്പാണ് എന്തോന്ന്? എ. എല്ലാ കേസിലും അങ്ങനെയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് എടുത്തത്? ഇത് ഓഫ്സെറ്റ് എത്ര സെന്റിമീറ്റർ ആണ്? ഇതൊരു 2 സെന്റിമീറ്റർ ഓഫ്സെറ്റ് ആണ്. പിന്നെ ഇതെന്ന് പറയുന്നത് മൊത്തം 4 സെന്റിമീറ്ററിന്റെ റേഡിയസ് ആണ്. ഓക്കെ. 4 സെന്റിമീറ്റർ എടുത്ത് ബേസ് സർക്കിൾ വരച്ചു. ഓഫ്സെറ്റ് 2 സെന്റിമീറ്റർ ടു ദ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സെന്റിമീറ്റർ എടുത്തൊരു ഇത് വരച്ചു. ഇതാണ് ഓഫ്സെറ്റ് സർക്കിൾ. ഇതാണ് എന്തോന്ന്? ഓഫ്സെറ്റ് സർക്കിൾ. ഓഫ്സെറ്റ് സർക്കിൾ എടുത്തെന്തോന്ന് വരച്ചു. എന്നിട്ട് അതിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു 2 സെന്റിമീറ്റർ എടുത്ത് ഇവിടെ നിന്ന് ഒരു ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്ത് മുട്ടിച്ചു. ഇതാണ് ടിപ്പാണ് എന്തോന്ന്? നൈഫ് എഡ്ജിന്റെ ടിപ്പ്, ഫോളോവറിന്റെ ടിപ്പ്. എന്നിട്ട് ഇതൊന്നും കൂടെ കൂട്ടി മുട്ടിക്കുക. ഇതാണ് എന്തോന്ന്? ഒ എ. ഇങ്ങനെയാണ് ഒ എ വരുന്നത്. അല്ലാതെ വേറെ എവിടെയെങ്കിലും കയറ്റി വരച്ചിട്ട് അത് ഒ എ എന്ന് പറഞ്ഞ് എടുത്തിട്ട് ഒ എന്ന് അളക്കാൻ പാടില്ല. ഒ എ എന്തിനാണ് എടുക്കുന്നത്? അവിടെ നിന്നാണ് നമ്മൾ മെഷർ ചെയ്ത് തുടങ്ങുന്നത്. ഒ എന്നാണ് മെഷർ ചെയ്ത് തുടങ്ങുന്നത് ആംഗിൾ. ഓക്കെ. ആംഗിൾ മെഷർ ചെയ്ത് തുടങ്ങുന്നത് ഒ എയിൽ നിന്നാണ്. ഇനിയിപ്പം ആദ്യത്തെ 60 ഡിഗ്രി. ഇനിയിപ്പോ ബാക്കി കാര്യങ്ങൾ പോലെ സിമ്പിൾ ആയിട്ട് ചെയ്യുക. ഓഫ്സെറ്റിന്റെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു.
അപ്പോൾ 60 ഡിഗ്രി. അപ്പോൾ 60 ഡിഗ്രി എടുത്തു. എവിടെയാ മാർക്ക് ചെയ്യേണ്ടത്? ബേസ് സർക്കിളിലാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 60, 30 എന്ന് പറയുമ്പോൾ 90, പിന്നെ 120 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെച്ച് തന്നെ എടുക്കണം. ശരി, ഇതാണ് ആ പോയിന്റ്. അല്ല, ഇവിടെ അല്ല വെക്കണ്ടേ, ഇത് ഓഫ്സെറ്റ് സർക്കിളാണ്. സോറി, ഇവിടെ വെച്ചോണ്ട് എടുക്കാം. ഇവിടെ വെച്ചാണ് എടുക്കുക. ഇതാണ് തോന്നുന്നത് ബേസ് സർക്കിൾ. ബേസ് സർക്കിളിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇത് നമ്മളിങ്ങനെ വെച്ചു, ബേസ് സർക്കിൾ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇനിയിപ്പം ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാൻ വേണമെങ്കിൽ ഡിവിഷൻ ചെയ്യുന്നതല്ലേ, ഡിവൈഡ് ചെയ്യുന്നതല്ലേ. ഇനിയിപ്പോ ഇവിടെ വെച്ചൊരു 120 ഡിഗ്രി എടുത്തു കൊടുക്കുക. 120 ഡിഗ്രി എടുക്കുക. 120 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ശരി, അപ്പൊ 120 ഡിഗ്രി ആയി. ഇതിവിടെ പോയിന്റ് ഇവിടെ വരും, ഇതിങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഇതെത്ര തീറ്റാവോ എഴുതണം? 60 ഡിഗ്രി. ഇതെത്ര തീറ്റ ഡി? എത്ര ഡിഗ്രി? 30 ഡിഗ്രി. ഇതെത്ര തീറ്റ 6? 120 ഡിഗ്രി എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെക്കുക. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യണം നോർമൽ, ബാക്കി മറ്റേ ഓഫ്സെറ്റ് ഇല്ലാത്ത ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യാൻ നേരത്തെ 60 ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ 10 ഡിഗ്രി വെച്ച് വരത്തില്ലേ, വരും. അപ്പം 10, 20, 30, 40, 50, 60 നേരെ കയറി ഇങ്ങനെ 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 നേരെ വരച്ചേക്കല്ലേ. ഇത് ഓഫ്സെറ്റ് ആണ്. ഓക്കെ, അപ്പം എല്ലാത്തിനും ഒരു കാരണമുണ്ട്. അപ്പം ഇത് ഇങ്ങനെ വെച്ചു, ഇതിങ്ങനെ വെച്ചു. അതിനുശേഷം ഇതിനെയും 120 എന്ന് പറയുമ്പോ 20 വെച്ചല്ലേ. അതൊക്കെ ഞാൻ അവിടെ പറഞ്ഞതല്ലോ. അതിൻ്റെ 60, 50, 2, 4, 6, 8, 10. ഓക്കെ, എന്നിട്ട് എന്തോന്ന് ചെയ്യണം? എവിടെ വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്? പ്രൈം ഇത് വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. റോളർ അല്ല, പക്ഷെ എന്നാലും അങ്ങനെ തന്നെ നിങ്ങൾ വിചാരിച്ച് തന്നെ ഓരോ ഇത് ആലോചിച്ചെടുക്കുക. ഡിവൈഡ് ചെയ്യുന്നത് ഏത് സർക്കിളിലാണ്? ബേസ് സർക്കിളിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. പ്രൈം സർക്കിളിലാണ് നമ്മൾ അളവെടുക്കേണ്ടത്. ഇതിപ്പോ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത്, അതുപോലെ തന്നെ ഇപ്പറയും കൂടെ ഡിവൈഡ് ചെയ്തിട്ട് അപ്പൊ നമ്പർ ഒരുമിച്ച് കൊടുക്കുക. വേറെ ഓരോന്നിനും ഓരോന്നിനും എടുത്തോണ്ടിരിക്കണ്ട. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് നമ്പർ കൊടുത്തേക്കാം. നമ്പർ അങ്ങനെ കൊടുക്കാം. ഇത് 0, 1, 2, 3, 4, 5, 6. കറക്റ്റ് 6 തീറ്റ ഡി അവസാനിക്കുമ്പോൾ തീരും. അതുപോലെ തന്നെ അടുത്തത് ഇത് 0, 1, 2, 3, 4, 5, 6. കറക്റ്റ് 6 കൊണ്ടിട്ട് അവസാനിക്കും. ഓക്കെ, ഇനിയാണ് എന്തോന്ന്? ഇനി നമ്മൾ സാധാരണ എന്താ ചെയ്തത്? ഇപ്പൊ എല്ലാം ചെയ്തു, ഇത് എല്ലാത്തിനും സെയിം ആണ്. ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ നോർമൽ ക്യാമറയിൽ നേരെ സെന്ററിൽ നിന്ന് കയറ്റി വെച്ച് നേരെ ഇങ്ങനെ 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 വരച്ചു. പക്ഷെ ഓഫ്സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മ വരണം. ടാൻജൻഷ്യൽ, ഒരു സർക്കിൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ സർക്കിളില് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുമ്പം ഏതാണ്ട് ആ ലൈനിന്റെ ഒരു ഡോട്ട് മാത്രം ആ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന പോലെ ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് എന്തോന്ന് ടാൻജൻഷ്യൽ എന്ന് പറയുന്നത്. അതായത് ഒരു സർക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ സർക്കിൾ ഇങ്ങനെ കുറച്ച് കയറ്റി വരയ്ക്കുക, 2 പോയിന്റ് ഒക്കെ മുട്ടുന്ന പോലെ. പക്ഷെ ഒരു ലൈൻ കയറ്റി വരച്ചു കഴിഞ്ഞാൽ ആ ലൈനില് ഏതാണ്ട് സർക്കിളിന്റെ ഒരു ഡോട്ട് മാത്രം മുട്ടുന്ന പോലെ വരയ്ക്കുന്നതിനാണ് ടാൻജൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാന് 1 എടുത്തു. സാധാരണ നമ്മൾ എന്തോന്ന് ചെയ്തു? ഇങ്ങനെ ഓരോ ഇതിനെയും നമ്മൾ സെന്റർ വെച്ച് വരയ്ക്കും. പക്ഷെ ഇവിടെ സെന്റർ അല്ല, ഇതിനെ നമ്മൾ ടാൻജൻഷ്യൽ ആയിട്ട് എടുക്കണം. ഏതിനെ ടാൻജൻഷ്യൽ? ഏത് സർക്കിളിനെ ടാൻജൻഷ്യൽ ആയിട്ട് എടുക്കും? ഈ അകത്തെ ഓഫ്സെറ്റ് സർക്കിളിന്. അപ്പം ഏതാണ്ട് ഒന്നേ കുത്തി ഈ സർക്കിൾ നിങ്ങൾക്ക് കാണാമോ? സർക്കിൾ കാണാമല്ലോ. അപ്പൊ സർക്കിളിൽ ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒരു പോയിന്റ് ടച്ച് ആവുന്ന പോലെ വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ വരച്ചു. അതുപോലെ തന്നെ 2 വെച്ചിട്ട് ഒരു പോയിന്റ് ടച്ച് ആവുന്ന പോലെ വെച്ചുകൊണ്ട് ഇങ്ങനെ വരച്ചു. ഒരു പോയിന്റ് എവിടെ ടച്ച് ആകണ്ട? സർക്കിളിന്റെ ഓഫ്സെറ്റ് സർക്കിളിന്റെ ഇതില് ഒരു ഇത് ടച്ച് ആവുന്ന പോലെ ഇങ്ങനെ വരച്ചു. 4-മത്തേത് ബേസ് സർക്കിളിൽ നിന്നാണ് ഇത് വരയ്ക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ
അപ്പം ഇതിവിടെ 6 എണ്ണം വരച്ചു. ഇനിയിപ്പം ഇതിന്റെ ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ അടുത്ത് ഇനി ഇവിടെ ഇനി ഇതിനെ ഇതെല്ലാം ടാൻജൻഷ്യൽ ആയിട്ട് തന്നെ ഇതിന് ടാൻജൻഷ്യൽ ആയിട്ട് തന്നെ. ഓക്കെ, വരയ്ക്കുന്നതാണോ? അങ്ങനെ ടാൻജൻഷ്യൽ ആയിട്ട് വരയ്ക്കാം. പുരിഞ്ചതാ ഓക്കെ. അങ്ങനെ തീറ്റ ഓ ഇത്രയും വരച്ചു, തീറ്റ ആർ ഇത്രയും വരച്ചു. ഇനിയിപ്പോ എന്തോന്നാണ് ചെയ്യേണ്ടത്? ഇതിപ്പോ ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ഇവിടെ നിന്ന് എടുത്ത് വരച്ച് കഴിയുമ്പോൾ എന്തോന്ന് ചെയ്യും? അവിടെ കുത്തി ഇങ്ങനെ എടുക്കും. ഇതിനകത്ത് പ്രൈം സർക്കിളിൽ കുത്തിയാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുക. നൈഫ് എഡ്ജിന്റെ കേസിൽ ബേസ് സർക്കിളും പ്രൈം സർക്കിളും ഒന്നാണ്. അതുകൊണ്ട് ആ ഡോട്ടിൽ തൊട്ട് എടുത്താൽ മതി. ഇപ്പൊ നമ്മളെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം എടുക്കുക. ഏതാ? ഇതല്ലായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം. ഓക്കെ, അപ്പം ഈ 1 ഈ 1' കൂടെ ചേർക്കുക. അതാണ് എന്തോന്ന് ഇത് പ്രൈം സർക്കിളിൽ നിന്നാണ് അളവ് എടുക്കേണ്ടത്. നൈഫ് എഡ്ജിന്റെ കേസിൽ പ്രൈം സർക്കിളും ബേസ് സർക്കിളും ഒന്നാണ്. അപ്പൊ ഇവിടെ നിന്ന് അളവെടുത്തു. ഓക്കെ, ഇനിയിപ്പോ അടുത്തത് 2. ഇപ്പൊ മനസ്സിലായോ ആദ്യമേ എന്തുകൊണ്ടാണ് നേരെ കയറ്റി വരയ്ക്കാത്തതെന്ന്? അത് ടാൻജൻഷ്യൽ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ്. അത് നമ്മൾ ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. പരീക്ഷയ്ക്ക് പെട്ടെന്ന് നേരെ വരച്ച് ടച്ച് ചെയ്യുമോ അങ്ങനെ ആയിരിക്കും. അപ്പൊ ആദ്യമേ നമ്മളിങ്ങനെ എടുത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ അത് ശ്രദ്ധിക്കും. നമ്മളെ സ്കിപ്പ് ചെയ്തോളാം. ആറെടുത്തു. ഇനിയിപ്പോ അതിനുശേഷം അതേ 6 തന്നെ ഇവിടെ. ഓക്കെ, ഇനിയിപ്പോ 1 വളരെ സിമ്പിളാണ്. സിമ്പിൾ സബ്ജക്റ്റ് ആണ്, ഒന്നുമില്ല. ഇത് മെയിനായിട്ട് ഇങ്ങനത്തെ വരയ്ക്കുന്നത് തന്നെയാണ് എൻ്റെ കയ്യിൽ. ആ വരയ്ക്കുന്നത് മാത്രം നിങ്ങൾ സെറ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല, നിങ്ങൾ വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ടും നിങ്ങൾക്ക് സ്പീഡ് കിട്ടും. സ്പീഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ചോദ്യം അറ്റൻഡ് ചെയ്യും. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തൊന്ന് നോക്കണം. എല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരേ പാറ്റേൺ, ഒരേ സംഭവം. 4th മോഡ്യൂളിൽ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞു, 4th മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ചോദ്യം, അതാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യം കണ്ണടച്ചുകൊണ്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ 4th മോഡ്യൂളിൽ നിന്ന് 10 മാർക്ക് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ 14 മാർക്ക് സെറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇരിക്കുന്ന കാര്യങ്ങൾ. അപ്പം അത് നിങ്ങൾ വിട്ടേക്കരുത്. സെക്കൻഡ് മോഡൽ എന്ന് പറഞ്ഞാൽ ക്യാം, 5th മോഡൽ എന്ന് പറഞ്ഞാൽ മറ്റേ റൊട്ടേറ്റിംഗ് മാസ്. ശരി, അപ്പൊ അങ്ങനെ ഞാൻ വരച്ചു. ഇനിയിപ്പോ എന്നാ ഉണ്ട്? ഇത് നൈഫ് എഡ്ജ് ആയതുകൊണ്ട് നമുക്ക് കണ്ണും പൊട്ടി ഇങ്ങനെ വരച്ചാൽ മതി. നമ്മൾ എടുത്ത ഡോട്ടിൽ കൂടെ ഇങ്ങനെ കണ്ടോ, കറക്റ്റായിട്ട് തന്നെ വരും. കാണാണ്ട് വരും. ഇതിങ്ങനെ കൊടുക്കും. ഇനിയിപ്പോ ഇതിനിങ്ങനെ വരച്ചാൽ മതി. ഏറ്റവും അതിനുശേഷം ഹൈലൈറ്റ് ചെയ്യുക, സ്മൂത്ത് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുക. ഞാൻ ക്യാമ വരയ്ക്കാൻ പഠിച്ചു. സ്മൂത്ത്. അപ്പൊ ഇതാണ് ക്യാം, നൈഫ് എഡ്ജിന്റെ ഓഫ്സെറ്റ് ക്യാം. ഇതിനകത്ത് ഒന്നുമില്ല. ഓഫ്സെറ്റ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഓർക്കേണ്ടത് ടാൻജൻഷ്യൽ. റോളർ ഫോളോവറിന്റെ ഓഫ്സെറ്റ് ക്യാം ആണ് വരയ്ക്കാൻ പോകുന്നത്. ശരി,
റോളർ ഫ്ലവർ എന്ന് പറയുമ്പോൾ റോളറിന് ഒരു ചെറിയ റേഡിയസ് കാണും, അതിനെ ഞാൻ സ്മോൾ ആണെന്ന് കൊടുത്തു. അതിനെ ഞാനൊരു 2 സെൻറ്റിമീറ്റർ ആയിട്ടെടുത്തു. ഓക്കെ, ഇനിയിപ്പം എനിക്ക് ഓഫ്സെറ്റ് എന്ന് പറയുമ്പം ഓഫ്സെറ്റിൻ്റെ ഒരു മെഷർമെൻ്റ് ഉണ്ട്. അതിന് ഞാനൊരു 1.5 സെൻറ്റിമീറ്റർ ആയിട്ട് കൊടുത്തു. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാനിതിനെ ഒന്നും പറഞ്ഞിട്ടില്ല, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ഞാൻ പറയുന്നില്ല ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് ക്യാമിൻ്റെ റേഡിയസ്, അത് ഞാനൊരു 4 സെൻറ്റിമീറ്റർ, ക്യാപിറ്റൽ ആകുന്നത് 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് എടുത്തു. പിന്നെ തീറ്റ ഇപ്പം ഏത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വെച്ച് വരയ്ക്കാം? ഇത് വരച്ചു, ഇതും വരച്ചു, ഇതും വരച്ചു. ഇനിയിപ്പോൾ ഇതുണ്ടല്ലോ, ഇത് വെച്ച് വേണമെങ്കിൽ വരയ്ക്കാം, ഇത് വെച്ച് വേണമെങ്കിൽ വരയ്ക്കാം. അപ്പോൾ 120, 60, 60 എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, തീറ്റ 120 ഡിഗ്രി, തീറ്റ ഡി എന്ന് പറയുന്നത് 60 ഡിഗ്രി, തീറ്റ ആർ എന്ന് പറയുന്നത് 60 ഡിഗ്രി എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. ശരി, അപ്പം ഇത്രയും സാധനം ഉണ്ട്. എല്ലാം ആയില്ല. 1, 2, 3, 4, 5, 6 ഐറ്റമായി. എന്ത് പറഞ്ഞൊന്നും ഇരിക്കുന്നില്ല. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം 7 ഐറ്റമായി. അപ്പം ഇത് വെച്ച് എനിക്ക് വരയ്ക്കാം. ശരി, ഇനിയിപ്പം ഞാൻ ആദ്യം എന്തോന്ന് ചെയ്യുന്നത്, സാധാരണ ക്യാമ്പ് വരയ്ക്കാൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഉണ്ട്. ഇനിയിപ്പം റേഡിയസ് 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ സ്കെയിലിൽ മെഷർ കോമ്പസ് കൊണ്ട് ചെയ്തിട്ട് പോയിൻ്റ് വെച്ച് ഒരു സർക്കിൾ വരച്ചു. ഇതാണ് എന്തോന്ന്, ബേസ് സർക്കിൾ. അത് ഞാനിവിടെ എഴുതി, ബേസ് സർക്കിൾ എന്ന് പറഞ്ഞ് എഴുതി. ഇത് റോളറല്ലേ, അപ്പോൾ പ്രൈം സർക്കിളും ബേസ് സർക്കിളും സെപ്പറേറ്റ് ആണ്. ശരി, ഇനിയിപ്പം അടുത്തത് എന്തോന്നാണ്, ഇത് ഞാൻ വരച്ചു. ഇനിയിപ്പോൾ അടുത്തത് ഓഫ്സെറ്റ് 1.5 സെൻറ്റിമീറ്റർ. അപ്പോൾ 1.5 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തുകൊണ്ട് ഞാൻ ഒരു ഓഫ്സെറ്റ് സർക്കിൾ വരയ്ക്കുക. ഇതാണ് എന്തോന്ന്, ഓഫ്സെറ്റ് സർക്കിൾ. ശരി, ഇനിയിപ്പം ഞാൻ അസ്യൂം ഓഫ്സെറ്റ് ടു ദ റൈറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അസ്യൂം ഓഫ്സെറ്റ് ടു ദ റൈറ്റ്. കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ എന്തോന്ന് ചെയ്യുന്നു, ജസ്റ്റ് ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു പോയിന്റ് എടുത്ത് 1 പോയിന്റിൽ ഒരു 90 ഡിഗ്രി എടുത്ത് മുകളിലേക്ക് വരയ്ക്കണം. പിന്നെ ക്യാം എങ്ങോട്ടാ, ഇവിടെ എന്തോന്ന് കൊടുത്തു, ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കണം. സർക്കിളിൻ്റെ സെൻറ്ററിനെ നമ്മളെപ്പോഴും O എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പം നൈഫ് എഡ്ജ് ആണെങ്കിൽ ഈ കുത്തുന്ന പോയിന്റിനെ നമുക്ക് A ആയിട്ട് എടുക്കാമായിരുന്നു. ഇനിയിപ്പോൾ റോളറിൻ്റെ എത്രയാണ്, 2 സെൻറ്റിമീറ്റർ. ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ കോമ്പസിലെടുത്തുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ഈ മുട്ടുന്ന ഈ പോയിന്റ് വെച്ചിട്ട് ഇവിടെ ഒരു കട്ടിങ്. അപ്പോൾ ഇവിടെയാണ് റോളറിൻ്റെ സെൻറ്റർ. അപ്പോൾ അത് അവിടെ വെച്ചിട്ട് ഒരു ഇത് വരച്ച് നോക്കുക. യെസ്, റോളറിൻ്റെ സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തോന്ന്, ഇതിൻ്റെ റോളറിൻ്റെ സെൻറ്റർ. ഇതിനെന്തോന്ന് കൊടുക്കണം, A. ഇതാണ് A. അപ്പോൾ OAനെ കൂട്ടിമുട്ടിക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പം ആംഗിൾ ഇങ്ങോട്ടെടുക്കണോ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇവിടെ എങ്ങോട്ടാ, ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ ക്യാം കറങ്ങുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അസ്യൂം ദി ക്യാം റൊട്ടേറ്റ്സ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് എഴുതി. അതായത് ഇങ്ങോട്ടാ കറങ്ങുന്നതെന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ് എഴുതി. ഇനിയിപ്പോൾ അപ്പോൾ എനിക്ക് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്കാണ് ആംഗിൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വെച്ചു. ആദ്യം എത്ര എടുക്കണം, 120 ഡിഗ്രി എടുക്കണം. ഒരു മിനിറ്റ്, നമ്മളിവിടെ റേഡിയസ് എടുത്ത് വരച്ചു, ഓഫ്സെറ്റ് വരച്ചു, സ്മോൾ റേഡിയസും വരച്ചു. ഇനിയിപ്പോൾ ഇതാണ് എടുക്കേണ്ടത്. 120, 60, 60 എന്ന് പറഞ്ഞ് എടുക്കണം. അപ്പോൾ 120 വെച്ചു, 120 ഡിഗ്രി എടുത്തു. പിന്നെ
ബേസ് സർക്കിളിൽ കൊണ്ടൊന്ന് മുട്ടിച്ചു. ബേസ് സർക്കിളാണ് മുട്ടിച്ചു വെച്ചിരിക്കുന്നത്, ബേസ് സർക്കിൾ. ഓക്കെ, അതിനുശേഷം അടുത്ത എന്തോന്നാണ്, അടുത്ത 60 അല്ലേ, 60 എന്ന് പറയുമ്പോൾ 120 ഡിഗ്രി അടുത്തുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് 60 120. ഓക്കെ, അപ്പോൾ അതും എടുത്തു. ഇത് എവിടെ നിന്ന് കയറ്റി വരയ്ക്കാവോ? പാടില്ല. നമ്മൾ ബേസ് സർക്കിളിലെ വരയ്ക്കാവുള്ളൂ. ഇവിടെ നിന്നും ബേസ് സർക്കിളിലെ വരയ്ക്കാവുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത എന്തോന്നാണ്, നെയിമിങ്. ഇതെന്തോന്നാണ്, തീറ്റ ഓ എത്ര, 120 ഡിഗ്രി. ഇതെത്ര, തീറ്റ ഡി 60 ഡിഗ്രി. ഇതെത്ര, തീറ്റ ഡി 60 ഡിഗ്രി. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ഇനിയിപ്പം എന്തോന്നാണ് ചെയ്യേണ്ടത്, ഈക്വൽ പാർട്സ് ആക്കണം അല്ലേ. നമ്മൾ ഇതും കഴിഞ്ഞു. ഇനിയിപ്പം ബാക്കി നമുക്ക് കിട്ടിയ വെച്ച കാര്യങ്ങൾ വെച്ചാണ് ഇനിയിപ്പോൾ വരയ്ക്കുന്നത്. ഇനിയിപ്പോൾ 120 6 ഈക്വൽ പാർട്സ് ആക്കണമെങ്കിൽ 20 ഡിഗ്രി വെച്ച് ഞാൻ എടുത്താൽ മതി. അപ്പം എത്ര വരും, 2 4 6 8 10 12 എന്ന് പറഞ്ഞു വരും. അതുപോലെ തന്നെ ഇപ്പറയും ഈ 60 ഡിഗ്രിന്ന് ഞാൻ എടുക്കാൻ നേരത്ത് 10 എടുത്താൽ പോലെ 10 20 30 40 50 60 എന്ന് പറഞ്ഞു വരും. ഇനിയിപ്പം എനിക്ക് പോയിന്റ് മാർക്ക് ചെയ്യണം. പോയിന്റ് മാർക്ക് ചെയ്യാൻ ഞാൻ സെൻറ്റർ വെച്ച് ഇതാണെന്തോന്ന് ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6 ഇത് 0 കൊടുക്കാം. 0 1 2 3 4 5 6. ഓക്കെ, അതുപോലെ ഇവിടെ ഇവിടെ 0 ആയി, ഇവിടെ 1 2 3 4 5 ഇവിടെ 6. ഓക്കെ, പേര് കൊടുക്കുക. 1 2 3 4 5 6. ഓക്കെ, അത്രയും ചെയ്തു. ഇനിയിപ്പോൾ എന്താണ്, നമുക്കിനി അളവെടുത്ത് വരയ്ക്കണം. അളവെടുത്ത് വരയ്ക്കുന്നത് ഏതിലാണ് വരയ്ക്കേണ്ടത്, ബേസ് സർക്കിളിലാണോ പ്രൈം സർക്കിളിലാണോ? പ്രൈം സർക്കിൾ. ഇത് റോളർ ഫോളോവറാണ്. അപ്പോൾ ബേസ് സർക്കിളും ഉണ്ട്, പ്രൈം സർക്കിളും ഉണ്ട്. അപ്പോൾ പ്രൈം സർക്കിൾ നമ്മളെടുത്ത് വരച്ചില്ലല്ലോ, അതെടുത്ത് വരയ്ക്കണം. പ്രൈം സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ OA ആണ് റേഡിയസ്. അതായത് ക്യാമിൻ്റെ റേഡിയസ് പ്ലസ് റോളറിൻ്റെ റേഡിയസ്. അപ്പോൾ അതെടുത്തിട്ട് നമ്മളെന്തോന്ന് വരച്ചു, ഒരു പ്രൈം സർക്കിൾ വരച്ചു. ശരി, ഇനിയിപ്പം ഞാൻ അളവെടുത്ത് വരയ്ക്കണം. അളവെടുത്ത് വരയ്ക്കണമെങ്കിൽ നമുക്ക് ടാൻജൻഷ്യൽ വരയ്ക്കണം. കാരണം എന്താണ്, ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യലാണ്. അപ്പം എടുത്തിരിക്കുന്നത് വെച്ച് ടാൻജൻഷ്യലായിട്ട് ലൈന് നീട്ടി വരയ്ക്കുക. അപ്പം ഇതല്ലേ 1. കണ്ടോ, ഇവിടെ കയറ്റി വെച്ചേക്കല്ല ആദ്യം കൊണ്ടുപോയി 1. അതൊന്ന് ശ്രദ്ധിച്ചോണം, പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പം അത് വിട്ടു പോകുന്നു. ടാൻജൻഷ്യൽ എടുത്തെടുത്ത് വരയ്ക്കുക. ഈ ക്യാമിൻ്റെ ഇതിപ്പോൾ ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് സെപ്പറേറ്റ് പറഞ്ഞു, ക്യാം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് സെപ്പറേറ്റ് പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വെച്ചിട്ടുള്ള ക്യാമും ഞാൻ കണ്ടോ, തെറ്റിയില്ലേ? ഇവിടെ നിന്ന് തെറ്റി, കണ്ട ഇങ്ങനെ ആവരുതേ, ഇങ്ങനെ ആവരുതേ, ഇങ്ങനെ ആവരുതേ, ഇങ്ങനെ ആവരുതേ. അത് അവിടെ നിന്ന് തന്നെ എടുത്തേക്കണം. വേറെ പറയാൻ നിർത്തണം. അപ്പം നമ്മൾ എന്തോന്നാണ് സെപ്പറേറ്റ് അങ്ങനെ പറഞ്ഞു. ഇനിയിപ്പം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഈ രണ്ടും സെപ്പറേറ്റ് പറഞ്ഞു തന്നത് ഒറ്റ ഇതിൻ്റെ അകത്തേക്ക് ആപ്ലിക്കബിൾ ആകുന്നത് എന്നുള്ള ഒരു ചെറിയൊരു ഇത് നിങ്ങൾക്കത് മാറും. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം
ഓരോ മോഡലിനും വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഓരോ മോഡലിൻ്റെല്ല, ഓരോ ഇയർ വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. എനിക്കറിയാവുന്നത് എനിക്കറിയാമെന്ന് വെച്ചാൽ ഓവർ മാത്രമല്ലേ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. അത് വെച്ചാൽ തന്നെ മതി. എനിക്ക് ജയിക്കാനുള്ളതാണ്. ജയിക്കാനുള്ളതേ ഇവിടെ പറയുന്നുള്ളൂ. ശരി, അപ്പോൾ അത്രയും വരച്ച് ഇനിയിപ്പോൾ നമുക്ക് അളവെടുത്ത് വരയ്ക്കണം. ഇനിയിപ്പോൾ പഴയതുപോലെ സിമ്പിളല്ലേ. എന്ന് പറഞ്ഞാൽ റോളറാണെന്ന് ഓർത്തോണം മൈൻഡിൽ. അതായത് കുത്തു വെച്ചിട്ട് കയറി വരച്ചേക്കല്ലേ, കുത്തു വെച്ചിട്ട് ആ കുത്തി വെച്ചിട്ട് ഒരു റോളർ എടുക്കണം. അതുപോലെ മൈൻഡിൽ വെക്കണം. ഇതല്ലേ നമ്മളെടുത്തത്. അപ്പം ആദ്യം നമ്മൾ മണ്ണെന്ന് പറയുമ്പോൾ ഇത്ര മണ്ണെടുത്തിട്ട് ഇവിടെ നിന്ന് ഇതേതാണ് പ്രൈം സർക്കിൾ. പ്രൈം സർക്കിൾ എന്ന് എഴുതിയില്ല, കൈയോടെ എഴുതിയേക്കുക. ഇതാണ് പ്രൈം സർക്കിൾ. ഓക്കെ, കൈയോടെ എഴുതി. ഇനിയിപ്പം 2 പറഞ്ഞ് എഴുതുക. അപ്പോഴത്തേക്കും നമുക്കതിനൊരു ഇത് കാണും. വിട്ടുപോയി. എടുത്തു. ഇനിയിപ്പോൾ പടാർന്ന് കയറി ഇങ്ങനെ വരച്ച് വെച്ചേക്കില്ല, കാരണം ഇത് റോളറാണ്. അപ്പോൾ റോളറിൻ്റെ റേഡിയസ് വീണ്ടും എടുക്കുക. ഇത്രയാണ് 2 സെൻറ്റിമീറ്റർ. എന്നിട്ട് എന്താണെന്ന് നമ്മളെടുത്ത ഓരോ പോയിന്റിൽ കൊണ്ട് വെച്ചിട്ടും ഓവർലാപ്പ് ചെയ്യുന്ന പോലെ വരയ്ക്കുക. പറഞ്ഞു വന്നു. ഇനിയിപ്പോൾ ഇതും കൂടെ ഒന്ന് എടുത്തേക്കാം. ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇത് എത്ര എടുത്തോ അത്രയും തന്നെ ആയിരിക്കുമല്ലോ ഇവിടെ വെച്ചിട്ട് എടുക്കുന്നത്. ഇവിടെ ആയിട്ട് വരിക. ഓക്കെ, അതിൻ്റെ സർക്കിളിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ. ശരി, അതോടെ എടുക്കണ്ട. ഇവിടെ ആയിട്ട് ഇങ്ങനെ വരും, ഇതിങ്ങനെ കട്ടാവും. ഓക്കെ, ഇനിയിപ്പം ഇവിടെ നിന്ന് റേഡിയസ് ചെയ്യുന്നു. ഈ റോളറിൻ്റെ ഈ അറ്റം വരെ നോക്കുക. ഓക്കെ, അതേ ഇത് തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. ഇതെല്ലാം ഇങ്ങനെ വരുമായിരിക്കും. എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ എടുത്ത് എന്തോ ഒരു സംഭവം തെറ്റിക്കണം. പിന്നെ ഇനി എന്നാ, ഇനിയിപ്പം കൂട്ടിമുട്ടിക്കുമല്ലേ. ഇത് പിന്നെ ഇതിങ്ങനെ വന്ന് ഇതിങ്ങനെ വന്ന് എനിക്കൊന്ന് ശരിക്കും എന്നിട്ട് ഇതിനെ ഒന്ന് കറുപ്പിക്കും. എന്നിട്ട് ഇതല്ലേ നമ്മുടെ ഈ സർക്കിളിന് ഇങ്ങനെ ബേസ് സർക്കിളിൻ്റെ ഇവിടെയും കൂടെ ഇങ്ങനെ ഹൈലൈറ്റ് ആക്കി കൊടുക്കുക. ഇതാണ് എന്താണ്. എന്നിട്ട് ബാക്കി എല്ലാത്തിനും ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തേക്കുക. ഇത് മാത്രം ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്ന പോലെ വെച്ചിട്ട് ബാക്കി എല്ലാത്തിനെയും ഇത് ചെയ്തേക്കുക. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ. നമ്മളിപ്പം നൈഫ് എഡ്ജ് ഫോളോവറിൻ്റെ ഓഫ്സെറ്റും പഠിച്ചു, നോർമലും പഠിച്ചു. റോളറിൻ്റെ ഓഫ്സെറ്റും പഠിച്ചു, നോർമലും പഠിച്ചു. ഇനി ഫ്ലാറ്റ് ഫേസ്ഡ് ആണെങ്കിൽ എങ്ങനെ, സ്ഫെറിക്കൽ ഫോളോവർ ആണെങ്കിൽ എങ്ങനെ, എല്ലാം സെയിം രീതിയാണ്. പക്ഷെ റോളറിന് മാത്രമാണ് എന്തോന്ന് വരുന്നത്, പ്രൈം സർക്കിൾ എന്ന് പറഞ്ഞ സംഭവം കയറി വരുന്നത്. ബാക്കി നൈഫ് എഡ്ജിനും ഫ്ലാറ്റ് ഫേസിനും സ്ഫെറിക്കലിനും എല്ലാം വന്നിട്ട് സെയിം ഈ നൈഫ് എഡ്ജിൻ്റെ സംഭവം തന്നെ അതുപോലെ തന്നെ വരച്ചാൽ മതി. ബേസ് സർക്കിൾ ഇസ് ഈക്വൽ ടു പ്രൈം സർക്കിളാണ്. ബേസ് സർക്കിൾ ഇസ് ഈക്വൽ ടു പ്രൈം സർക്കിളാണ്. റോളറിൻ്റെ കേസിൽ മാത്രമാണ് പ്രൈം സർക്കിൾ വേറെ, ബേസ് സർക്കിൾ വേറെ. ഓക്കെ, ശരി. അപ്പം ഇപ്പം നൈഫ് എഡ്ജ് ഞാൻ വരച്ചത് അവിടെ നൈഫ് എഡ്ജ് ഫോളോവറിൻ്റെ നോർമൽ ക്യാം. അപ്പോൾ നൈഫ് എഡ്ജിൻ്റെ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പം ഇതിപ്പോൾ ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ കുത്തു വെക്കുക. കുത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് നമ്മളിങ്ങനെ വരയ്ക്കുന്നതിന് മുമ്പേ, ഈ സ്മൂത്തായിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതിന് മുമ്പേ
ഇത്രയും ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ റോളറിനെ നമ്മളിങ്ങനെ വരച്ചതിന് ശേഷം അവസാനം ഇങ്ങനെ വരച്ചു വിടത്തില്ലേ, അതുപോലെ ഇതിനും വരച്ചു വിടുക. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ മണ്ടയിൽ കൂടെ പറയാം. നീ പച്ചപ്പേന ഉപയോഗിക്കുക. അത് ഞാൻ എന്തോന്ന് ചെയ്തു, ഇതെല്ലാം ചെയ്തു, മാർക്കെല്ലാം ചെയ്തു, എന്നിട്ട് ഈ പോയിന്റ്സ് മാർക്ക് ചെയ്തു. അതിനുശേഷം ഇതിപ്പോൾ ഒരു ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ ആണെങ്കിൽ, ഇതൊരു ഫ്ലാറ്റ് ഫേസ്ഡ് ആണെങ്കിൽ ഇതെന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ ഞാനിങ്ങനെ കറക്റ്റ് ഇതിങ്ങനെ വെക്കും, ഇങ്ങനെ വെക്കും, അല്ലെങ്കിൽ കറക്റ്റ് ഇങ്ങനെ വെക്കും. അപ്പം ഈ 1 എന്ന് പറഞ്ഞ ഈ ബ്ലാക്ക് ലൈൻ ഇല്ലേ, ഈ ബ്ലാക്ക് ലൈൻ കറക്റ്റ് ഞാൻ ആ വരച്ച ലൈനിൽ കൂടെ അല്ലേ പോകുന്നത്. അതായത് ഞാൻ കറക്റ്റ് ആ ഒരു നിരപ്പ് കറക്റ്റ് ആക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് പോകുന്നില്ലല്ലോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഈ വരച്ചിരിക്കുന്ന ഈ ലൈൻ വന്നിട്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്നുള്ള രീതിയിൽ വെക്കാം. ഇത് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ എന്തോന്ന് ചെയ്യും, ചെറുതായിട്ട് ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് ഇതിനിങ്ങനെ വരയ്ക്കും. എന്നിട്ട് അടുത്തതിനിങ്ങനെ വെക്കും. അത് കറക്റ്റായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട്, വലിയ പെർപെൻഡിക്കുലറൊക്കെ എടുത്ത് അങ്ങനെയൊന്നും കളയണ്ട, ജസ്റ്റ് ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വരയ്ക്കുക. അതുപോലെ തന്നെ അടുത്തത് ഇതിനിങ്ങനെ വെക്കുക. അതായത് ഈ വരച്ചിരിക്കുന്ന ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇതിപ്പം ഇത്ര വീതി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഗ്യാപ്പ് വരുന്നത്. അല്ലെങ്കിൽ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഓവർലാപ്പ് ചെയ്ത് നിൽക്കും. അതായത് ഇങ്ങനെ വരയ്ക്കാൻ നേരത്ത്, ഇത്രയും വെച്ച് വരയ്ക്കാൻ നേരത്ത് ഇത് ഓവർലാപ്പ് ചെയ്ത് നിൽക്കും. ഇവിടെ വരയ്ക്കാൻ നേരത്ത് ഞാൻ നോക്കാം. ഓക്കെ, മനസ്സിലായോ? അതായത് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ചിലപ്പോൾ കാണാൻ പറ്റും. അതായത് ഇതിപ്പോൾ എത്രയാണ്, ഇതിപ്പോൾ ഇങ്ങനെയല്ലേ, ഇപ്പോൾ 2 ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വരും. ഇനി അടുത്തത് ഇത്, അതിൻ്റെ അടുത്തത് അങ്ങനെ ആ ഒരു രീതിയിൽ എടുത്തിട്ട്, എന്നിട്ട് ഇത് തമ്മിൽ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിൽ ഇത് ഇങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇത് സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കണം, എന്നാലേ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതാണ് എന്തോന്ന്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇത് ഇങ്ങനെ വരും, ഈ അറ്റ ഇങ്ങനെ വരും. ഇതാണ് എന്തോന്ന്, ഫ്ലാറ്റ് ഫേസ്. ഇതാണ് ഫ്ലാറ്റ് ഫേസ്, ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, നൈഫ് എഡ്ജിന്റെ സെയിം രീതി എന്ന റോളർ ഫോളോവറിന് നമ്മൾ അടിയിൽ കൂടെ വരച്ചതുപോലെ അങ്ങനെ വരയ്ക്കുക. ഇനി ഇതിപ്പോ സ്പെറിക്കൽ ആണെങ്കിലോ, സ്പെറിക്കലാണ് ഇതേ സംഭവം തന്നെയാണ് ഇവിടെ വരുമ്പോഴും, ഓഫ്സെറ്റ് വരുമ്പോഴും അതേപോലെ തന്നെ. ഇപ്പോൾ സപ്പോസ് ഇപ്പം ഞാൻ നൈഫ് എഡ്ജിന്റെ വെച്ചിട്ട് ഞാൻ സ്പെറിക്കലിന്റെ പറയാൻ നേരത്തെ എങ്ങനെ എടുക്കുമെന്ന് വിചാരിച്ചാൽ, ഇതാണല്ലോ ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ എടുക്കും, അതിനെ ഇങ്ങനെ എടുക്കും, അങ്ങനെ എടുത്തിട്ട് എന്തോന്ന് ചെയ്യും, ഇത് തമ്മിൽ കൂട്ടിമുട്ടുന്നതിനെ അങ്ങനെ എടുക്കും. അതായത് ഫ്ലാറ്റ് ഫേസും സ്പെറിക്കലും തലവൻ നൈഫ്. ഓക്കെ, ഇങ്ങനെയാണ് സംഭവം. റോളറിന്റെ കേസിൽ നമുക്ക് എന്തോന്ന് വരും, ഒരു പ്രൈം സർക്കിൾ വരും. ഇതിനകത്ത് പ്രൈം സർക്കിൾ വേറെ, ബേസ് സർക്കിൾ വേറെ. ഓക്കെ, നോട്ട് ഈക്വൽ ആണ്. ഇതിൻ്റെ അകത്ത് പ്രൈം സർക്കിളും ബേസ് സർക്കിളും സെയിം ആണ്, ഈക്വൽ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ വേറൊരു കാര്യം പറയാം. ഇനിയിപ്പോൾ റോളറിന്റെ കേസിൽ നമ്മൾ എന്തോന്ന് ചെയ്യും, എല്ലാ പ്രൈം സർക്കിൾ റോളർ വെച്ചിട്ട് ആ റോളറിന്റെ അടിയിൽ കൂടെ വരയ്ക്കും. അപ്പം ഈ നൈഫ് എഡ്ജും ഫ്ലാറ്റ് ഫേസും സ്പെറിക്കലും, എൻ്റെ ഈ ഫ്ലാറ്റ് ഫേസും സ്പെറിക്കലും നൈഫ് എഡ്ജ് വരയ്ക്കുന്ന പോലെ തന്നെ വരച്ചിട്ട് റോളറിന് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇങ്ങനെ വരച്ചു വിടുക. ഫോർ എക്സാമ്പിൾ ഇത്, പിന്നെ വേറൊരു എക്സാമ്പിൾ ഇത്. ഈ അറ്റം ഇങ്ങനെ മുട്ടിച്ചല്ലേ പോയിരിക്കുന്നത്, ഈ അറ്റം ഇങ്ങനെ മുട്ടിച്ചല്ലേ പോയിരിക്കുന്നത്, അറ്റം ഇങ്ങനെ മുട്ടിച്ചല്ലേ പോയിരിക്കുന്നത്. അപ്പം അതുപോലെ നൈഫ് എഡ്ജിന്റെ രീതി തന്നെ എന്നാൽ റോളറിന്റെ ഇതിൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കും ഈ സംഭവം. മനസ്സിലാവുന്നുണ്ടോ? റോളറിന്റെ രീതിക്ക് മുട്ടിക്കും. നൈഫ് എഡ്ജിന്റെ രീതിയിൽ തന്നെയാണ് വരയ്ക്കേണ്ടത്. നൈഫ് എഡ്ജ് പോലെ തന്നെയാണ് ഫ്ലാറ്റ് ഫേസും സ്പെറിക്കലും വരയ്ക്കേണ്ടത്. എന്നാൽ റോളറിന്റെ
രീതിയിലാണ് അതിനെ മുട്ടിക്കുന്നത്. റോളറിൻ്റെ രീതിയിൽ മുട്ടിക്കും, അവസാനം മുട്ടിക്കും. ഓക്കെ. ഇപ്പോൾ മോഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ ക്യാം സിന്തസിസ്. അതിൻ്റെ അകത്ത് നമുക്ക് ക്യാമിൻ്റെ പ്രൊഫൈൽ വരയ്ക്കാൻ ചോദിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം 4 എണ്ണം. അതുപോലെ തന്നെ ക്യാം വരയ്ക്കാനും പഠിക്കണം. മിക്കപ്പോഴും ചോദിച്ചിട്ടുള്ളത് നൈഫ് എഡ്ജ് റോളറുമാണ്. അതിൻ്റെ ഓഫ്സെറ്റ് ഉള്ളതും ചോദിച്ചിട്ടുണ്ട്, ഓഫ്സെറ്റ് അല്ലാത്തതും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു 4 എണ്ണം പഠിക്കാനുണ്ട്, ഇതും ഒരു 4 എണ്ണം പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു 4 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ 2 എണ്ണം ഫ്ലാറ്റ് ഫേസും സർക്കിളും കൂടെ വരയ്ക്കാവുന്നേ ഉള്ളൂ. നൈഫ് എഡ്ജ് പോലെ വരയ്ക്കുക, എന്നിട്ട് അവസാനം മുട്ടിക്കുന്നത് റോളർ പോലെ മുട്ടിക്കുക. മനസ്സിലായോ? ഓക്കെ. സെക്കൻഡ് മോഡ്യൂളിൽ ഇനിയിപ്പം ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ കോറിയോളിസ് കമ്പോണന്റ് ഓഫ് അക്സലറേഷൻ ചോദിക്കും. കോറിയോളിസ് കമ്പോണന്റ് ഓഫ് അക്സലറേഷൻ അത് സിമ്പിളാണ്. അതൊരു പേജ് ഉള്ളൂ. ആ പേജ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ചോദിക്കാവുന്നതെല്ലാം നമുക്ക് കാണാതെ തന്നെ എഴുതാവുന്നതേ ഉള്ളൂ, മനസ്സിലാക്കി തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. അത് ജസ്റ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള മാർക്കും കൂടെ ഫുള്ളും കിട്ടും. കാരണം അത് അങ്ങനെ ഡയറക്റ്റ് ആയിട്ടേ ചോദിക്കത്തുള്ളൂ. ഒരുപാട് ചുറ്റിക്കറങ്ങിയോ വേറെ എന്തിൻ്റെങ്കിലും കൂടെ ഇതായിട്ടോ അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. ഡയറക്റ്റ് ചോദിക്കും, ഡയറക്റ്റ് എഴുത്തരം എഴുതുക, മാർക്ക് അത്രേ ഉള്ളൂ. കോറിയോളിസ് കമ്പോണന്റ് ഓഫ് അക്സലറേഷൻ അത് ഞാൻ വേണമെങ്കിൽ തിയറി പാർട്ട് പറയുന്നതിൻ്റെ ഒപ്പം വേണമെങ്കിൽ പറയാം. ഏത് കോറിയോളിസ് കമ്പോണന്റ് ഓഫ് അക്സലറേഷൻ ഇപ്പം ഞാൻ ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ 5 മോഡ്യൂളിൻ്റെ അകത്ത് ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ട് നമുക്ക് ജയിക്കാൻ പറ്റും. അപ്പം ആ ഷുവറായിട്ട് ജയിക്കുന്നതിൻ്റെ പാർട്ട് ബിയിലെ ഓറയൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ തിയറി പാർട്ടായിട്ടുള്ളതും കൂടെ ലാസ്റ്റ് ഇന്ന തിയറീസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ട് വരുമെന്ന് പറഞ്ഞ് അങ്ങനെ പറയാം. അങ്ങനെ തിയറി സെപ്പറേറ്റും പാർട്ട് ബിയിലെ പ്രോബ്ലം സെപ്പറേറ്റും അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.